എല്ലാ കൂട്ടുകാർക്കും സ്കോർ റെയിൽവേ മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ റിവിഷൻ പ്ലാൻ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ റിവിഷൻ പ്ലാനിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് കിട്ടിക്കാണും. നമ്മൾ ഹിസ്റ്ററിയിലെ ചോദ്യങ്ങളാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഹിസ്റ്ററിയുടെ ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. എത്രണ്ണം ശരിയായി എത്രണ്ണം തെറ്റി എന്നുള്ളതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനകത്ത് കമൻറ്റ് ചെയ്യുക. ഇനി നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന പ്രധാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ആ ടോപ്പിക്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ആ ചോദ്യങ്ങൾ എവിടെ നിന്നൊക്കെയാണ് ഇന്ന് പ്രധാനമായിട്ടും വന്നിട്ടുള്ളത്. ഹിസ്റ്ററിയുടെ തന്നെ നമ്മൾ ഇന്നത്തെ സെഷനിൽ പ്രധാനമായിട്ടും കവർ ചെയ്യാനായിട്ട് പോകുന്ന ഭാഗങ്ങൾ പ്രീ ഹിസ്റ്റോറിക് ഇന്ത്യ എന്ന് പറയുന്ന ഭാഗം, ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്ന IVCയുടെ ഭാഗം, അതുപോലെ തന്നെ വേദിക് ഏജ് എന്ന് പറയുന്ന ഭാഗം, ബുദ്ധിസം ആൻഡ് ജൈനിസം എന്ന് പറയുന്ന ഭാഗം, മഹാജനപദാസം. അപ്പോൾ ഇത്തരം ഏരിയയിൽ നിന്നും മുൻപേ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെയാണ് ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്, അല്ലെങ്കിൽ രാവിലെ നിങ്ങൾ കണ്ടിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ ചോദ്യങ്ങൾ നിങ്ങൾ ഓൾറെഡി പഠിച്ച് വന്നിട്ടാണ് ആ ചോദ്യങ്ങൾ ചെയ്തതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അത് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, ആ ക്വസ്റ്റ്യൻസ് നിങ്ങളെ ഒന്നുകൂടെ പരിചയപ്പെടുത്തുക, ആൻഡ് അതിലൂടെ അതുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ ഫാക്റ്റുകളെ പഠിക്കുക. ഈ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന 5 ടോപ്പിക്സ് അതിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്ന് റിവൈസ് ചെയ്തെടുക്കുന്നു. ഇതൊരു ക്ലാസ് അല്ല, റിവിഷൻ ക്ലാസ് ആണ്. എന്ന് പറഞ്ഞാൽ പഠിച്ച് വന്നിരിക്കുന്ന കുട്ടികൾക്കാണ് ഇതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഉപകാരം ഉണ്ടായിരിക്കുകയുള്ളൂ. നിങ്ങൾ പഠിക്കാതെ വന്നിരുന്നിട്ട് ഈ ഒരു ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ ഈ ടോപ്പിക്സ് എല്ലാം നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ധാരണയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിട്ട് വരണം. നമ്മൾ രാവിലെ തന്നിട്ടുള്ള ചോദ്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഈ ക്ലാസ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആൻസർ ചെയ്യുന്നു. അതിലൂടെ ആ ക്വസ്റ്റ്യൻസിനെ ആൻസർ ചെയ്യുന്നതിലൂടെ എന്ത് ചെയ്യുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ ഫാക്റ്റുകളും ആ ഭാഗത്തിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ടോപ്പിക്സും ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടെ പറഞ്ഞു തരുന്നു. ഓക്കെ, അപ്പോൾ ഒരു റിവിഷൻ അവിടെ സാധ്യമാവുന്നു. ഇങ്ങനെ റിവിഷൻ ക്ലാസ്സസ് ആണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. അതല്ലാതെ ഇത് കൺസെപ്റ്റ് ക്ലാസ്സുകളല്ല. നിങ്ങളെ പഠിപ്പിച്ച് തരികയല്ല ചെയ്യുന്നത്. പഠിച്ച് വന്നവരെ എന്ത് ചെയ്യുന്നു, നിങ്ങൾ പഠിച്ച കാര്യങ്ങളെ ഒന്നുകൂടെ പൊടി തട്ടിയെടുക്കാനും ഓർമ്മപ്പെടുത്താനും ഇന്ന കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനും എന്താണ്, അതിന് വേണ്ടിയിട്ടാണ് ഈ ക്ലാസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ധാരണയായെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സെഷനിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യത്തെ പ്രീ ഹിസ്റ്റോറിക് ഇന്ത്യയിൽ നിന്ന് നിങ്ങൾക്ക് തന്നിട്ടുള്ള ചോദ്യങ്ങൾ ഈ കാണുന്ന 2 ചോദ്യങ്ങളായിരിക്കും നിങ്ങൾ പ്രീ ഹിസ്റ്റോറിക് ഇന്ത്യയിൽ നിന്ന് നിങ്ങൾ ഇന്ന് ആൻസർ ചെയ്തിട്ടുണ്ടായിരിക്കുക. അതിൻ്റെ ആൻസേഴ്സ് എന്താണ്? വെൻ വേർ ദ കേവ്സ് ഓഫ് ഭിംബേട്ക ഡിസ്കവേർഡ്? ഭിംബേട്ക ഗുഹ എന്നാണ് ഡിസ്കവർ ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഉത്തരം വരുന്നത് എത്രയാണ്? 1957, 1958 കാലഘട്ടത്തിലാണ് ഭിംബേട്ക കേവ് ഡിസ്കവർ ചെയ്തിരിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ് ക്രൊണോളജിക്കൽ സീക്വൻസ് ഓഫ് പ്രീ ഹിസ്റ്റോറിക് പീരീഡ് ഓഫ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആൻഡ് സിവിലൈസേഷൻ? ഇതിൻ്റെ ആൻസർ എന്താണ്? ക്രൊണോളജിക്കൽ സീക്വൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം വന്നിരിക്കുന്നത് പാലിയോലിത്തിക് ഏജ്, പിന്നെ വന്നിരിക്കുന്നത് മെസോലിത്തിക്, പിന്നെ വന്നിരിക്കുന്നത് നിയോലിത്തിക്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഇതാണ്. ഇത് നിങ്ങൾ ശരിയാക്കി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഇനി ഈ ഒരു ഭാഗം പ്രീ ഹിസ്റ്റോറിക് ഇന്ത്യ എന്ന് പറയുന്ന ഭാഗത്തിൽ നിങ്ങൾ പഠിക്കേണ്ട ആയിട്ടുള്ള പോയിന്റ്സ് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് പൊടി തട്ടിയെടുക്കാം, പെട്ടെന്ന് റിവൈസ് ചെയ്യാം. എന്തെങ്കിലും ടോപ്പിക്സ് നിങ്ങൾ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഭാഗം കൂടെ ഇതിനകത്തുനിന്ന് കേട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ സ്റ്റോൺ ഏജ് എന്ന് പറയുന്ന ഒരു ഭാഗം, അതാണ് പ്രധാനമായിട്ടും നിങ്ങളിവിടെ കൺസിഡർ ചെയ്യേണ്ടത്. പാലിയോലിത്തിക് ഏജ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഈ പറയുന്ന പ്രീ ഹിസ്റ്റോറിക് ഇന്ത്യ എന്ന് പറയുമ്പോൾ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ഭാഗം എന്ന് പറയുന്നത് എന്താണ്? ഈ സ്റ്റോൺ ഏജ് എന്ന് പറയുന്ന ഒരു കാലഘട്ടമാണ്. സ്റ്റോൺ ഏജ് എന്ന് പറയുന്ന കാലഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള പോയിന്റ് എന്താണ്? ഞാൻ അതിന് മുന്നേ നിങ്ങൾക്ക് 1-2 ഐഡിയ പറഞ്ഞുതരാം. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? നമ്മൾ പൊതുവിൽ ഹിസ്റ്ററിയെ ഈ പറയുന്ന പോലെ 3 ഭാഗങ്ങളായിട്ട്, നമ്മൾ മുന്നേ ക്ലാസ്സിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്, ഞാൻ ഒന്നുകൂടെ പൊടി തട്ടിയെടുക്കാൻ വേണ്ടി പറയുന്നു. 3 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിലൊരു ഭാഗം എന്ന് പറയുന്നത് എന്താണ്? പ്രീ ഹിസ്റ്ററിയാണ്. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് പ്രോട്ടോ ഹിസ്റ്ററിയാണ്. മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഹിസ്റ്ററിയാണ്. ഓക്കെ, ഹിസ്റ്ററി എന്ന് പറയുന്ന സബ്ജക്റ്റിനെ ആസ് സച്ച് നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇതിൽ പ്രീ ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നമ്മുടെ കൈവശമുള്ളത് ആകെ എന്ത് മാത്രമാണ്? ആർക്കിയോളജിക്കൽ എവിഡൻസ് വെച്ചുകൊണ്ട് മാത്രം നമ്മൾ ഒരു കാലഘട്ടത്തെ പറ്റി പഠിക്കുന്നു, മനസ്സിലാക്കുന്നു. ആ കാലഘട്ടത്തെ നമ്മൾ പ്രീ ഹിസ്റ്ററി എന്ന് പറയുന്നു. അവിടെ നമുക്ക് ലിഖിത രേഖകളില്ല. അവിടത്തെ പറ്റി, ആ ഒരു കാലഘട്ടത്തെ പറ്റി അറിയാനായിട്ട് വേറെ യാതൊരു വിധത്തിലുള്ള സോഴ്സ് നമ്മുടെ കയ്യിലില്ല. അപ്പോൾ പ്യുവർലി ആർക്കിയോളജിക്കൽ എവിഡൻസിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കാലഘട്ടത്തെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ അതിനെ പ്രീ ഹിസ്റ്ററി എന്ന് വിളിക്കുന്നു. പ്രോട്ടോ ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ കൈവശം എന്തുണ്ട്? ആർക്കിയോളജിക്കൽ എവിഡൻസ് ഉണ്ട്, ഒബ്വിയസ്ലി കാണും. അതല്ലാതെ നമ്മുടെ കൈവശം എന്തുണ്ട്? കുറച്ച് ഇൻസ്ക്രിപ്ഷൻസ് അല്ലെങ്കിൽ മാനുസ്ക്രിപ്റ്റ്സ് ഒക്കെ കാണും. റിട്ടൺ ആയിട്ടുള്ള രേഖകളൊക്കെ ഇവിടെ നമുക്ക് ലഭ്യമാണ്. എഴുത്തും ലിപിയും തുടങ്ങിയിട്ടുള്ള കാലഘട്ടമാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, ആ ലിപികളെ, ആ എഴുത്തുകളെ ഡീസൈഫർ ചെയ്തെടുക്കാൻ പറ്റിയിട്ടില്ല. ആ കാലഘട്ടം നമ്മൾ എന്ത് വിളിക്കുന്നു? പ്രോട്ടോ ഹിസ്റ്ററി എന്ന് വിളിക്കുന്നു. ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ആർക്കിയോളജിക്കൽ എവിഡൻസ് ഉണ്ട്, ഇൻസ്ക്രിപ്ഷൻസ് ഉണ്ട്, മാനുസ്ക്രിപ്റ്റ്സ് ഉണ്ട്, കോയിൻസ് ഉണ്ട്,
അതല്ലാതെ മറ്റ് ട്രാവൽ അക്കൗണ്ട്സ് തുടങ്ങിയ രേഖകളെല്ലാം ഉണ്ട്. അപ്പോൾ ഈ രേഖകളെല്ലാം വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കാലഘട്ടത്തെ റീകൺസ്ട്രക്ട് ചെയ്തെടുക്കുന്നു, പുനർനിർമ്മിച്ചെടുക്കുന്നു. അതാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഹിസ്റ്റോറിക് പീരീഡ് ആണ്. റിട്ടൺ രേഖകളുള്ള, ലിഖിത രേഖകളുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സ്റ്റോൺ ഏജ് എന്ന് പറയുന്നത് എന്താണ്? പ്രാചീന ചരിത്രമാണ്. പ്രാചീനം, പുരാതനം എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു കാലഘട്ടത്തിലുള്ളതാണ്. അവിടെ നമ്മുടെ കൈവശം എന്തില്ല? റിട്ടൺ രേഖകളില്ല, പ്യുവർലി ആർക്കിയോളജിക്കൽ എവിഡൻസ് മാത്രമാണുള്ളത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തെ പറ്റിയിട്ടാണ് നമ്മൾ ആദ്യം ഇന്നത്തെ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അവിടെ നിന്ന് ചോദിച്ചിട്ടുള്ള 2 ചോദ്യങ്ങളാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്. ഓക്കെ, അത് ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. പ്രോട്ടോ ഹിസ്റ്ററി എന്ന് പറയുന്ന കാലഘട്ടത്തിലും ഇന്ത്യയിൽ നമ്മുടെ കൈവശം എന്തുണ്ട്? എക്സാമ്പിൾസ് ഉണ്ട്. അതാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. നമുക്കിനി നമ്മുടെ റിവിഷനിലേക്ക് കടക്കാം. സ്റ്റോൺ ഏജ് എന്ന് പറയുമ്പോൾ പ്രീ ഹിസ്റ്റോറിക് പീരീഡിലെ കാലഘട്ടത്തെ നമ്മൾ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. പാലിയോലിത്തിക് എന്നും മെസോലിത്തിക് എന്നും നിയോലിത്തിക് എന്നും. പാലിയോ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ചോദിച്ചിട്ടുണ്ട്, ഓൾഡ് എന്നാണ്. മെസോ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? മിഡിൽ എന്നാണ്. നിയോ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ന്യൂ എന്നാണ്. അപ്പോൾ ആ ഒരു പേര് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് 3 സ്റ്റോൺ ഏജുകൾ കിട്ടുന്നു. ഇനി ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട 2-3 ടേംസ് കൂടെ ഒന്ന് ഓർത്തിരിക്കുക. സ്റ്റഡി ഓഫ് ഇൻസ്ക്രിപ്ഷൻസ്. ഇൻസ്ക്രിപ്ഷൻസിനെ പറ്റിയിട്ടുള്ള പഠനത്തെ എപ്പിഗ്രഫി എന്ന് വിളിക്കുന്നു. ഇൻസ്ക്രിപ്ഷൻസിനെ പറ്റിയിട്ടുള്ള പഠനത്തെ എപ്പിഗ്രഫി എന്ന് വിളിക്കുന്നു. കോയിൻസ്, നാണയങ്ങളുടെ പഠനത്തെ ന്യൂമിസ്മാറ്റിക്സ് എന്ന് വിളിക്കുന്നു. ഇത് ഇതിന് മുന്നേ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. മാനുസ്ക്രിപ്റ്റ്സിന്റെ പഠനത്തെ പാലിയോഗ്രഫി എന്ന് വിളിക്കുന്നു. മാനുസ്ക്രിപ്റ്റ്സിന്റെ പഠനത്തെ പാലിയോഗ്രഫി എന്ന് വിളിക്കുന്നു. ഇത് 3ഉം എന്താണെന്നും എന്താ തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളതൊക്കെ ഓൾറെഡി നമ്മൾ ക്ലാസ്സിനകത്ത് ഡിസ്കസ് ചെയ്തതാണ്. നമ്മൾ ഏൻഷ്യൻ ഹിസ്റ്ററിയുടെ റിവിഷൻ ക്ലാസ് ചെയ്തപ്പോൾ അതിനകത്ത് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ അതൊന്നും വീണ്ടും ആവർത്തിക്കുന്നില്ല. അതൊക്കെ പഠിച്ചിട്ടായിരിക്കും നിങ്ങൾ വന്നിരിക്കുന്നതെന്നുള്ള ഒരു ഇതിലാണ് ഞാൻ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആന്ത്രപ്പോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ആന്ത്രപ്പോളജി, ആ ടൈം കൂടെ ഓർത്തിരിക്കുക. ആന്ത്രപ്പോളജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സയന്റിഫിക് സ്റ്റഡി ഓഫ് ഹ്യൂമാനിറ്റി. മനുഷ്യരാശിയുടെ ശാസ്ത്രീയമായ പഠനം. എന്തിനെ പറ്റി? ദാറ്റ് ക്രോസസ് ബയോളജി ആൻഡ് സോഷ്യോളജി കൺസേൺ വിത്ത് ഹ്യൂമൻ ബിഹേവിയർ, ഹ്യൂമൻ ബയോളജി, കൾച്ചർ, സൊസൈറ്റീസ് എക്സെട്ര. അപ്പോൾ മനുഷ്യന്റെ സാമൂഹിക വ്യവസ്ഥയെപ്പറ്റി, സംസ്കാരത്തെപ്പറ്റി, ബയോളജിയെപ്പറ്റി, അവന്റെ സ്വഭാവങ്ങളെപ്പറ്റി, സോഷ്യോളജി, സാമൂഹ്യ ശാസ്ത്രപരമായിട്ടുള്ള അവരുടെ ഇടപെടലുകളെ പറ്റിയിട്ടൊക്കെയുള്ള ആകെത്തുകയുള്ള പഠനത്തെയാണ് ആന്ത്രപ്പോളജി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ ടൈംസ് കൂടെ ഒന്ന് ഓർത്തിരിക്കുക. NCERT കൊടുത്തുള്ള ഈ ടൈം ലൈൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കി പോവുക. ലോവർ പാലിയോലിത്തിക് ഏജ്. പാലിയോലിത്തിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു കാലഘട്ടത്തെ ലോവർ, മിഡിൽ, അപ്പർ എന്നിങ്ങനെ വീണ്ടും 3 ആയിട്ട് തരംതിരിക്കുന്നു. പാലിയോലിത്തിക് ഏജിൽ 2 മില്യൺ വർഷം മുന്നേ തൊട്ട് ഏകദേശം 35,000 വർഷം വരെയുള്ള ഒരു കാലഘട്ടത്തിന്റെ ആകെ തുകയായിട്ടാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്? പാലിയോലിത്തിക് എന്ന് വിളിക്കുന്നത്. 2 മില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മില്യൺ 10 ലക്ഷം, 2 മില്യൺ എന്ന് പറഞ്ഞാൽ 20 ലക്ഷം. 20 ലക്ഷം വർഷം മുന്നേ 35,000 വർഷം വരെ ജീവിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് പാലിയോലിത്തിക് എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇതിനെപ്പറ്റി ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. ആ സമയത്ത് ഹോമോസാപ്പിയൻസ് മാത്രമല്ല, നിയാൻഡർതാൽസ്, ഡെനിസോവൻസ് തുടങ്ങിയ ഒരുപാട് അത്തരത്തിലുള്ള ഹ്യൂമൺ അല്ലെങ്കിൽ ഹ്യൂമൻ കൈൻഡ് എന്ന് പറയുമ്പോൾ ആ സ്പീഷീസും കൂടെ അവിടെ ഉണ്ടായിരുന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. 12,000 വർഷം മുതൽ 10,000 വർഷം വരെയുള്ള ഒരു ഇടത്താവളത്തെ നമ്മൾ മെസോലിത്തിക് ഏജ് അഥവാ മിഡിൽ സ്റ്റോൺ ഏജ് എന്ന് വിശേഷിപ്പിക്കുന്നു. 10,000 വർഷത്തിന് താഴത്തോട്ടുള്ള കാലഘട്ടത്തിൽ നമ്മൾ നിയോലിത്തിക് ഏജ് എന്ന് വിളിക്കുന്നു. അതിൽ തന്നെ ഏറ്റവും ആദ്യം ഉപയോഗിച്ചിരുന്ന മെറ്റൽ ഏതാണ്? കോപ്പറാണ്, അയൺ അല്ല. മനുഷ്യൻ ഏറ്റവും ആദ്യം ഉപയോഗിച്ചിരുന്ന മെറ്റൽ ഏതാണ്? കോപ്പറാണ്. കോപ്പർ ഉപയോഗിച്ചു തുടങ്ങിയ കാലഘട്ടത്തെ നമ്മൾ ചാൽക്കോലിത്തിക് ഏജ് എന്ന് വിളിക്കുന്നു. ചാൽക്കോലിത്തിക് ഏജിനകത്തുള്ള ഒരു കാലഘട്ടമാണ് നമ്മൾ നേരത്തെ പ്രോട്ടോ ഹിസ്റ്ററി എന്ന് പറഞ്ഞ് വിശേഷിപ്പിച്ച ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഇൻഡസ് വാലി സിവിലൈസേഷൻ ഏത് കാറ്റഗറിയിൽ വരുന്നതാണ്? പ്രോട്ടോ ഹിസ്റ്റോറിക് പീരീഡിൽ വരുന്നതാണെന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. അതിനുശേഷം 3000-4000 വർഷം മുന്നേ മാത്രമാണ് നമ്മൾ ഏറ്റവും ആദ്യമായിട്ട് അയൺ അതായത് ഇരുമ്പ് ഉപയോഗിച്ചിരുന്ന ഇരുമ്പ് യുഗത്തിലേക്ക് നമ്മൾ കടക്കുന്നത്. ഓക്കെ, 600 വർഷങ്ങൾ തൊട്ടാണ് ഏർലി ഹിസ്റ്റോറിക് എന്നുള്ള രീതിയിലുള്ള കാലഘട്ടം. എന്താണ് ഈ ഏർലി ഹിസ്റ്റോറിക്? ഞാൻ നേരത്തെ പറഞ്ഞു, ഹിസ്റ്റോറിക് എന്നുള്ള കൊണ്ട് അർത്ഥമാക്കുന്നത് ലിഖിത രേഖകളുള്ള കാലഘട്ടം. അത് ഏകദേശം 600 മുതൽ 400 CE വരെയാണ് നമുക്ക് ലിഖിത രേഖകളുള്ള കാലഘട്ടത്തെ കാണാനായിട്ട് സാധിക്കുന്നത് എന്നുള്ള കാര്യം കൂടെ എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയും സംഭവങ്ങൾ നിങ്ങൾ ഈ സ്റ്റോൺ ഏജ് എന്ന് പറയുന്ന കാലഘട്ടത്തെ പറ്റിയിട്ട്, ശിലായുഗത്തെ പറ്റിയിട്ട് മനസ്സിലാക്കി വെക്കുക. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ലോവർ പാലിയോലിത്തിക്, മിഡിൽ പാലിയോലിത്തിക്, അപ്പർ പാലിയോലിത്തിക് ഈ ടേബിൾ പറ്റി ഒന്ന് പഠിച്ചു വെക്കുന്നത് വളരെ നന്നായിരിക്കും. ഇതിനകത്ത് നിന്ന് ചോദ്യങ്ങൾ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ലോവർ പാലിയോലിത്തിക്കിന്റെ ജിയോളജിക്കൽ ഏജ് എന്ന് പറയുന്ന ആ ഒരു കോളം നിങ്ങൾ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇതുവരെ ചോദ്യങ്ങൾ വന്നിട്ടില്ല. പക്ഷെ നിങ്ങൾക്കറിയാം RRB പാറ്റേൺ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ചോദിച്ചു കൂടായികയില്ല. പഠിക്കാൻ പറ്റുന്നവർ പഠിക്കുക. നിർബന്ധമായിട്ടും പഠിക്കേണ്ട കോളംസ് ആണ് ടിപ്പിക്കൽ ഇന്ത്യൻ സ്റ്റോൺ ടൂൾ ടൈപ്സും അതുപോലെ തന്നെ മെയിൻ സബ്സിസ്റ്റൻസ് ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലോവർ പാലിയോലിത്തിക്, മിഡിൽ പാലിയോലിത്തിക് ആൻഡ് അപ്പർ പാലിയോലിത്തിക്കിൽ 3ലും ഹണ്ടർ ഗാദറർ ആയിരുന്നു മനുഷ്യൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതെ, പാലിയോലിത്തിക് ഏജിൽ മനുഷ്യൻ ഈ പറയുന്ന കല്ലുകൊണ്ടുള്ള ഉപകരണങ്ങൾ വെച്ചുകൊണ്ട് ഹണ്ട് ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ പഴങ്ങൾ ഭക്ഷിച്ച് ജീവിക്കുമായിരുന്നു. അതല്ലാതെ അവരൊരു സെറ്റിൽഡ് ലൈഫ് ആയിരുന്നില്ല, നൊമാഡിക് കൈൻഡ് ഓഫ് ലൈഫ് ആയിരുന്നു. അവർ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ നോക്കുക. പെബിൾ, കല്ല്, കോർ ടൂൾസ്,
ക്ലീവേഴ്സ്, ചോപ്പിംഗ് ടൂൾസ്. ഇതാണ് ഏറ്റവും പ്രാചീന കാലത്ത് മനുഷ്യൻ ഉപയോഗിച്ചിരുന്നത്. കുറച്ചും കൂടെ മുന്നോട്ട് വന്നപ്പോൾ ലെവോലിസ് ടെക്നിക് എന്ന് പറയുന്ന ടെക്നിക് ഉപയോഗിച്ചുകൊണ്ട് ഫ്ലേക്ക് ടൂൾസ് എന്ത് ചെയ്യാൻ തുടങ്ങി, അവർ മാനുഫാക്ചർ ചെയ്യാൻ തുടങ്ങി. അവിടെ ഫാക്ടറീസ് ഒക്കെ വന്നു തുടങ്ങി. ഫാക്ടറീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് കാണുന്ന പോലെ പോക്കോളൊക്കെയുള്ള ഫാക്ടറീസ് അല്ല പറയുന്നത്, ആയുധപ്പുരകൾ. നമ്മുടെ പഴയ എന്താ പറയുന്നത്, കൊല്ലൻ്റെ ആല എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഇത്തരത്തിലുള്ള ടൂൾസ് ഉപയോഗിക്കാനായിട്ട് അത്തരത്തിൽ കല്ലുകൾ അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും നദിയുടെ തീരത്തുള്ള തീരത്തൊക്കെ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ഭംഗിയുള്ള കല്ലുകളില്ലേ, ഉരുളൻ കല്ലുകൾ. അതുപോലെ ഈ ആയുധമാക്കാൻ പറ്റിയ കല്ലുകളുള്ള സ്ഥലത്ത് മനുഷ്യൻ എന്ത് ചെയ്യാൻ തുടങ്ങി, സെറ്റിൽ ചെയ്യാൻ തുടങ്ങി. അവിടെ ആ ഒരു പ്രത്യേക ടെക്നിക്ക്, ആ ടെക്നിക്കിൻ്റെ പേരാണ് ലെവോലിസ് ടെക്നിക്ക്. ആ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് ഫ്ലേക്ക് ടൂൾസ്, ഈ തൊലിയൊക്കെ ചെത്തിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടൂൾസുകൾ മനുഷ്യൻ എന്ത് ചെയ്യാൻ തുടങ്ങി, ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. ഇനി അപ്പർ പാലിയോളിത്തിക്കിലേക്ക് വരുമ്പോൾ ബ്ലേഡ് ടൂൾസ് മെയ്ഡ് ഓൺ ഫ്ലേക്സ്, എക്സാമ്പിൾ പാരലൽ സൈഡ് ബ്ലേഡ്സ്, ബെറിൻസ് ഒക്കെ അവർ എന്ത് ചെയ്യാൻ തുടങ്ങി, എടുക്കാൻ തുടങ്ങി. ഇനി മെസോലിത്തിക് ഏജ് എന്ന് പറയുമ്പോൾ ജിയോളജിക്കൽ ഏജ് ഒന്നുകൂടെ മാറി, മധ്യകാല ശിലായുഗത്തിലേക്ക് നമ്മൾ കടന്നു. മധ്യകാല ശിലായുഗം ആക്ച്വലി ഒരു 2000-3000 വർഷം മാത്രം ഉണ്ടായിട്ടുള്ള ഒരു ട്രാൻസിഷൻ സ്റ്റേജ് ആണ്. പ്രാചീന ശിലായുഗത്തിൽ നിന്നും നവീന ശിലായുഗത്തിലേക്ക് കടക്കുന്ന ഒരു ട്രാൻസിഷൻ സ്റ്റേജ് ആയിട്ടാണ് നമ്മൾ മെസോലിത്തിക് ഏജിനെ കൺസിഡർ ചെയ്യുന്നത്. അവിടെ ഉപയോഗിച്ച് വരുന്ന ടൂൾസ് ആണ് മൈക്രോലിത്സ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. മൈക്രോലിത്ത് ഏത് കാലഘട്ടത്തിൽ ഉപയോഗിച്ചിട്ടുള്ള ടൂൾസ് ആണെന്ന് ചോദിക്കും. മെസോലിത്തിക് ആണ്. എന്താണ് മൈക്രോലിത്ത്? നമുക്ക് വലിയ ആയുധങ്ങളെക്കാൾ യൂസ്ഫുൾ ആയിട്ടുള്ള ടൂൾസ് ആണ് ഈ മൈക്രോലിത്ത് എന്ന് പറയുന്നത്. ചൂണ്ടയുടെ കുളത്ത്, വീവി ചെയ്യുന്നതിന് വേണ്ടി തുന്നൽ സൂചി, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവരെന്ത് ചെയ്യാൻ തുടങ്ങി, മനുഷ്യൻ ഡെവലപ്പ് ചെയ്തു തുടങ്ങി. അങ്ങനത്തെ ടൂൾസ് ഒക്കെ മനുഷ്യൻ്റെ കൈവശം വന്നു തുടങ്ങി. ആൻഡ് ഹണ്ടിങ് ഗാദറിങ് അന്ന് ആക്റ്റീവ് ആയിരുന്നു. ഫിഷ് ചെയ്യാൻ തുടങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചൂണ്ടക്കുളത്ത് വന്നപ്പോൾ ഫിഷ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് എനിമൽ ഡൊമസ്റ്റിക്കേഷൻ വന്നു തുടങ്ങി. എനിമൽ ഡൊമസ്റ്റിക്കേഷൻ വന്നു തുടങ്ങിയപ്പോൾ എനിമൽസിൻ്റെ ഈ പറയുന്ന വൂള്, അതിൻ്റെ സ്കിന്നൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യൻ എന്ത് ചെയ്യാൻ തുടങ്ങി, വസ്ത്രങ്ങൾ നെയ്യാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് തുന്നൽ സൂചി. ഒബിയസ്ലി തീയൊക്കെ ആ സമയത്ത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കും. ഡൊമസ്റ്റിക്കേഷൻ ഓഫ് എനിമൽസ് ഉള്ളത് കൊണ്ട് തന്നെ കൃഷിയിലേക്ക് മനുഷ്യൻ എന്ത് ചെയ്യുന്നു, പയ്യെ ഈ പറഞ്ഞ പോലെ ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഒരു സ്ഥലത്ത് കൃഷി ചെയ്യണം, മൃഗങ്ങളെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, ഒരു സെമി നൊമാഡിക്. ചില സമയത്ത് എന്ത് ചെയ്യും, കാലാവസ്ഥ വ്യതിയാനം അനുസരിച്ച് എന്ത് ചെയ്യും, നൊമാഡ്സ് ആവേണ്ടി വരും, എന്ത് ചെയ്യേണ്ടി വരും, മൈഗ്രേറ്റ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് എന്ത് ചെയ്യേണ്ടി വരും, സെറ്റിൽ ചെയ്യേണ്ടി വരും. എനിവേ സെറ്റിൽഡ് ലൈഫിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയ ഒരു കാലഘട്ടമാണ് മെസോലിത്തിക് എന്ന് പറയുന്നത്. നിയോലിത്തിക്കിലേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഈ പറയുന്ന ട്രാൻസിഷൻ സ്റ്റേജിലേക്ക് വരികയാണ്. നമ്മുടെ ഐസേജ് ഒക്കെ കഴിഞ്ഞ് കംപ്ലീറ്റ്ലി ഒരു പുതിയ സ്റ്റേജിലേക്ക് വരുന്നു. നമ്മുടെ ഈ നിയാൻഡർതാൽസ്, ഡെനിസോവൻസ് തുടങ്ങിയവരെല്ലാവരും എന്ത് ചെയ്യുന്നു, വംശനാശം സംഭവിച്ചു പോയി. മാമത്തുകൾ പോയി. ആ കാലഘട്ടത്തിൽ മനുഷ്യൻ ഹണ്ട് ചെയ്തിരുന്ന ഒരുപാട് മൃഗങ്ങൾ എന്ത് ചെയ്യുന്നു, വംശനാശം സംഭവിച്ചു പോയി. ഒരു പുതിയ ഒരു യുഗത്തിലേക്ക് കടക്കുന്നു. മനുഷ്യൻ എന്ത് ചെയ്യുന്നു, സെറ്റിൽഡ് ലൈഫിലേക്ക് കടക്കുന്നു. ഗുഹകളിലും അതുപോലെ തന്നെ മറ്റുള്ള അങ്ങനെയുള്ള താവളങ്ങളിലും മരത്തിൻ്റെ മുകളിലൊക്കെ താമസിച്ചിരുന്ന മനുഷ്യൻ എന്ത് ചെയ്യുന്നു, കുടില് കെട്ടി, ചെളി കൊണ്ട് കുടില് കെട്ടി, ഓല കൊണ്ട് മേൽക്കൂര പണിത് സെറ്റിൽഡ് ലൈഫിലേക്ക് കടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. ഫുഡ് പ്രൊഡക്ഷൻ വരുന്നു. അനിമൽസ് അതുപോലെ തന്നെ പ്ലാന്റ് ഡൊമസ്റ്റിക്കേഷനൊക്കെ എന്ത് ചെയ്യുന്നു, നടത്തി തുടങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു. അപ്പോൾ ഈ താഴെ കൊടുത്തിരിക്കുന്ന നമ്മുടെ NCERT ടൈം ലൈനും മുകളിൽ കൊടുത്തിരിക്കുന്ന ഈ ടൈം ലൈനും കൂട്ടിച്ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു കാലഘട്ടത്തെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ ബിംബേഡ്കയെ പറ്റിയിട്ടായിരുന്നു രണ്ടാമത്തെ ചോദ്യം അല്ലേ. ബിംബേഡ്ക വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സൈറ്റാണ്. അതുകൊണ്ടാണ് അതിനകത്ത് നിന്ന് ചോദ്യം വന്നിട്ടുള്ളത്. ഒരുപാട് ചോദ്യങ്ങൾ ബിംബേഡ്കയെ പറ്റി ചോദിച്ചിട്ടുണ്ട്. ആ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെല്ലാം ഈ ബിംബേഡ്ക എന്ന് പറയുന്ന ആ ഒരു ബോക്സിനകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏത് വർഷമാണ് ഡിസ്കവർ ചെയ്തിരിക്കുന്നത്? 957. ഏത് ആർക്കിയോളജിസ്റ്റാണ് ഡിസ്കവർ ചെയ്തിരിക്കുന്നത്? വിഷ്ണു വഗങ്കാർ. യുനെസ്കോനെ വേൾഡ് ഹെറിറ്റേജ് ആക്കിയ സൈറ്റ് വർഷം ഏതാണ്? 2003 ബിംബേഡ്ക ഇരിക്കുന്നത് ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശിലാണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ ബിംബേഡ്കയെ പറ്റിയിട്ട് മുന്നേ RRBക്കും SSCക്കും ചോദിച്ചിട്ടുണ്ട്. ആ ചോദിച്ച ചോദ്യങ്ങളെല്ലാം ഞാൻ ഒറ്റ ബോക്സിനകത്താക്കി ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കൃത്യമായിട്ട് പഠിച്ചു പോവുക. ബിംബേഡ്ക എന്ന് പറയുന്ന ആ ഒരു ഗുഹ, ആ ഗുഹയ്ക്കകത്തുള്ള ഈ പെയിന്റിങ്സ് കണ്ടുപിടിച്ച ആളുടെ പേരാണ് വിഷ്ണു വഗങ്കാർ. 957. 2003 അതിനെ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തി. മധ്യപ്രദേശിലാണ് ഈ ഗുഹ ഇരിക്കുന്നത്. ഓക്കെ, NCERTയുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഫൈൻ ആർട്സിന്റെ ടെക്സ്റ്റ് ബുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിംബേഡ്കയ്ക്കകത്തുള്ള പെയിന്റിങ്സിനെ പറ്റിയിട്ട് അവിടെ ഇമേജസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾ നെറ്റിൽ അടിച്ചു നോക്കിയാലും കാണാനായിട്ട് സാധിക്കും. ബിംബേഡ്കയ്ക്കകത്തുള്ള ഗുഹയ്ക്കകത്ത് കൊടുത്തുള്ള പെയിന്റിങ്സ്. മനുഷ്യൻ തീക്ക് ചുറ്റും നൃത്തം ചെയ്യുന്നത്, മൃഗങ്ങളെ മാനിനെയൊക്കെ വേട്ടയാടുന്നത് തുടങ്ങിയ ഒരുപാട് നരേഷൻസ് ഉള്ള പെയിന്റിങ്സ് നമുക്ക് ബിംബേഡ്കയിൽ കാണാനായിട്ട് സാധിക്കും. ഇനി ബിംബേഡ്കയെ പറ്റി പറയുമ്പോൾ തന്നെ കറണ്ട് അഫെയറിൽ നിന്നിട്ടുള്ള ഒരു പോയിന്റ്, അല്ലെങ്കിൽ ഈ അടുത്ത് റീസെന്റ് കറണ്ട് അഫെയറിൽ ഉണ്ടായിരുന്ന ഒരു പോയിന്റ് കൂടെ ഞാൻ പറയാം. ഹത്തനോര വില്ലേജ്, മധ്യപ്രദേശിൽ തന്നെയുള്ള ഹത്തനോര വില്ലേജ് in Madhya Pradesh is famous for Narmada human discovered by അരുൺ സൊനാക്കിയ in 1982. അപ്പം നർമ്മദ ഹ്യൂമൺ ഏത് വില്ലേജിലാണെന്ന് ചോദിക്കും. ഹത്തനോര വില്ലേജിലാണ്. അത് ഏത് സംസ്ഥാനത്താണെന്ന് ചോദിക്കും. മധ്യപ്രദേശിലാണ്. അത് കണ്ടുപിടിച്ച ആർക്കിയോളജിസ്റ്റിന്റെ പേര് ചോദിക്കുകയാണെങ്കിൽ അരുൺ സൊനാക്കിയ 1982 കണ്ടുപിടിച്ചത്.
അപ്പോൾ അത് ഇതിൻ്റെ ഇന്ത്യയിൽ കണ്ടുപിടിച്ചിട്ടുള്ള ഈ പറയുന്ന ഹ്യൂമൻ സ്കെൽട്ടൺസിലെ ഏറ്റവും പ്രാചീനമായ ഒന്നാണ് ഈ പറയുന്ന നർമ്മദ ഹ്യൂമൻ്റെ. ഈ നർമ്മദ ഹ്യൂമൻ എന്ന് പേരിട്ടതിന് പിന്നിലും ഒരു കഥയുണ്ട്. അത് ആദ്യം മനുഷ്യൻ്റെയാണ്, നർമ്മദ മെൻ എന്നാണ് വിശേഷിച്ചിരുന്നത്, പുരുഷനാണെന്നാണ് വിശ്വസിച്ചിരുന്നത്. പിന്നെ അത് സ്ത്രീയുടെയാണെന്ന് അറിഞ്ഞപ്പോൾ അതിന് നർമ്മദ ഹ്യൂമൻ എന്നാക്കി മാറ്റുകയാണ് ചെയ്തത്. ഓക്കെ, അതും കൂടെ ഓർത്തിരിക്കുക. ആൻഡ് ഈ ഒരു പോയിന്റും കൂടെ നിങ്ങളൊന്ന് പഠിച്ചിരിക്കുന്നത് നന്നായിരിക്കും. NCERT-യിൽ അത്ഭുതത്തോടു കൂടെ ഒരു പെട്ടിക്കകത്ത് കൊടുത്തിട്ടുള്ള സംഭവമാണ് ഓസ്ട്രിച്ചസ് ഇൻ ഇന്ത്യ. ഓസ്ട്രിച്ചസ് വെർ ഫൗണ്ട് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഓസ്ട്രിച്ചസ് ഉണ്ടായിരുന്നു ഡ്യൂറിങ് ദ പാലിയോലിത്തിക് പീരീഡിൽ ഉണ്ടായിരുന്നു. ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് ഓസ്ട്രിച്ച് എഗ്ഷെൽസ് വെർ ഫൗണ്ട് അറ്റ് പാട്ന ഇൻ നമ്മുടെ മഹാരാഷ്ട്രയിൽ. ഡിസൈൻസ് വർ എൻഗ്രേവ്ഡ് ഓൺ സം പീസസ് വൈൽ ബീഡ്സ് വെർ ഓൾസോ മെയ്ഡ് ഔട്ട് ഓഫ് ദം. പിന്നീട് വന്നിട്ടുള്ള മനുഷ്യർ എന്ത് ചെയ്യുന്നു, അതിൻ്റെ മുകളിൽ ഡിസൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഓസ്ട്രിച്ച് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവുകൾ നമുക്ക് ലഭ്യമാണ്. മഹാരാഷ്ട്രയിലാണ് അതിൻ്റെ സ്കെൽട്ടൺസ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും ഭാഗം, ഈ പറഞ്ഞ ഇത്രയും പോർഷൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനെപ്പറ്റി ഓർത്തിരിക്കുക, പഠിച്ചിരിക്കുക, കൃത്യമായിട്ട് മനസ്സിലാക്കി പോവുക. ഇനി ഇവിടെ നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കി പോകേണ്ടത്, ഇനി പഠിക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പോയിന്റും കൂടെ പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഇന്ത്യയിലുള്ള വിവിധ പാലിയോലിത്തിക് സൈറ്റ്സ്, മെസോലിത്തിക് സൈറ്റ്സ്, നിയോലിത്തിക് സൈറ്റ്സ്, ഇതിൻ്റെ പേരുകൾ ഞാൻ നമ്മുടെ ക്ലാസ്സിനകത്ത് ഒരു ടേബിളിൽ ചാർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് പഠിച്ചു പോവുക. ഒരു ചോദ്യങ്ങളും ചോദിക്കും. കശ്മീരിലെ ബിർസാവിനെ പറ്റി ചോദിക്കാം, ഈ പറയുന്ന പോലെ ഹൻസ് ഗീനെ പറ്റി ചോദിക്കാം, ഇപ്പോൾ ഉള്ള കീഴടിയിലെ എക്സ്കവേഷൻസിനെ പറ്റി ചോദിക്കാം, വൈഗ നദിയുടെ തീരത്തുള്ള സിവിലൈസേഷനെ പറ്റി ചോദിക്കാം. അപ്പോൾ ആ ലൊക്കേഷൻസ് ഒക്കെ കൃത്യമായിട്ട് പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഭീംബേട്ക, നർമ്മദ വാലി, നാഗാർജുനക്കൊണ്ട, ഹൻസ്കി, കുർണോൾ കേവ്സ്, ഇതെല്ലാം NCERT കൊടുത്തിട്ടുള്ള ഇമേജാണ്. ഇതുപോലെ മെസോലിത്തിക്കും നിയോലിത്തിക്കിനെ പറ്റിയിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോക്കി പോവുക. സൈറ്റുകളെ ഒരു ടേബിളാക്കി വെച്ച് ചാർട്ട് ചെയ്ത് കൃത്യമായിട്ട് പഠിച്ചു പോവുക. ഓക്കെ, ഇത്രയാണ് പ്രീ ഹിസ്റ്റോറിക് ഇന്ത്യയിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ട കാര്യമുള്ളൂ. ഇതിനകത്ത് നിന്ന് ചോദ്യങ്ങൾ വിരളമാണ്. ഇപ്പോൾ ഈ പറഞ്ഞ കഴിഞ്ഞ NTPC CBT 1 കാര്യമായിട്ടുള്ള ചോദ്യങ്ങളൊന്നും വന്നിട്ടില്ല, ചോദിച്ചുകൂടായികയില്ല. നമ്മൾ പഠിക്കുമ്പോൾ എന്ത് ചെയ്യണം, ടോട്ടലായിട്ട് നമ്മുടെ സിലബസ് കവർ ചെയ്ത് പോകാനായിട്ട് നോക്കുക. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഇൻഡസ് വാലി സിവിലൈസേഷൻ ആണ്. ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സസ് നമ്മുടെ യൂട്യൂബിൽ ഞാൻ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മുടെ ആപ്പിനകത്ത് നമ്മുടെ ക്ലാസ് പർച്ചേസ് ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ ലഭ്യമാണ്. അപ്പോൾ അത് എന്തായാലും ആ ക്ലാസ്സുകൾ കണ്ടിട്ടായിരിക്കും നിങ്ങൾ പഠിച്ചതെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഈ സെഷൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻസ് നോക്കാം. ഞാൻ രാവിലെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തായിരുന്നു? ഇൻ വിച്ച് സ്റ്റേറ്റ് ഈസ് ദ ആർക്കിയോളജിക്കൽ സൈറ്റ് ഓഫ് സുർക്കോട്ടഡ സിറ്റുവേറ്റഡ്? സുർക്കോട്ടഡ എന്ന് പറയുന്ന ആർക്കിയോളജിക്കൽ സൈറ്റ് ഏത് സ്റ്റേറ്റിലാണ് ഉള്ളത്? ഇതിൻ്റെ ആൻസർ വരുന്നത് എന്താണ്? ആൻസർ വരുന്നത് ഗുജറാത്താണ്. ഓക്കെ, നമുക്ക് ഒരു ടേബിൾ നോക്കാം. ലൊക്കേഷൻസ്, ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടത്തെ പറ്റിയിട്ടുള്ള ലൊക്കേഷൻസ് അല്ലെങ്കിൽ ആ ഒരു സമയം ആണ് നിങ്ങളിവിടെ ഓർത്തിരിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ആദ്യം മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത് ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടത്തെ പറ്റിയിട്ട് റഫ്ലി നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്ത്യയുടെ ഒരു മാപ്പ് ഞാനിവിടെ വരയ്ക്കുകയാണ്. പ്രാചീന ഇന്ത്യയുടെ മാപ്പാണ്. ഓക്കെ, അപ്പോൾ ആ മാപ്പ് വരയ്ക്കുമ്പോൾ അതിനകത്ത് ഈ ഒരു ഏരിയയിൽ ഉണ്ടായിട്ടുള്ള ഒരു സിവിലൈസേഷനെ പറ്റിയിട്ടാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, 2500 വർഷം മുതൽ ഏകദേശം 1900 BCE വരെ ഉണ്ടായിരുന്ന ഒരു മെച്യൂർ ഫേസ് ആണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ഈ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് ഇൻഡസ് വാലി സിവിലൈസേഷൻ ഇതിന് മുന്നേ ഉണ്ട്, ഇതിന് ശേഷമുണ്ട്. 1900-ന് ശേഷം ഇൻഡസ് വാലി സിവിലൈസേഷൻ ഉണ്ട്, അതിന് മുന്നേ ഉണ്ട്. നമ്മൾ പഠിക്കുന്ന ഇൻഡസ് വാലി സിവിലൈസേഷൻ ഈ ഒരു കാലഘട്ടത്തിലുള്ളതാണ്. കാരണം ഇതെന്താണ്, ഈ ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ മെച്യൂർ ഫേസ് എന്ന് വിളിക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തിലാണ് എന്ത് നടന്നിട്ടുള്ളത്? അർബനൈസേഷൻ നടന്നിട്ടുള്ളത്. മറ്റ് സംസ്കാരങ്ങളെ പോലെയല്ല ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത് ഒരു നാഗരിക സംസ്കാരമായിരുന്നു. ഇത്രയും വലിയ ഒരു ഏരിയയിൽ പരന്നു കിടന്നിരുന്ന ഒരു സംസ്കാരമായിരുന്നു അത്. അതിലെ പ്രധാനപ്പെട്ട 2 നഗരങ്ങളാണ് ഹാരപ്പ ആൻഡ് മോഹൻജദാരോ. മറ്റൊരുപാട് സാറ്റലൈറ്റ് സിറ്റീസും ഉണ്ടായിരുന്നു. ഇതിന് ചുറ്റുമായിട്ട് ഇൻഡസ് നദിയുടെ തീരത്ത്, ഇൻഡസിൻ്റെ മറ്റ് പോഷക നദികളുടെ തീരത്തുമായിട്ട് ഇങ്ങനെ പരന്നു കിടക്കുന്ന ഒരുപാട് നഗരങ്ങൾ. അതിലെ പ്രധാനപ്പെട്ട 2 നഗരങ്ങളാണ് ഹാരപ്പ ആൻഡ് മോഹൻജദാരോ. ഈ പറഞ്ഞ എല്ലാ നഗരങ്ങളിലും 19ഓളം വരുന്ന നഗരങ്ങളിലെല്ലാം തന്നെ ഒരേ സ്റ്റാൻഡേർഡൈസ്ഡ് റേഷ്യോയിലുള്ള ഇഷ്ടിക കൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നഗരങ്ങൾ പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ എല്ലാവരുടെയും നമുക്ക് ഒരേ രീതിയിലുള്ള സീലുകൾ കാണാനായിട്ട് സാധിക്കും. ഇവിടെ എല്ലാവരുടെയും നമുക്ക് ഒരേ രീതിയിലുള്ള ബിൽഡിംഗ് സ്ട്രക്ചേഴ്സ് കാണാനായിട്ട് സാധിക്കും. നഗരങ്ങളുടെ പ്ലാനിങ്ങിനകത്ത് അങ്ങേയറ്റത്തെ ഒരു ഒരു യുണീക്നെസ് കാണാനായിട്ട് സാധിക്കും. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ ചെറിയ എക്സെപ്ഷൻസ് ഉണ്ടെങ്കിൽ കൂടി ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് ഉള്ള ഒരു നഗരം. നമ്മുടെ ബാർസലോണ നഗരമൊക്കെ ഇപ്പോൾ എങ്ങനെയാണോ പ്ലാൻ ചെയ്തിരിക്കുന്നത് അങ്ങനെ 2500 BCE പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു നാഗരിക സംസ്കാരമാണ് ഈ പറയുന്നത്. അവിടെ 2 നിലയും 3 നിലയും ഉള്ള കെട്ടിടങ്ങൾ നമുക്ക് കാണാം. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള പേയ്മെൻറ്റ്സ്, റോഡുകൾ, ഇഷ്ടിക വെച്ച് പണിതിട്ടുള്ള റോഡുകൾ നമുക്ക് കാണാം. അതിൽ കൃത്യമായിട്ടുള്ള ഡ്രെയിനേജ് സിസ്റ്റം നമുക്ക് കാണാം. 2 നില കെട്ടിടങ്ങളിൽ, 2 നിലയുള്ള വീടുകളിൽ ഓരോ നിലയിലും ബാത്റൂം സംവിധാനങ്ങളും, ആ ഓരോ നിലയിലും
വെള്ളം എത്തിക്കാനുള്ള സംവിധാനങ്ങളും അന്നത്തെ കാലത്ത് അവർക്കുണ്ടായിരുന്നു. അവർക്ക് കോമൺ ആയിട്ടുള്ള ബാത്ത് ഉണ്ടായിരുന്നു, ഫയർ ആൾട്ടേഴ്സ് ഉണ്ടായിരുന്നു അല്ലേ. അവർ ഈ പറയുന്ന അവരുടെ പൂജാ കർത്തവ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ഫയർ അൾത്താരകൾ അവർ പണിതിരുന്നു. അവർക്ക് ഒരു ഗ്രേറ്റ് ബാത്ത് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഗ്രാനറീസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു മജസ്റ്റിക് ആയിട്ടുള്ള ഒരു നാഗരിക സംസ്കാരമായിരുന്നു ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത്. ഇതാണ് നിങ്ങൾ ആമുഖമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അതിലെ പ്രധാനപ്പെട്ട 2 നഗരങ്ങൾ ഹാരപ്പ ആൻഡ് മൊഹൻജദാരോ. ഹാരപ്പ ആൻഡ് മൊഹൻജദാരോ എന്ന് പറയുന്നത് അർബൻ ലൈഫ് ഫ്ലറിഷ് ചെയ്തിരുന്ന 2 നഗരങ്ങളായിരുന്നു. ആ നഗരങ്ങളെ തീറ്റിപ്പോറ്റുന്നതിന് വേണ്ടി അതായത് ഹാരപ്പയിലും മൊഹൻജദാരോയിലുമുള്ള ആ ജനങ്ങളുടെ അല്ലെങ്കിൽ ആ അത്രയും വലിയ സിറ്റിയുടെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി അതിൻ്റെ ചുറ്റും കിടക്കുന്ന സാറ്റലൈറ്റ് സിറ്റീസ് എന്ത് ചെയ്യുമായിരുന്നു, ഈ പറയുന്ന അതിനാവശ്യമുള്ള പ്രൊഡക്റ്റുകൾ അവിടെ എത്തിച്ചു കൊടുക്കുമായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ കൊച്ചി പോലെയുള്ള ഒരു മെട്രോ സിറ്റി, ആ മെട്രോ സിറ്റിയിലേക്ക് ഇപ്പോൾ എന്ത് ചെയ്യണം, അവിടെ പുതിയ പുതിയ ബിൽഡിങ്ങുകൾ പണിയുമ്പോൾ പണിക്കാർ ആവശ്യമുണ്ടെങ്കിൽ അപ്പുറത്തിപ്പുറത്തും കിടക്കുന്ന നൈബറിംഗ് ഡിസ്ട്രിക്റ്റുകൾ എന്ത് ചെയ്യുന്നു, അവിടേക്ക് എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന തൊഴിലാളികളെ എന്ത് ചെയ്യും, അങ്ങോട്ട് അട്രാക്ട് ചെയ്യും. അതേപോലെ തന്നെ ഹാരപ്പയിലേക്കും മൊഹൻജദാരോയിലേക്കും ഒരുപാട് ആളുകൾ വന്നു ചേരുമായിരുന്നു. അപ്പോൾ ആ ആളുകൾ വരുമ്പോൾ അവർക്ക് അവിടെ ഈ പറയുന്ന ആഭരണങ്ങൾ വേണം, കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കാൻ വരും. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ കാളച്ചന്ത, കുതിരച്ചന്ത, അത്തരത്തിലുള്ള ചന്തകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനൊക്കെ വേണ്ടി ആളുകൾ ഇവിടെ വരുമായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ തെളിവുകൾ നമുക്കവിടെ ലഭ്യമാണ്. ഇവിടേക്കൊക്കെ ഈ ആഭരണങ്ങൾ എത്തിച്ചു കൊടുത്തത് ചുറ്റും കിടക്കുന്ന മറ്റ് നഗരങ്ങളാണ്. അതായിരുന്നു അവരുടെ എക്സിസ്റ്റൻസിൻ്റെ ഒരു സംഭവം. ഇതെല്ലാം ഓഫ് കോഴ്സ് നമുക്ക് ലഭ്യമാവുന്നത് ആർക്കിയോളജിക്കൽ എവിഡൻസിലൂടെ മാത്രമാണ്. ഈവൻ ദോ ഇൻഡസ് വാലി സ്ക്രിപ്റ്റ് ലഭ്യമാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഡീസൈഫർ ചെയ്തെടുക്കാൻ പറ്റിയിട്ടില്ല. ഇത്രയും ആമുഖമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കുക. ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ലൊക്കേഷൻ നോക്കുമ്പോൾ ഏറ്റവും മുകളിൽ കിടക്കുന്ന നഗരമാണ് മണ്ട, അത് കശ്മീരിനകത്താണുള്ളത്. ഈസ്റ്റേൺ സൈഡിൽ കിടക്കുന്നതാണ് അലംഗീർപൂർ, അത് യു-പിയിലാണുള്ളത്. വെസ്റ്റേൺ സൈഡിലുള്ളതാണ് സെറ്റ്കജൻഡോർ, അത് പാകിസ്ഥാൻ ഇറാൻ ബോർഡറിലാണ്. സദേൺ മോസ്റ്റ് സിറ്റി എന്ന് പറയുന്നത് ധൈമാബാദ് ആണ്, മഹാരാഷ്ട്രയിലുള്ളതാണ്. ഓഫ് കോഴ്സ് ഈ സൈറ്റുകൾ വരുന്ന വർഷങ്ങളിൽ ചേഞ്ച് ചെയ്യപ്പെടും. കാരണം പുതിയ പുതിയ നഗരങ്ങൾ ഇപ്പോഴും എക്സ്കവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻഡസ് വാലി എന്ന് പറയുന്ന ആ ഒരു സംസ്കാരത്തിൻ്റെ വ്യാപ്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ ചോദ്യത്തിനകത്ത് ചോദിച്ചത് സുർക്കോട്ടട എവിടെയാണെന്നുള്ളതാണ്. ഗുജറാത്ത്, നമ്മൾ ക്ലാസ്സിനകത്ത് ഡിസ്കസ് ചെയ്തതാണ്. ആ ഓരോ നഗരങ്ങളെ പറ്റിയിട്ടൊന്ന് ഓടിച്ചു പോവാം. നാഗേശ്വർ ഗുജറാത്തിനകത്തുള്ള മറ്റൊരു സൈറ്റാണ്. ഇവിടെ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? ഷെൽ ഒബ്ജക്ട്സ് ഉണ്ടാക്കുന്ന ഒരു നഗരമാണ് ഈ നാഗേശ്വർ എന്ന് പറയുന്നത്. ഷെൽ ഒബ്ജക്ട്സ് എന്ന് പറയുമ്പോൾ നാഗേശ്വർ ഗുജറാത്തിൻ്റെ ഈ പറഞ്ഞ കോസ്റ്റൽ ബെൽറ്റിൽ കിടക്കുന്നതായതുകൊണ്ട് തന്നെ കക്ക പോലെയുള്ള സംഭവങ്ങൾ, ശംഖ് പോലെയുള്ള സംഭവങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആഭരണങ്ങൾ ഉണ്ടാക്കുന്നതിനും അതുകൊണ്ട് മറ്റ് ഈ പറയുന്ന വീടിനകത്ത് വയ്ക്കുന്ന നമ്മുടെ എന്താ പറയുന്നത് ഈ അലങ്കാര ഒബ്ജക്ട്സ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിച്ചിരുന്നു. പ്രോപ്പർ പഞ്ചാബിനകത്തുള്ളതാണ്, സട്ലജ് നദിയുടെ തീരത്താണ്. YD ശർമ്മയാണ് ഈ സൈറ്റ് ഡിസ്കവർ ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് കല്ല് കൊണ്ടും അതുപോലെ തന്നെ ചെളി കൊണ്ടുമുള്ള ഒരു നഗരം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പൊതുവെ ഇൻഡസ് വാലിയിലൊക്കെ കല്ല് കൊണ്ടുള്ളതല്ല, ഇഷ്ടിക കൊണ്ട്, ചുടുകട്ടകൾ കൊണ്ടുള്ള നഗരമാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് കല്ല് കൊണ്ടുള്ള നഗരം കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആൻഡ് ഇവിടെ മനുഷ്യൻ്റെ ഗ്രേവിനോട് ചേർന്ന് ഒരു പട്ടിയുടെ അസ്ഥി ഇവിടെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. നമ്മൾ പിരമിഡിൽ ഫറവോൻ്റെ ഗ്രേവിൻ്റെ കൂടെ തന്നെ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന എല്ലാ സംഭവങ്ങളും വെച്ചിരുന്ന പോലെ തന്നെ ഇവിടെ ഒരു മനുഷ്യനോട് ചേർത്ത് അതിൻ്റെ ഒരു പട്ടീനെയും അവശിഷ്ടം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. തുർക്കോട്ടട നമ്മളിപ്പോൾ ചോദ്യത്തിൽ കണ്ടത് ഗുജറാത്തിലാണ്. JP ജോഷി 964 ഈ സൈറ്റ് എക്സ്കവേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ കുതിരയുടെ അസ്ഥി കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. കുതിര അവിടെ ഇൻഡിജിനസ് ആയിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതല്ല, കച്ചവടത്തിന് വേണ്ടിയോ മറ്റോ കുതിരനെ അവിടെ എത്തിച്ചതാവാനാണ് സാധ്യത കൂടുതൽ. ഓക്കെ, ഇനി മറ്റൊരു 2 ചോദ്യങ്ങൾ നോക്കാം. Who among the following began his excavations at Dholavira in 1990? ആരാണ് 1990 ധോലാവീരയുടെ എക്സ്കവേഷൻസ് സ്റ്റാർട്ട് ചെയ്തത്? RS ബിഷ്ട് ആണ്. നമ്മൾ ക്ലാസ്സിനകത്ത് പഠിച്ചതാണ്. In which of the following cities of Indus Valley Civilization has port been found? പോർട്ട് സിറ്റി എന്ന് പറയുന്ന IVC സൈറ്റ് ഏതാണ്? എല്ലാവർക്കും അറിയാവുന്നതാണ്, ലോത്തലാണ്. ഓക്കെ, അപ്പോൾ അത് രണ്ടിനെ പറ്റി നോക്കുക. ധോലാവീര ആൻഡ് ലോത്തൽ. ഇന്ത്യയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 2 ഇൻഡസ് വാലി സിറ്റികളാണ് ധോലാവീര ആൻഡ് ലോത്തൽ എന്ന് പറയുന്നത്. രണ്ടും ഗുജറാത്തിൽ തന്നെയാണുള്ളത്. ധോലാവീര ലൂണി നദിയുടെ തീരത്താണ്. അവിടെയാണ് നമുക്ക് വാട്ടർ റിസർവോയർ ഫോർ അഗ്രികൾച്ചർ കാണാനായിട്ട് സാധിക്കുന്നത്. ഇത് NCERT വെണ്ടക വർഷത്തിൽ കൊടുത്തിട്ടുള്ളതിന് മുന്നേ RRB NTPCക്കും ALPക്കും ഒക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ജലസംഭരണി കണ്ടെത്തിയിട്ടുള്ള ഇൻഡസ് വാലി സൈറ്റ് ഏതെന്നാണ് ചോദ്യം. അതെന്താണ്? ധോലാവീരയാണ്. ഇവിടെ നമുക്ക് ആദ്യത്തെ ആസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററി കാണാനായിട്ട് സാധിക്കും. ഫസ്റ്റ് ആസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ധോലാവീരയിലാണ്. ഇവിടെയും സ്പെഷ്യലൈസ്ഡ് ഡ്രില്ലുകൾ ഉണ്ട്. എന്തിനു വേണ്ടി? കർണീലിയൻ സ്റ്റോൺ എന്ന് പറയുന്ന ഒരു തരം തവിട്ട് നിറത്തിലുള്ള ഒരു തരം കല്ല് ഈ ആഭരണങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും മറ്റ് ഈ പറഞ്ഞ പോലെ അലങ്കാര വസ്തുക്കൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും ഈ കല്ലിനെ ഡ്രില്ല് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു, അവിടെയുള്ള ആളുകൾ, ഈ നഗരത്തിലുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു, അതൊരു തൊഴിലായിട്ട് ഉപയോഗിച്ചിരുന്നു. ഇപ്പം എന്തുകൊണ്ടാണ് കയർ ഫാക്ടറി ആലപ്പുഴയിൽ വരുന്നത്? അവിടെ ഈ പറഞ്ഞ പോലെ തെങ്ങ് സുലഭമായിട്ടുള്ളത് കൊണ്ട്. അതേപോലെ തന്നെ ഈ കർണീലിയൻ സ്റ്റോൺ എന്ന് പറയുന്നത്
ധോലാവീരയിലെ സുലഭമായിട്ടുള്ളത് കൊണ്ട് തന്നെ അവിടുത്തെ ആളുകളുടെ ഒരു കുലത്തൊഴിലായിട്ട് ഇത് പിൽക്കാലത്ത് മാറിക്കാണണം. JP ജോഷിയാണ് ഈ സൈറ്റ് എക്സ്കവേറ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ JP ജോഷി ഈ സൈറ്റ് ഫൗണ്ട് ചെയ്തുന്നുണ്ടെങ്കിലും ഇതിലേക്ക് കാര്യമായിട്ടുള്ള രീതിയിൽ എക്സ്കവേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന RS ബിഷ്ടാണ്. 990-ലാണ് ഇത് പ്രോപ്പറായിട്ട് പുള്ളിക്കാരൻ ചെയ്തിട്ടുള്ളത്. ഇത് ഈ പറഞ്ഞ പോലെ മുന്നേ ചോദിച്ചിട്ടുണ്ട്, ഞാൻ നേരത്തെ നമ്മൾ ക്വസ്റ്റ്യൻ കണ്ടതാണ്. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിനകത്ത് ഇടം പിടിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് ഇത് ധോലാവീര. ജൂലൈ 2021-ലാണ് ഇടം പിടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ തൊട്ട് മുന്നേ ഒരു സൈറ്റിനെ പറ്റി പഠിച്ചു, ഭീംബേട്ക. അത് 2003 പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചതാണ്. എങ്കിൽ ധോലാവീര 2021 യുനെസ്കോയുടെ സൈറ്റിൽ ഇടം പിടിച്ചതാണ്. ഇനി ഹാരപ്പയെ പോലെയോ മോഹൻജദാരയെ പോലെയല്ല ധോലാവീരയുടെ സൈറ്റിന്റെ പ്രത്യേകത, ഇവിടെ 3 ഡിവിഷൻസ് ഉണ്ടായിരുന്നു. സിറ്റാഡൽ, മിഡിൽ ടൗൺ ആൻഡ് ലോവർ ടൗൺ എന്നിങ്ങനെ 3 ഡിവിഷൻസ് ഉള്ള ഒരു നഗരമാണ് ധോലാവീര എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ 3 ഡിവിഷൻസ്, അല്ലെങ്കിൽ എന്താണ് സിറ്റാഡൽ, അല്ലെങ്കിൽ എന്താണ് ലോവർ ടൗൺ, എന്താണ് മിഡിൽ ടൗൺ എന്ന് പറയുന്നത്? ഈ നഗരത്തിന്റെ പ്ലാനിങ്ങിന്റെ ഒരു സ്ട്രക്ചർ നമ്മൾ ക്ലാസ്സിനകത്ത് ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഞാൻ ഒന്നുകൂടെ പറയാം. നഗരം ഇങ്ങനെ വലിയൊരു ഏരിയയിൽ കിടക്കുമ്പോൾ അതിൽ ഒരു ഉയർന്ന ഒരു ഏരിയ ഉണ്ടായിരിക്കും. വാച്ച് ടവർ പോലെ ഉയർന്നു നിൽക്കുന്ന കുറച്ച് ഒരു ഗ്രൂപ്പ് ഓഫ് ബിൽഡിങ്സ് അല്ലെങ്കിൽ ഒരു ഏരിയ ഉണ്ടായിരിക്കും. മേ ബി അവിടെ അഡ്മിനിസ്ട്രേഷന് വേണ്ടി പണിതിട്ടുള്ള കെട്ടിടമായിരിക്കാം. അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും ഒരു റൂളിംഗ് ക്ലാസ് ഉണ്ടായിരുന്നെങ്കിൽ, സപ്പോസ് അവിടെ ഒരു റൂളിംഗ് ക്ലാസ് ഉണ്ടായിരുന്നെങ്കിൽ അവർ താമസിച്ചിരുന്ന സ്ഥലമായിരിക്കാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ആരാധനാ കേന്ദ്രമായിരിക്കാം. എനിവേ, സാധാരണ ആളുകൾ താമസിച്ചിരുന്ന വീടുകളിൽ നിന്നും കുറച്ചുകൂടെ ഉയർന്ന പ്രതലത്തിൽ കെട്ടിപ്പൊക്കിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ബിൽഡിങ്സിനെയാണ് സിറ്റാഡൽ എന്ന് വിളിക്കുന്നത്. പൊതുവിൽ ഇൻഡസ് വാലി സിവിലൈസേഷനിൽ ഈ 2 തട്ടേ നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. ഉയർന്നു നിൽക്കുന്ന സിറ്റാഡലും അതിൻ്റെ താഴെ കാണുന്ന റെസിഡൻഷ്യൽ ഏരിയയും മറ്റു സംഭവങ്ങളെല്ലാം തന്നെ. എന്നാൽ ധോലാവീരയിൽ 3 തട്ടുകളായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഒരു സിറ്റാഡലിൽ ഉയർന്നു നിൽക്കുന്ന വാച്ച് ടവർ കണക്കെ നിൽക്കുന്ന വലിയ ഒരു ഗ്രൂപ്പ് ഓഫ് ബിൽഡിങ്സും, അതിൻ്റെ താഴെ മറ്റൊരു മിഡിൽ ടൗൺ എന്ന് പറയുന്ന കുറച്ചുകൂടെ പൊക്കം കുറഞ്ഞ സ്ഥലവും, അതിൻ്റെ താഴെ ലോവർ ടൗൺ എന്ന് പറയുന്ന രീതിയിൽ അത്തരത്തിലുള്ള ഒരു വ്യൂ ആണ്, അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷനാണ് ഇവിടെ ധോലാവീരയിൽ കാണുന്നത്. മറ്റൊരു സിറ്റിയാണ് ലോത്തൽ, പോർട്ട് സിറ്റി. ഇന്ത്യയിലുള്ള ഏക പോർട്ട് സിറ്റിയാണ് ലോത്തൽ എന്ന് പറയുന്നത്. ഗുജറാത്തിലാണ്. ബൊഗോവ നദിയുടെ തീരത്താണ്. സബർമതി നദിയുടെ ട്രിബ്യൂട്ടറിയാണ് ബൊഗോവ എന്ന് പറയുന്നത്. ബൊഗോവയുടെ തീരത്താണ് ലോത്തൽ കണ്ടെത്തുന്നത്. ദി എൻറ്റയർ സെറ്റിൽമെന്റ് വാസ് ഫോർട്ടിഫൈഡ്. മൊത്തത്തിൽ ലോത്തൽ എന്ന് പറയുന്ന നഗരത്തെ തന്നെ എന്ത് ചെയ്യാണ്, കോട്ട കെട്ടി തിരിച്ചിരിക്കുന്ന രൂപത്തിലാണ് നമുക്ക് എക്സ്കവേഷനിലൂടെ കാണാനായിട്ട് സാധിച്ചിരിക്കുന്നത്. ഇവിടെ വീടുകൾ ചെളിക്കട്ടകൾ കൊണ്ട് പണിതിരിക്കുന്നു, എന്നാൽ ചുടുകട്ടകൾ കൊണ്ടാണ് ഡ്രെയിനേജ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഇവിടെയും നമുക്ക് സ്പെഷ്യലൈസ്ഡ് ഡ്രില്ല് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെയും ഫിനിഷ്ഡ് പ്രോഡക്ട്സ്, ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോസ്റ്റൽ ഏരിയ ആയതുകൊണ്ട് തന്നെ, കോസ്റ്റൽ ബെൽറ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ ഹാരപ്പയിലേക്കും മോഹൻജദാരിലേക്കും കൊണ്ടുപോകുന്ന ആഭരണങ്ങൾ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കർണീലിയൻ സ്റ്റോണിന്റെ അവൈലബിലിറ്റി ഇതിനൊരു കാരണമാണ്. ഇവിടെ ഗ്രേറ്റ് ബോത്തും ഫയർ ആൾട്ടർ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. SR റാവു ആണ് ഈ സൈറ്റ് എക്സ്കവേറ്റ് ചെയ്യുന്നത് 955. ക്ലാസ്സിനകത്ത് ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ഒരു ഇതിനെപ്പറ്റി. ഹാരപ്പയും മോഹൻജദാരയും നമ്മൾ വലിയ നഗരങ്ങൾ എന്ന് പറയുമ്പോൾ അത് രണ്ടും ഇൻഡിപെൻഡൻസിന് ശേഷം എങ്ങോട്ട് പോയി, പാകിസ്ഥാനിലേക്ക് പോയി. അപ്പോൾ ഈ ഒരു സംസ്കാരത്തിന്റെ അവശേഷിപ്പുകൾ എന്തെങ്കിലും ഇന്ത്യയിൽ ഉണ്ടോ എന്ന് അറിയാനായിട്ട് ഇന്ത്യൻ ആർക്കിയോളജിസ്റ്റുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി, ഇൻഡസ് നദിയുടെ തീരത്ത് ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഭാഗത്ത് എക്സ്കവേഷൻസ് നടത്തി തുടങ്ങി. അങ്ങനെ കണ്ടുപിടിച്ചതാണ് ധോലാവീര, ലോത്തൽ പോലെയുള്ള സൈറ്റുകളെല്ലാം തന്നെ. ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. മുന്നോട്ട് പോകുന്നു. അടുത്ത ചോദ്യം എന്താണ്? ഫ്രം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാരപ്പൻ സൈറ്റ് ദ എവിഡൻസ് ഓഫ് ദ പ്ലവ്ഡ് ഫീൽഡ് ഹാസ് ബീൻ ഫൗണ്ട്? എവിടെ നിന്നാണ്? കാളിബംഗനിൽ നിന്നാണ്. ഇത് ഇത്തവണത്തെ NTPC CBT 1 ചോദിച്ചിട്ടുണ്ട്. ഇതിന് മുന്നത്തെ NTPCക്ക് ചോദിച്ചിട്ടുണ്ട്, SSCക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. എവിഡൻസ് ഓഫ് പ്ലവ്ഡ് ഫീൽഡ് എവിടെ നിന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്? കാലിബംഗൻ എന്ന് പറയുന്ന ഇന്ത്യൻ സൈറ്റിൽ നിന്നാണ്. അപ്പോൾ ഇതാണ് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ ഉള്ള ഏറ്റവും സുപ്രധാന സൈറ്റ് എന്ന് പറയുന്നത്. മണ്ട നമുക്ക് ഓൾറെഡി അറിയാം, ജമ്മുവിലാണ്. ചെനാബിന്റെ തീരത്താണ്. JP ജോഷിയാണ് എക്സ്കവേറ്റ് ചെയ്തിരിക്കുന്നത്. നോർത്തേൺ മോസ്റ്റ് സൈറ്റ് ആണ്. രാഖി ഗർഹി ഹരിയാനയിലാണ്. ഗഗർ നദിയുടെ തീരത്താണ്. ലാർജസ്റ്റ് ഹാരപ്പൻ സൈറ്റ് ഇൻ ദ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്. NCERT കൊടുത്തിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ലാർജസ്റ്റ് ഏരിയ വൈസ് ഉള്ള ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലെ ഏറ്റവും വലിയ സൈറ്റ് രാഖി ഗർഹി ഹരിയാനയിലാണ്. ബൻവാലി ഹരിയാനയിൽ തന്നെ സരസ്വതി നദിയുടെ മിത്തിക്കൽ റിവർ ആയിട്ടുള്ള സരസ്വതി നദിയുടെ തീരത്താണ്. RS ബിഷ്ടാണ് സൈറ്റ് എക്സ്കവേറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ടെറാക്കോട്ട മോഡൽസ് ഓഫ് പ്ലൗ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആൻഡ് ഓൺലി സിറ്റി വിത്ത് റേഡിയൽ സ്ട്രീറ്റ്സ്. സാധാരണഗതിയിൽ ഇൻഡസ് വാലി നഗരം പണി കഴിപ്പിച്ചിരിക്കുന്നത് ഗ്രിഡ് പാറ്റേണിലാണെന്നുണ്ടെങ്കിൽ ബൻവാലി പണി കഴിപ്പിച്ചിരിക്കുന്നത് റേഡിയൽ പ്ലാനിലാണ്. ഇപ്പോൾ ഇവിടെയാണ് സിറ്റാഡൽ എന്നുണ്ടെങ്കിൽ അതിനെ റൗണ്ട് ചെയ്തിട്ടാണ് മറ്റ് നഗരങ്ങൾ പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഇനി കാളിബംഗൻ രാജസ്ഥാനിലാണ്. ഗഗ്ഗർ നദിയുടെ തീരത്താണ്. ഇവിടെ എവിഡൻസ് ഓഫ് പ്ലവ്ഡ് ഫീൽഡ് ഉണ്ട്. ഗ്രേറ്റ് ബർത്ത് ആൻഡ് ഫയർ അൾട്ടാസ് ഉണ്ട്. BB ലാൽ ആൻഡ് BK തപ്പർ ഇവിടെ എക്സ്കവേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 960-ലാണ്. ഇത് ചോദിച്ചിട്ടുണ്ട്. BB ലാലും BK തപ്പറും എക്സ്കവേഷൻ സ്റ്റാർട്ട് ചെയ്തത് ഏത് വർഷമാണെന്ന് വ്യക്തമായിട്ട് ഇതിന് മുന്നേ RRB ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് പഠിച്ചു പോവുക. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതാണ് ഇൻഡസ് വാലി സിവിലൈസേഷനായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ലൊക്കേഷൻസ് വാസ് നടരാജ എ സ്റ്റോൺ മെയിൽ ഡാൻസിങ് ഫിഗർ ഡിസ്കവേർഡ്?
ഏതിലാണ് നടരാജ വിഗ്രഹം കണ്ടെത്തി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനോട് സാദൃശ്യമുള്ള വിഗ്രഹം കണ്ടെത്തി എന്ന് പറയുന്നത് ഹാരപ്പയിലാണ്. ഹാരപ്പയെ പറ്റിയിട്ട് മോഹൻജദാരോയെ പറ്റിയിട്ട് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. മറ്റ് 3 സൈറ്റുകൾ നോക്കാം. നാഗേശ്വർ, റോപ്പർ ആൻഡ് സുർക്കോട്ടയുടെ നമ്മൾ നേരത്തെ നോക്കിയ സൈറ്റുകളാണ്. ഹാരപ്പ 921 ദയാറാം സഹനിയാണ് കണ്ടെത്തിയിരിക്കുന്നത്. നടരാജ സ്റ്റാച്ചു, അതിനോട് സാദൃശ്യമുള്ള ഒരു സ്റ്റാച്ചു അവിടെ നിന്ന് കിട്ടിയെന്ന് ആരാണ് പറയുന്നത്? ജോൺ മാർഷലാണ് പറയുന്നത്. ജോൺ മാർഷൽ ആരാണ്? ജോൺ മാർഷലാണ് ഈ 921 ദയാറാം സഹനി സൈറ്റ് എക്സ്കവേറ്റ് ചെയ്യുന്ന സമയത്ത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ എന്തായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത്? ഈ പറഞ്ഞ ഡയറക്ടർ ജനറൽ ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെടുന്നു. 902 പോവാം. വർഷം 902, 928. ഈ ഒരു കാലയളവിൽ ആർക്കിയോളജിക്കൽ സർവേയുടെ ഡയറക്ടറായിട്ടിരുന്ന വ്യക്തിയാണ് ജോൺ മാർഷൽ എന്ന് പറയുന്നത്. ജോൺ മാർഷൽ 905 ആ ഒരു കാലഘട്ടം, നമ്മുടെ കഴ്സൺ പ്രഭു ഒക്കെ ഭരണത്തിലിരിക്കുന്ന സമയമാണ്. ഈ ഒരു സമയത്താകുമ്പോൾ ആദ്യം ഒരു ടീമിനെ അയക്കുന്നുണ്ട് ഹാരപ്പയിലെ എക്സ്കവേഷന് വേണ്ടിയിട്ട്. അതിനുശേഷമാണ് 921 മുന്നേ ആയിട്ട് ദയാറാം സൈനിക്ക് അയക്കുന്നത്. ദയാറാം സൈനിയാണ് ഈ സൈറ്റിനെ പ്രോപ്പറായിട്ട് എക്സ്കവേറ്റ് ചെയ്ത് അതിനെ കണ്ടെത്തുന്നത്. അപ്പോൾ ചോദ്യം വരാൻ സാധ്യതയുണ്ട്, ഹാരപ്പ സിറ്റി എക്സ്കവേറ്റ് ചെയ്തത് ആര് എന്ന് ചോദിച്ചാൽ 2 ഓപ്ഷൻസും വരാൻ സാധ്യതയില്ല. ദയാറാം സൈനി ആണ് ഓപ്ഷനകത്തുള്ളതെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കുത്തുക. ഇനി അദ്ദേഹം ഇല്ല, ജോൺ മാർഷൽ ഉണ്ടെങ്കിൽ അത് ജോൺ മാർഷലായിട്ടും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഓപ്ഷൻസ് എടുക്കാവുന്നതാണ്. ഇവിടെ ഗ്രാനറീസും പുള്ളോ കാർഡ്സും ഒക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മോഹൻജദാരോ ഇൻഡസിലെ നമുക്ക് ഏറ്റവും നല്ല ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് ഇപ്പോൾ നമ്മുടെ കൈവശമുള്ള നഗരം മോഹൻജദാരാണ്. അൺഫോർച്ചുനേറ്റ്ലി ഹാരപ്പൻ നഗരം നമുക്ക് അത്ര കണ്ട് എന്ത് ചെയ്യാൻ പറ്റിയില്ല, എക്സ്കവേറ്റ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടില്ല. ഇവിടെ സീറ്റാഡലും ലോവർ ടൗണും ഉണ്ട്. മൗണ്ട് ഓഫ് ഡെഡ് എന്നാണ് ഈ നഗരത്തെ അറിയപ്പെടുന്നത്. ഇവിടെ ഉള്ള ഓരോ ഇഷ്ടികയ്ക്കും വ്യക്തമായിട്ടുള്ള സ്റ്റാൻഡേർഡൈസ്ഡ് റേഷ്യോ ഉണ്ട്. ഗ്രേറ്റ് ബാത്ത് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. റെക്ടാങ്കുലർ ടാങ്ക് ആണ് ഈ ഗ്രേറ്റ് ബാത്ത് എന്ന് പറയുന്നത്. അത് സീറ്റാഡലിനകത്താണ് ഉള്ളത്. ഇത് റെക്ടാങ്കുലർ ഷേപ്പിലാണോ അല്ലയോ എന്നുള്ളതൊക്കെ മുന്നേ NTPC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. RD ബാനർജി, രഖൽദാസ് ബാനർജി 922 ഈ സൈറ്റ് എക്സ്കവേറ്റ് ചെയ്തിട്ടുള്ളത്. ബ്രോൺസ് ഡാൻസിംഗ് ഗേള്, പശുപതി സീല്, സ്റ്റിയറ്റേറ്റ് സ്റ്റാച്ചു ഓഫ് ബിയേർഡ് മാൻ, മദർ ഗോഡസ്, ഗ്രേറ്റ് ബാത്ത്, ഗ്രേറ്റ് ഗ്രാനറി, അസംബ്ലി ഹാള്, റെക്ടാങ്കുലർ ബിൽഡിംഗ് ഒക്കെ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത് ഓൾറെഡി ക്ലാസ്സിനകത്ത് കണ്ടതാണ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് പഠിച്ചു പോവുക. അപ്പോൾ ഇനി ഇവിടെ നിന്ന് നിങ്ങൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ പീരീഡ് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, ഞാൻ നമ്മുടെ ക്ലാസ്സിനകത്ത് യൂട്യൂബിൽ നിങ്ങൾ ആ ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ യൂട്യൂബിൽ പോയാൽ നിങ്ങൾക്ക് ആ ക്ലാസ് കാണാം. ഇൻഡസ് വാലി സിവിലൈസേഷന് മാത്രമായിട്ട് 2 ക്ലാസ്സുകളുണ്ട്. ഒന്ന് NCERT ക്ലാസ്സും മറ്റൊന്ന് കൺസെപ്റ്റ് ക്ലാസ്സും. അതിൽ കൺസെപ്റ്റ് ക്ലാസ് കണ്ടാലും മതി, റിവിഷന് വേണ്ടി കൺസെപ്റ്റ് ക്ലാസ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതിനകത്ത് ഞാൻ ടൈം ലൈൻസ് പറയുന്നുണ്ട്. ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ എക്സ്കവേഷൻ്റെ ടൈം ലൈൻ പറയുന്നുണ്ട്. ഫ്രം 1870s തൊട്ട് 1870s അലക്സാണ്ടർ കണ്ണിങ്ഹാമിൻ്റെ കയ്യിലേക്ക് ഒരു ഇൻഡസ് വാലിയിൽ നിന്നുള്ള സീല് കൈപ്പറ്റുന്നത് തൊട്ട് ഇങ്ങോട്ട് വന്ന് 990കളിൽ ഇന്ത്യക്കാർ എക്സ്കവേറ്റ് ചെയ്തിട്ടുള്ള RS കൃഷ്ണന്റെ നേതൃത്വത്തിൽ എക്സ്കവേറ്റ് ചെയ്തിട്ടുള്ള സൈറ്റുകളുടെ കാര്യം വരെ അതിനകത്ത് വ്യക്തമായിട്ടുള്ള ടൈം ലൈൻ കൊടുത്തിട്ട് പഠിക്കുന്നുണ്ട്. ആ ടൈം ലൈൻ ചോദിക്കും. അതിനകത്ത് ജർമ്മൻ ആർക്കിയോളജിസ്റ്റുകൾ വന്നത് ഏത് വർഷമാണെന്ന് ചോദിക്കും. അമേരിക്കൻ ആർക്കിയോളജിസ്റ്റുകൾ ഏത് സൈറ്റാണ് എക്സ്കവേറ്റ് ചെയ്തതെന്ന് ചോദിക്കും. അപ്പോൾ അതൊക്കെ മുന്നേ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് പഠിച്ചു പോവുക, ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ഇവിടുത്തെ മെറ്റീരിയൽ സംഭവങ്ങൾ നിങ്ങൾ പഠിച്ചു പോവുക. വ്യക്തമായിട്ടുള്ള ധാരണകൾ നിങ്ങൾക്ക് വേണം. സീൽ ഉണ്ടാക്കിയിരിക്കുന്നത് സ്റ്റിയറ്റൈറ്റ് കൊണ്ടാണ്. ഡാൻസിങ് ഗേളിൻ്റെ പ്രതിമ ബ്രോൺസ് കൊണ്ടാണ്. പശുപതി സീല് സ്റ്റിയറ്റൈറ്റ് കൊണ്ടാണ്. ബിയേർഡ് മാൻ സ്റ്റോൺ. അപ്പോൾ ഓരോ എന്തൊക്കെ മെറ്റീരിയൽ യൂസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ ആർട്ട് നടക്കുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് പഠിച്ചു പോവുക. പിന്നെ ഈ പറഞ്ഞ സൈറ്റിൻ്റെ ലൊക്കേഷൻസ്, അതിൻ്റെ വർഷം, അതിൻ്റെ റിവറിൻ്റെ പേര്, സ്ഥലം, സ്റ്റേറ്റ്, ഇത്രയും കാര്യങ്ങളെങ്കിലും പഠിച്ചു പോകാനായിട്ട് നോക്കുക. ഇൻഡസ് വാലി സിവിലൈസേഷൻ ഒരു ഹോട്ട് ടോപ്പിക് ആണ്. ഇതിന് മുന്നേ ഉള്ള വർഷങ്ങളിൽ ഒരുപാട് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. CBT 1 ചോദ്യങ്ങൾ താരതമ്യേന കുറവാണ് മുന്നത്തെ വെച്ച് നോക്കുമ്പോൾ. സ്റ്റിൽ ചോദ്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ഏരിയയാണ്. NTPC CBT 1 കാര്യമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് വേദിക് ഏജ് ആണ്. അപ്പോൾ വേദിക് ഏജിൽ നിന്ന് ഇന്നത്തെ ചോദ്യങ്ങളെ ആദ്യം നോക്കാം. ഹൗ മെനി വേദാംഗാസ് ആർ ദർ ഇൻ ടോട്ടൽ? എത്ര വേദാംഗങ്ങൾ ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് ആൻസർ വരുന്നത് എത്രയാണ്? 6 ആണ്. ഇനി in which of the following Vedas was the Dasharatna war or war of 10 kings mentioned? ഏത് വേദത്തിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് വേദമാണ്? ഋഗ്വേദമാണ്. ഓക്കെ, അപ്പോൾ വേദിക് ലിറ്ററേച്ചറിൽ നിന്നാണ് ഈ 2 ചോദ്യങ്ങൾ. നമുക്ക് വേദിക് ലിറ്ററേച്ചറിനെ പറ്റിയിട്ട് ആദ്യം നോക്കാം. വേദിക് ലിറ്ററേച്ചർ അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ഞാൻ ഇതിൻ്റെ പാർട്ട് 1 ഓൾറെഡി നമ്മുടെ യൂട്യൂബിൽ ലഭ്യമാണ്. നമ്മുടെ ക്ലാസ് കണ്ടിട്ടുള്ള കുട്ടികൾക്ക് അറിയാവുന്നതാണ് വേദിക് ലിറ്ററേച്ചർ. ഓക്കെ, നമുക്ക് പ്രധാനമായിട്ടും 4 വേദങ്ങളാണുള്ളത്. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്നിങ്ങനെ 4 വേദങ്ങളാണുള്ളത്. ഈ 4 വേദങ്ങൾക്കുമുള്ള ക്ലാസിഫിക്കേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഋഗ്വേദം എന്ന് പറയുന്ന ഒരു വേദത്തിനെ ഞാൻ ഇതിനകത്ത് നിന്ന് എടുത്തു കഴിഞ്ഞാൽ, ഈ ഋഗ്വേദം എന്ന് പറയുന്ന ആ വേദത്തിന് എന്തുണ്ട്? സംഹിതയുണ്ട്. ഋഗ്വേദത്തിന് സംഹിതയുണ്ട്. സംഹിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കമ്പയർ ചെയ്തിരിക്കുന്ന രീതി അനുസരിച്ചിട്ടാണ് ഈ സംഹിതാസ് മാറുന്നത്. ഇനി ഋഗ്വേദത്തിന് എന്തുണ്ട്? ബ്രാഹ്മണാസ് ഉണ്ട്. ഋഗ്വേദത്തിന് തന്നെ എന്തുണ്ട്? ബ്രാഹ്മണാസ് ഉണ്ട്.
ബ്രാഹ്മണാസ് ഉണ്ട്. ഈ ബ്രാഹ്മണസിനെ മറ്റേ ജാതിയുള്ള ബ്രാഹ്മണ ആ അർത്ഥത്തിൽ എടുക്കരുത്. ലിറ്ററേച്ചറിൽ വരുന്ന ബ്രാഹ്മണയാണ്. ഇനി ആരണ്യകയുണ്ട്. അതെന്തിനുണ്ട്? ഋഗ്വേദത്തിന് തന്നെ ആരണ്യകയുണ്ട്. ആരണ്യക. ഋഗ്വേദത്തിന് എന്തുണ്ട്? ഋഗ്വേദത്തിന് ഉപനിഷത്തും ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന ഈ ശ്രുതി ലിറ്ററേച്ചർ എന്ന് പറഞ്ഞ് ഞാൻ എഴുതിയിരിക്കുന്ന ഈ ഒരു കാറ്റഗറി ഈ 4 വേദങ്ങൾക്കും ബാധകമാണ്. ഋഗ്വേദത്തിന് സംഹിതയുണ്ട്, ബ്രാഹ്മണിയുണ്ട്, ആരണ്യകയുണ്ട്, ഉപനിഷത്തിനുണ്ട്. യജുർവേദത്തിനും എന്തുണ്ട്? സംഹിതയും ബ്രാഹ്മണിയും ആരണ്യക ഉപനിഷത്തും ഉണ്ട്. സാമവേദത്തിനും സംഹിതയും ബ്രാഹ്മണിയും ആരണ്യക ഉപനിഷത്തും ഉണ്ട്. അഥർവവേദത്തിനും ഈ പറഞ്ഞ എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് ഒന്ന് ഓർത്ത് വെക്കുക. ഇനി എന്താണ് ശ്രുതി ലിറ്ററേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശ്രുതി ലിറ്ററേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കേട്ടത് എന്ന അർത്ഥമാണ്. കേട്ടത് അപ്പം ആരിൽ നിന്ന് കേട്ടു എന്നുള്ളതാണ്. ഈ പറയുന്ന പ്രധാന മഹർഷികളെല്ലാം ധ്യാനത്തിലിരിക്കുന്ന സമയത്ത് അവർക്ക് ഒരു സുപ്രീം എൻറ്റിറ്റി അവർക്ക് ഓതിക്കൊടുത്ത അല്ലെങ്കിൽ അവരുടെ ചെവിയിൽ പറഞ്ഞു കൊടുത്തതാണ് ഈ പറയുന്ന ശ്രുതി ലിറ്ററേച്ചർ എന്നാണ് പൊതുവിൽ കരുതി പോരുന്നത്. അതുകൊണ്ട് തന്നെ ഇതെന്താണ്? ശ്രുതി ലിറ്ററേച്ചറിനകത്ത് എന്ത് വരില്ല? ഇതിനകത്ത് തെറ്റ് വരില്ല. തെറ്റ് വരാൻ പാടില്ല. കാരണം ഇത് റിവീൽ ചെയ്യപ്പെട്ടതാണ്. നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ റിലീജിയസ് ടെക്സ്റ്റുകളെ പോലെയും സേക്രഡ് ആണ്, സെക്രോസാങ്ക്ട് ആണ്. ഇതിനകത്ത് തെറ്റ് വരാൻ പറ്റില്ല. കാരണം എന്താണ്? ഇത് റിവീൽ ചെയ്യപ്പെട്ടതാണ്, ഇവർ കേട്ടതാണ്. സ്മൃതി ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ സ്മൃതി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഓർമ്മ. അപ്പോൾ ഓർത്തെടുത്തതാണ്. ഓർത്തെടുത്തതിൽ എന്ത് വരാം? പാകപ്പിഴകൾ വരാം. നമ്മൾ ഓർത്തെടുക്കുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യാം? തെറ്റുകൾ വരാം. അപ്പോൾ അതിൽ വരുന്ന കാറ്റഗറിയിലുള്ളതാണ് ഉപവേദയും വേദാംഗയും. വേദാംഗയാണ് ഇപ്പോൾ ചോദിച്ചത്. വേദാംഗയ്ക്കകത്ത് വരുന്ന കാര്യങ്ങളാണ് ശിക്ഷ, കൽപ്പ, വ്യാകരണ, ജ്യോതിഷ, നിരുക്ത, ഛന്ദസ് തുടങ്ങിയവ. എത്ര പുസ്തകങ്ങളുണ്ട് നോക്കുക? 6 പുസ്തകങ്ങളാണ് വേദാംഗങ്ങളായിട്ട് വരുന്നത്. ഉപവേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്ലൈഡ് എന്താണ് ബുക്കാണ്, അപ്ലൈഡ് ടെക്സ്റ്റ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്ലിക്കേഷൻ ലെവൽ. ഋഗ്വേദത്തിന്റെ ഒരു അപ്ലിക്കേഷൻ ലെവലിലുള്ള ഒരു ബുക്കാണ് ഋഗ്വേദത്തിന്റെ ഉപവേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. യജുർവേദത്തിന്റെ ഒരു അപ്ലിക്കേഷൻ ലെവലിലുള്ള ബുക്കാണ് യജുർവേദത്തിന്റെ എന്താണ് ഈ പറയുന്ന ഉപവേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വേദാംഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 സെപ്പറേറ്റ് ബുക്കുകളെയാണ് വേദാംഗ എന്ന് വിളിക്കുന്നത്. അത് സെപ്പറേറ്റ് ബുക്സ് ആണ്. അതിന് നിങ്ങൾ ഋഗ്വേദോ യജുർവേദോ സാമവേദോ അഥർവേദമായിട്ട് കൂട്ടിക്കുഴയ്ക്കേണ്ട. അതിന്റെ ബ്രാഹ്മണയോ ആരണ്യകയോ ഉപനിഷത്തോ സംഹിതയായിട്ടും കൂട്ടിക്കുഴയ്ക്കേണ്ട. അതൊക്കെ നിങ്ങൾ ഒരു സൈഡിൽ മാറ്റി വെച്ചേക്കുക. ഋഗ്വേദം എന്ന് പറയുന്ന പുസ്തകം എടുത്തു കഴിഞ്ഞാൽ ആ പുസ്തകത്തിന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സംഹിതകളുണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്രാഹ്മണാസ് ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആരണ്യകയുണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഉപനിഷത്തുകളുണ്ട്. അതിനെ ഒരു കാറ്റഗറിയാക്കി മാറ്റി വെച്ചു. രണ്ടാമത്തെ വേദം എടുത്തു, അതിനും ഈ പറഞ്ഞ എല്ലാ ടൈപ്സും ഉണ്ട്. അതിനെ രണ്ടാമത്തെ ഒരു പെട്ടിക്കകത്ത് വെച്ചു. മൂന്നാമത്തെ വേദം സാമവേദം എടുത്താൽ അതിനും ഈ കാറ്റഗറീസ് ഉണ്ട്. അതിനെ മൂന്നാമത്തെ ബോക്സിനകത്ത് വെച്ചു. 4ാമത്തെ ബോക്സിനകത്ത് മറ്റേ അഥർവേദത്തിനെയും വെച്ചു. അത്രയും ഓക്കെ. ഇനി ഈ 4 വേദത്തിന്റെ കാറ്റഗറിയിലും നമുക്ക് ഒരാളെയും കൂടി എടുത്തു വയ്ക്കാം. ഇപ്പം നമ്മൾ ആദ്യം എടുത്ത ഋഗ്വേദത്തിന് അകത്ത് കൊടുത്തിട്ടുള്ള ആ സൂക്തങ്ങളിൽ നിന്ന്, ആ മന്ത്രങ്ങളിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു വേദമാണ് ഋഗ്വേദത്തിന്റെ ഉപവേദം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഋഗ്വേദത്തിന്റെ ഉപവേദത്തിന് നമുക്ക് എന്ത് ചെയ്യാം? അവിടെ കൊണ്ട് പ്ലേസ് ചെയ്യാം. അതേപോലെ തന്നെ യജുർവേദത്തിന്റെ ഉപവേദത്തിന് യജുർവേദത്തിന്റെ ബോക്സിനകത്ത് കൊണ്ടിടാം. സാമവേദത്തിന്റെ ഉപവേദത്തിന് അവിടെ കൊണ്ടിടാം. അഥർവേദത്തിന്റെ ഉപവേദത്തിന് അവിടെയും കൊണ്ടിടാം. അപ്പോൾ ആ ബോക്സുകളെല്ലാം ഫില്ലായി. ഇതുവരെയുള്ള ലിറ്ററേച്ചർ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലായി, ഇത്രയും ഭാഗം. ഇനി അവിടെ കിടക്കുന്നതാണ് വേദാംഗ എന്ന് പറയുന്നത്. വേദാംഗ എന്ന് പറയുന്നത് സെപ്പറേറ്റ് ഒരു 6 പുസ്തകങ്ങൾ ഞാൻ വേറെ തന്നെ ഒരടക്കായിട്ട് വെച്ചു. എന്തിനാണ്? ഒരു പുസ്തകം, അതിനകത്തൊരു പുസ്തകമാണ് ജ്യോതിഷം. വേദാംഗയ്ക്കകത്തുള്ള ഒരു പുസ്തകമാണ് ജ്യോതിഷം. ജ്യോതിഷം എടുത്ത് നോക്കിയപ്പോൾ ഋഗ്വേദത്തിലെ ഇന്ന മന്ത്രം ഇന്ന സമയത്ത് ചന്ദ്രൻ നിൽക്കുമ്പോൾ ഇന്ന സമയത്ത് സൂര്യൻ നിൽക്കുമ്പോൾ ചൊല്ലേണ്ടതാണ് എന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ ഈ പുസ്തകത്തിനകത്ത്, അതായത് ഈ ഇപ്പുറത്തെ സൈഡിലിരിക്കുന്ന ഈ വേദാംഗങ്ങളായിട്ടുള്ള ഈ 6 പുസ്തകങ്ങളിൽ കൊടുത്തിട്ടുള്ള പരാമർശങ്ങൾ അടിസ്ഥാനമാക്കിക്കൊണ്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? ഈ ഇപ്പുറത്തിരിക്കുന്ന 4 ബോക്സിലിരിക്കുന്ന 4 വേദങ്ങളിലെ ഈ എല്ലാ സാധനങ്ങളെയും വായിക്കാനായിട്ട്. അതിനകത്ത് എന്തുണ്ട്? ജ്യോതിഷമുണ്ട്, നിരുക്തയുണ്ട്, വ്യാകരണമുണ്ട്. അപ്പോൾ വേദങ്ങൾ എഴുതിയിരിക്കുന്നതിന്റെ വ്യാകരണങ്ങളൊക്കെ നിശ്ചയിക്കുന്നതിന് വേണ്ടി ഇപ്പുറത്തൊരു പുസ്തകമുണ്ട്. ഛന്ദസ്, മീറ്റർ, ഗായത്രി മന്ത്രമൊക്കെ ഒരു മീറ്ററിലാണ് നമ്മൾ ചൊല്ലുന്നത്. അത് എന്ത് മീറ്റർ ആണെന്നുള്ളത് ഈ ഛന്ദസ് എന്ന് പറയുന്ന പുസ്തകത്തിനകത്താണ് ഇരിക്കുന്നത്. അപ്പോൾ വേദാംഗങ്ങൾ എന്ന് പറയുന്നത് 6 എണ്ണം ഉണ്ട്. ഇത് മനസ്സിലാവാൻ എളുപ്പത്തിന് ഞാൻ പറയുന്നതാണ്. ഇതിനേക്കാൾ കോംപ്ലിക്കേറ്റഡ് ആണ്. നിങ്ങൾക്ക് അത്ര എളുപ്പം മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഭാഗമല്ല ഈ വേദിക് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. കാരണം ഒരുപാട് വർഷങ്ങൾ മുന്നേ ഉള്ള ഒരു കാലഘട്ടത്തിൽ നിന്നിട്ടാണ് നമ്മളിത് പറയുന്നത്. അപ്പോൾ അത് പാടാണ്. ഇനി ഈ സ്മൃതി ലിറ്ററേച്ചറിൽ തന്നെ വരുന്ന മറ്റ് 1-2 സങ്കല്പങ്ങളാണ് എന്ത്? പുരാണം എന്ന് പറയുന്നത്. പുരാണം അതുപോലെ തന്നെ ഇതിഹാസങ്ങൾ. ഇതിഹാസവും പുരാണം രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. പുരാണം എന്ന് പറയുന്നത് എന്താണ്? പുരാണങ്ങളെ പൊതുവിൽ 18 മഹാപുരാണങ്ങളും അത്ര തന്നെ ഇമ്പോർട്ടൻസ് അല്ലാത്ത 18 പുരാണങ്ങളെ നമ്മൾ അങ്ങനെ 2 രീതിയിൽ കാറ്റഗറൈസ് ചെയ്യും. അതിൽ തന്നെ 18 പുരാണങ്ങളിൽ 6 പുരാണങ്ങൾ വെച്ചിട്ട് നമ്മൾ വിഷ്ണു എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ വരുന്ന പുരാണങ്ങളുണ്ട്, ശൈവായി കാറ്റഗറിയിൽ വരുന്ന പുരാണങ്ങളുണ്ട്, ശക്തി കാറ്റഗറിയിൽ വരുന്ന പുരാണങ്ങൾ 6. അങ്ങനെ 6 പുരാണങ്ങൾ വെച്ചിട്ട് 18 പുരാണങ്ങളാണ് നമുക്ക് മൊത്തത്തിലുള്ളത്.
ഇതിന് പുറമെയാണ് ഇതിഹാസങ്ങൾ, മഹാഭാരതവും അതുപോലെ തന്നെ രാമായണം നമുക്ക് വരുന്നത്. ഇത്രയും പുസ്തകങ്ങൾ ചേർന്നതാണ് നമ്മുടെ വേദിക് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. മനസ്സിലാവുണ്ടോ? ഇതിന് പുറമെ വരുന്ന മറ്റ് ലിറ്ററേച്ചേഴ്സ് ഉണ്ട്. ശാസ്ത്രങ്ങൾ, ധർമ്മസൂത്രങ്ങൾ, മനുസ്മൃതി പോലെയുള്ള ലിറ്ററേച്ചേഴ്സ്, അതെല്ലാം ഇതിന് പുറമേ വരുന്നതാണ്. അപ്പോൾ അത്രയും ഒരുപാട് പുസ്തകങ്ങൾ ചേർന്നിട്ടാണ് നമ്മൾ വേദിക് ലിറ്ററേച്ചർ എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് വരുന്നത്. നിങ്ങൾ ബേസിക്കലി ഇത്രയും പുസ്തകങ്ങളെ പറ്റിയിട്ടെങ്കിലും അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ വേദാംഗങ്ങൾ എത്ര ഉണ്ടെന്നാണ് പഠിച്ചത്? 6 ഇവിടെ ചോദ്യമായിരുന്നു. ഹൗ മെനി വേദാംഗാസ് ആർ ദർ ഇൻ ടോട്ടൽ? 6. ഇനി അടുത്തത് നമ്മൾ ഓരോ വേദത്തെ പറ്റിയിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമാണ് നോക്കി പോകാനായിട്ട് പോകുന്നത്. ഋഗ്വേദം എടുക്കുന്നു. ഏറ്റവും പഴക്കം ചെന്ന വേദമാണ് നമ്മൾ മനസ്സിലാക്കുന്നു. ഋഗ്വേദത്തിനകത്ത് ഋഗ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ചോദിക്കും. അതെന്താണ്? സ്തുതിഗീതങ്ങൾ, പുകഴ്ത്തുകൾ. ആരെ പറ്റിയുള്ള പുകഴ്ത്തുകൾ? ദേവതകളെ പറ്റിയിട്ടുള്ള പുകഴ്ത്തുകൾ. ആരുടെ ദേവതകൾ? ആര്യന്മാരുടെ ദേവതകൾ. അപ്പോൾ മധ്യ ഏഷ്യയിൽ നിന്നും മൈഗ്രേറ്റ് ചെയ്യപ്പെട്ടു എന്ന് കരുതപ്പോരുന്ന ആര്യന്മാർ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ കാറ്റഗറിയിലുള്ള ആളുകൾ ഈ പറയുന്ന ഇൻഡസ് നദിയുടെ തീരത്തും അതിനുശേഷം പിൽക്കാലത്ത് ഗംഗാ നദിയുടെ തീരത്തും ഒക്കെ എന്ത് ചെയ്യുന്നു? സെറ്റിൽ ചെയ്ത് അവിടെ ജീവിതം ആരംഭിക്കുമ്പോൾ, അല്ലെങ്കിൽ അവിടെ ജീവിച്ചു പോരുമ്പോൾ അവരവരുടെ ദേവതകളെ ആരാധിക്കുന്നതിന് വേണ്ടി ഉരുവിട്ടിരുന്ന മന്ത്രങ്ങളെ, സ്തുതിഗീതങ്ങളെ ഒരു വേദമാക്കി കൺസിഡർ ചെയ്യുന്നു. അതാണ് ഋഗ്വേദം. അതാണ് ഏറ്റവും പഴക്കം ചെന്ന വേദം. ഇത് പിന്നീടാണ് 600 BC, നമ്മൾ ഓൾറെഡി ആദ്യത്തെ നമ്മുടെ പ്രീ ഹിസ്റ്റോറിക് പീരീഡിലെ ടൈം ലൈനിൽ കണ്ടു. ഹിസ്റ്റോറിക് പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്ന 600 BC-യിലാണ്. വേദം അല്ലെങ്കിൽ വേദകാലം എന്ന് പറയുന്നത് 1500 BC തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും വേദങ്ങൾ എഴുതി തുടങ്ങുന്നത് 600-400 BC-യിലാണ്. പലപ്പോഴും അതിനുശേഷമാണ്. ഓക്കെ, ഇനി ഇതിനകത്ത് 10552 മന്ത്രങ്ങളുണ്ട്. നമ്പർ ചോദിക്കും. 1028 സുക്തങ്ങളുണ്ട്. സുക്തങ്ങൾ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് മന്ത്രങ്ങളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സുക്തമായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതായത് 1 മുതൽ 10552 മന്ത്രങ്ങളെ നിങ്ങൾ ഇങ്ങനെ ഓരോ ലൈനിലായിട്ട് എഴുതി പോവുകയാണെന്നുണ്ടെങ്കിൽ ആ 1 മുതൽ 4 വരെയുള്ള മന്ത്രങ്ങൾ, 4 ഞാൻ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞാണ്, ഇതിനെ ഒരു സുക്തമായിട്ട് വിളിക്കും. ഓക്കെ, അങ്ങനെ കുറേ നമ്പർ ഓഫ് മന്ത്രങ്ങളെ ഗ്രൂപ്പ് ചെയ്തൊരു സുക്തമാക്കി മാറ്റുമ്പോൾ അങ്ങനെ എത്ര സുക്തങ്ങളുണ്ടെന്നാണ് പറയുന്നത്? 1028 സുക്തങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ഇനി ഋഗ്വേദം എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് 10 മണ്ഡലങ്ങളുണ്ട്. മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ചാപ്റ്റേഴ്സ്. ഋഗ്വേദത്തിനകത്ത് സംഹിതയുണ്ട്. അതിന് പുറമെയാണ് ഈ പറയുന്ന ഓരോ സംഹിതയ്ക്കകത്തും എന്തുണ്ട്? ചാപ്റ്റേഴ്സ് ഉണ്ട്. ചാപ്റ്റേഴ്സ്. ആ ചാപ്റ്ററിൽ ഫാമിലി ബുക്സ് എന്ന് വിശേഷിപ്പിക്കുന്ന മണ്ഡലങ്ങളാണ് 2 മുതൽ 7 വരെയുള്ളത്. ഫാമിലി ബുക്കുകൾ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പ്രധാനപ്പെട്ട ഗോത്രങ്ങളെ, അവരുടെ ദേവതകളെ, അവിടുത്തെ ഓരോ മഹർഷിമാരെ എന്ത് ചെയ്യുന്നു? രചിച്ചിട്ടുള്ള വേദങ്ങളെ, സ്തുതിഗീതങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫാമിലി ബുക്സ് എന്ന് വിശേഷിപ്പിക്കുന്നു. അത് 2 തൊട്ട് 7 വരെ ഉള്ളതാണ്. ആൻഡ് ഇതാണ് ഓൾഡസ്റ്റ്. അതായത് ഋഗ്വേദത്തിനകത്ത് 10 ചാപ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും ആദ്യം എഴുതപ്പെട്ടത് 2 മുതൽ 7 വരെ ഉള്ളതാണ്. 1, 8, 9, 10 എന്ന് പറയുന്നത് പിൽക്കാല എഡീഷൻസ് ആയിട്ടാണ് കരുതിപ്പോരുന്നത്. ഓക്കെ, ഇനി ഓരോ മണ്ഡലത്തിലെയും പിന്നെയും ഡിവൈഡ് ചെയ്യുന്നു അനുവാക എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ ആകെത്തുക ഋഗ്വേദത്തിൽ 85 അനുവാകങ്ങളുണ്ട്. ഇതെല്ലാം മുന്നേ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഞാൻ ഒറ്റക്കൊട കീഴിൽ കൊണ്ടുവന്ന് എത്രയും പെട്ടെന്ന് എത്രയും കൂടുതൽ ഡാറ്റ നിങ്ങളുടെ ഉള്ളിലേക്ക് എത്തിക്കാനായിട്ടാണ് നോക്കുന്നത്. ഇനി ഋഗ്വേദത്തിലെ 7ാമത്തെ മണ്ഡലത്തിനകത്ത് പറഞ്ഞിട്ടുള്ള ഒരു യുദ്ധമാണ് ദശരാജ യുദ്ധം. ഋഗ്വേദത്തിലെ 7ാമത്തെ മണ്ഡലത്തിനകത്താണ് ദശരാജ യുദ്ധത്തെ പറ്റി പറഞ്ഞിട്ടുള്ളത്. ആ യുദ്ധം എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓൾറെഡി ക്ലാസ്സിനകത്ത് കണ്ടതാണ്. ഞാനിവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. 10ാമത്തെ മണ്ഡലത്തിനകത്തുള്ളതാണ് ഹിരണ്യഗർഭ സൂക്തം. 10ാമത്തെ മണ്ഡലത്തിൽ തന്നെ ഉള്ളതാണ് പുരുഷ സൂക്തം. 3ാമത്തെ മണ്ഡലത്തിലുള്ളതാണ് ഗായത്രി മന്ത്രം. അപ്പോൾ 7, 3 തുടങ്ങിയ ഏറ്റവും ആദ്യം രചിക്കപ്പെട്ട മണ്ഡലങ്ങളിലുള്ളതാണ് ദശരാജ യുദ്ധവും അതുപോലെ തന്നെ ഗായത്രി മന്ത്രവും. 10ാമത്തെ മണ്ഡലം എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ന്യൂ എഡീഷൻ ആണ്. അതിനകത്തുള്ളതാണ് ഹിരണ്യഗർഭ സൂക്തം. എന്തിനെ പറ്റി പറയുന്നത്? ഹിരണ്യഗർഭ സൂക്തം ഈ പറയുന്ന പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെ പറ്റിയിട്ട്, യൂണിവേഴ്സിന്റെ ഒറിജിനെ പറ്റിയിട്ട് സംസാരിക്കുന്ന ഒരു സൂക്തമാണ് ഹിരണ്യഗർഭ സൂക്തം. പുരുഷ സൂക്തം എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്? ഇതിനകത്താണ് കാസ്റ്റ് സിസ്റ്റത്തെ പറ്റി പറയുന്നത്. പുരുഷന്റെ തലയിൽ നിന്ന് ബ്രാഹ്മണൻ, കയ്യിൽ നിന്നും ക്ഷത്രിയൻ, ഉടലിൽ നിന്നും ഈ പറയുന്ന പോലെ വൈശ്യൻ, കാലിൽ നിന്ന് ശൂദ്രൻ എന്നൊക്കെ പറയുന്ന ഇന്നത്തെ സമൂഹത്തിന്റെ ഈ പറയുന്ന ജാതി വ്യവസ്ഥ ചിട്ടപ്പെടുത്തിയ പുരുഷ സൂക്തം എവിടെയാണ് കിടക്കുന്നത്? 10ാമത്തെ മണ്ഡലത്തിലാണ് കിടക്കുന്നത്. 10ാമത്തെ മണ്ഡലം പുതിയ മണ്ഡലമാണ്, അതായത് പിന്നീട് കൂട്ടിച്ചേർത്തതാണ്. എന്ന് പറഞ്ഞാൽ ജാതി വ്യവസ്ഥ ആദ്യകാല ആര്യന്മാരുടെ ജീവിത രീതിയിൽ അങ്ങനെ ആയിരുന്നില്ല. അത് ഈ പറയുന്ന കർമ്മത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അവർ ജാതി നിർണ്ണയിച്ചിരുന്നതെങ്കിൽ പിന്നീട് അതിനെ ഈ പറയുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. ഇതാണ് ഋഗ്വേദവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത വേദത്തിലേക്ക് കടക്കുന്നു. യജുർവേദം.
ഗദ്യരൂപത്തിലുള്ള വേദമാണ് യജുർവേദം എന്ന് പറഞ്ഞാൽ. യജ് എന്ന വാക്കിന്റെ അർത്ഥം സാക്രിഫൈസ് എന്നാണ്. ഇതൊരു റിച്വൽ വേദയാണ്. ഇത് റിച്വലിസ്റ്റിക് പ്രാക്ടീസസിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന വേദയാണ്. ഇതിനകത്ത് 40 ചാപ്റ്ററുകളും 200 മന്ത്രങ്ങളുമാണ് ഉള്ളത്. ആൻഡ് ഇറ്റ് ഗീവ്സ് എ പിക്ചർ ഓഫ് റിലീജിയസ് ആൻഡ് സോഷ്യൽ ലൈഫ് ഓഫ് ആര്യൻസ്. ആര്യന്മാരുടെ റിലീജിയസ് ലൈഫിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ സോഷ്യൽ ലൈഫിനെ പറ്റിയിട്ടും ഈ വേദത്തിൽ നിന്നാണ് നമുക്ക് കൂടുതൽ ഐഡിയ കിട്ടുന്നത്. ഇതിന് 2 പ്രധാനപ്പെട്ട സംഹിതകളാണുള്ളത്, ശുക്ല സംഹിത ആൻഡ് കൃഷ്ണ സംഹിത. ഋഗ്വേദത്തിന്റെ സംഹിതകളെ പറ്റി നമ്മൾ പഠിക്കാത്തത് ചോദ്യം ചോദിച്ചിട്ടില്ല, ഇതിനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ട്. ശുക്ല സംഹിത ആൻഡ് കൃഷ്ണ സംഹിത. ശുക്ല സംഹിത, ശുക്ല എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ എന്താണ്? വൈറ്റ് എന്നാണ്. കൃഷ്ണ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ എന്താണ്? ബ്ലാക്ക് എന്നാണ്. അപ്പം വൈറ്റ് സംഹിത ആൻഡ് ബ്ലാക്ക് സംഹിത, അങ്ങനെ 2 സംഹിതകളാണ് ഇതിനുള്ളത്, യജുർവേദത്തിനുള്ളത്. 19 ഉപനിഷത്തുകളാണ് ശുക്ലവേദയിൽ നിന്നുള്ളത്. 32 ഉപനിഷത്തുകളാണ് കൃഷ്ണവേദയിൽ നിന്നും ഉള്ളത്. ധനുർവേദയാണ് ഈ പറയുന്ന യജുർവേദത്തിന്റെ ഉപവേദം എന്ന് പറയുന്നത്. ധനുർവേദ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? വാർഫെയറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ധനുർവേദ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് കൃത്യമായിട്ട് പഠിച്ചു പോവാൻ. ഞാൻ ഡീറ്റെയിലേക്ക് പോവാത്തത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിരിക്കുന്ന കുട്ടികളായതുകൊണ്ടാണ്. സാമവേദം ഉള്ളതിൽ ഏറ്റവും ചെറിയ വേദമാണ് സാമവേദം എന്ന് പറയുന്നത്. ഋഗ്വേദത്തിന്റെ പുതിയ മണ്ഡലങ്ങൾ 8, 9 മണ്ഡലങ്ങളിലെ അതേ സൂക്തങ്ങൾ നമുക്ക് സാമവേദത്തിനകത്തും കാണാം. ഇത് എന്താണ്? വേദ ഓഫ് സോങ്സ്, സ്റ്റാൻഡിങ്സ് ബേസ്ഡ് ഓൺ റിക്സ്. റിക്കുകളെ എന്ത് ചെയ്യുന്നു? സംഗീത രൂപത്തിൽ ആലപിക്കുന്നതിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. 16 ഉപനിഷത്തുകൾ സാമവേദയ്ക്കുണ്ട്. ഗന്ധർവവേദയാണ് ഇതിന്റെ ഉപവേദം എന്ന് പറയുന്നത്. അഥർവവേദം എന്ന് പറയുന്ന വേദം ഏറ്റവും 4ാമത്തെ വേദമാണ്. വേദ ഓഫ് മാജിക്കൽ ഫോർമുലാസ്. അഥർവവേദം ഇസ് ഓൾസോ കോൾഡ് ബ്രഹ്മവേദ എന്ന് വിളിക്കുന്ന വേദമാണ് അഥർവവേദമാണ്. ഇറ്റ് ഈസ് ദ ഓൾഡസ്റ്റ് ലിറ്റററി മോണുമെന്റ് ഓഫ് ഇന്ത്യൻ മെഡിസിൻസ്. ആയുർവേദത്തെ പറ്റിയിട്ട് ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ ആയുർവേദത്തിന്റെ കുറേ കാര്യങ്ങൾ നമുക്ക് അഥർവവേദത്തിൽ നിന്നാണ് കിട്ടുന്നത്. ഇനി നോ ആരണ്യകാസ്. ആരണ്യകങ്ങൾ കാണപ്പെടാത്ത വേദം ഏതാന്ന് ചോദിച്ചാൽ അത് അഥർവവേദമാണ്. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. അഥർവവേദം എന്തല്ല എന്നാണ് പറയുന്നത്? ആര്യൻ ഒറിജിൻ അല്ല എന്നാണ് പറയുന്നത്. നോൺ ആര്യൻ ഒറിജിൻ അവകാശപ്പെടുന്ന ഒരു വേദമാണ് അഥർവവേദം എന്ന് പറയുന്നത്. 5839 മന്ത്രങ്ങൾ ഇതിനകത്തുണ്ട്. 20 മണ്ഡലങ്ങളുണ്ട്. 733 സൂക്തങ്ങളുണ്ട്. അർത്ഥശാസ്ത്രം ആണ് ഇതിന്റെ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്? ഉപവേദമായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ആയുർവേദമാണ് ഋഗ്വേദത്തിന്റെ ഉപവേദമായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതിനകത്ത് കോൺഫ്ലിക്റ്റുകളുണ്ട്, കോൺട്രഡിക്ഷൻസ് ഉണ്ട്. പല സോഴ്സുകളും പലതാണ് പറയുന്നത്. പക്ഷെ ഞാൻ അത് ഓൾറെഡി നമ്മുടെ ക്ലാസ്സിനകത്ത് എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. യൂട്യൂബിലെ മറ്റ് വേദിക് ലിറ്ററേച്ചറിന്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്. നമ്മൾ ഒഫീഷ്യൽ ആയിട്ടുള്ള സൈറ്റിൽ നിന്നാണ് ഞാൻ ഈ ഡോക്യുമെന്റ് പറയുന്നത്. വേദിക് ലിറ്ററേച്ചർ അല്ലെങ്കിൽ വേദിക് കൾച്ചർ എന്ന് പറയുന്ന സർക്കാർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന സൈറ്റിൽ സർക്കാർ കൊടുത്തിട്ടുള്ള ഡാറ്റ പ്രകാരം അർത്ഥശാസ്ത്രയാണ് എന്ത്? അഥർവേദത്തിന്റെ ഉപവേദം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആയുർവേദമാണ് ഋഗ്വേദത്തിന്റെ ഉപവേദം എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളോട് ഓർത്തിരിക്കുക വേദത്തെ പറ്റി. ഇനി ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഉപനിഷത്ത് ഈസ് ദ വേർഡ് വസുദൈവ കുടുംബകം മെൻഷൻഡ്? വസുദൈവ കുടുംബകം ഏത് ഉപനിഷത്തിനകത്താണ് കൊടുത്തിരിക്കുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. ഏത് ഉപനിഷത്തിനകത്താണ്? മഹാ ഉപനിഷത്തിനകത്താണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഉപനിഷത്ത് ഈസ് ദ വേർഡ് തത്വമസി മെൻഷൻഡ്? തത്വമസി എവിടെയാണ് കൊടുത്തിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തത്വം എവിടെയാണ്? ചണ്ഡോഗ്യ ഉപനിഷത്തിനകത്താണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഉപനിഷത്തുകളെ പറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഒന്ന് നോക്കണം. അപ്പോൾ അതിന് ഈ ഒരു ടേബിൾ നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് നോക്കുക. റിവിഷന് വേണ്ടി ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഞാൻ അഗെയിൻ പറയുന്നത് റിവിഷൻ ക്ലാസ് ആണ്. പഠിച്ചിട്ട് വന്നിരിക്കുന്ന കുട്ടികൾക്കാണ് ഇത് യൂസ്ഫുൾ ആക്കാൻ പറ്റുള്ളൂ. ഈ പറയുന്ന ടേബിൾസ് ആയിക്കോട്ടെ, ഈ പറയുന്ന ഡാറ്റ ആയിക്കോട്ടെ, നിങ്ങൾ പഠിച്ചിട്ട് വന്നിരിക്കുന്നവർക്ക് ഒറ്റ ടേബിളിൽ അല്ലെങ്കിൽ ഒറ്റ ചാർട്ടിൽ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമാണ്. ഓക്കെ, ഇത്രയും പഠിച്ചാൽ മതി, ഇത് ഞാൻ പഠിച്ചെടുത്ത് നിൽക്കുന്നുണ്ട് എന്നുള്ളത്. പഠിക്കാതെ വന്നിട്ട് ഈ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിനകത്ത് നിന്ന് നിങ്ങൾ ഒരുപാട് പോയിന്റ്സ് മിസ്സാക്കി പോകും. അപ്പം പ്രോപ്പറായിട്ട് പഠിച്ചതിന് ശേഷം റിവിഷന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ക്ലാസ്സസ് യൂസ് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ ഓരോ വേദങ്ങളും ആ വേദത്തിൽ നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഉപനിഷത്തുകളുമാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. അത് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇതൊന്ന് എഴുതിയെടുത്ത് പഠിക്കുക. ഇതിനകത്ത് നിന്ന് ചോദ്യങ്ങൾ വരാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, നമുക്ക് മൊത്തം ഓൾ ടുഗദർ 108 ഉപനിഷത്തുകളാണ് പഠിക്കാനുള്ളത്. ഉപനിഷത്തിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് വേദാന്ത. വേദാന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദാന്ത ഫിലോസഫി നിങ്ങൾ കേട്ടുകാണിരിക്കും. അത് ഉപനിഷത്തുകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. വേദാന്ത എന്നുള്ള ആ പേര് വരാൻ കാരണം വേദത്തിന്റെ അന്ത്യം എന്നുള്ള നിലയ്ക്കാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാവുന്നതാണ്. വേദത്തിന് ബ്രാഹ്മണാസ് ഉണ്ട്, സംഹിതയുണ്ട്, ബ്രാഹ്മണയുണ്ട്, ആരണ്യകയുണ്ട്. 4ാമത്തെ കാറ്റഗറി ആയിട്ടാണ് എന്ത് വരുന്നത്? ഉപനിഷത്ത് വരുന്നത്. ഉപനിഷത്ത് വന്നതിൻ്റെ പിന്നിലെ കാരണം എന്താണ്? അപ്പോൾ വേദത്തിൻ്റെ ആദ്യ 3 ഭാഗങ്ങൾ, സംഹിതയായിക്കോട്ടെ, ബ്രാഹ്മണ ആയിക്കോട്ടെ, ആരണ്യക ആയിക്കോട്ടെ, ഇതെല്ലാം ഈ പറയുന്ന ആരാധനകളിലും അതുപോലെ തന്നെ ആചാര അനുഷ്ഠാനങ്ങളിലും ഊന്നിയിട്ടുള്ള ഭാഗങ്ങളാണ്. അപ്പോൾ കൃത്യമായിട്ട് ഇന്ന സമയത്ത് ഇന്ന ദേവനെ ആരാധിക്കണം, അതിനുവേണ്ടി ഇത്ര നെയ്യ് വേണം, ഇത്ര പാല് വേണം, ഇത്ര ഈ സംഭവങ്ങൾ വേണം, അതിന് കറക്റ്റായിട്ടുള്ള ഒരു ചിട്ടയുണ്ട്.
ഈ പറയുന്ന എന്താ പറയുന്നത് ഹോമകുണ്ടത്തിന് ചുറ്റും ഇരിക്കുന്ന ആളുകളുടെ കാര്യത്തിനകത്താണ്, അല്ലെങ്കിൽ പ്രീസ്റ്റുകളുടെ കാര്യത്തിനകത്താണെങ്കിലും മന്ത്രം ഉരുവിടാനായിട്ട് ഒരാൾ, നെയ്യൊഴിക്കാനായിട്ട് ഒരാൾ, അതിന് മൊത്തത്തിൽ കാർമ്മികത്വം വഹിക്കാനായിട്ട് ഒരാൾ, ഇവർക്ക് കൊടുക്കുന്ന ഇതിൻ്റെ എന്താ പറയുന്നത് ടാക്സ് അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന പൈസ, ദാനം, ഇതൊക്കെ ഓൾറെഡി വെൽ റിട്ടൺ ആണ്, വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആ സമയത്ത് ഉണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് എന്ത് ചെയ്യാണ്, ഈ പറയുന്ന പോലെ ജാതി വ്യവസ്ഥയും ഈ പറയുന്ന ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ഊന്നിയിട്ടുള്ള ഒരു ലൈഫിലേക്ക് വരുന്ന സമയത്താണ് ഇതിനൊരു കൗണ്ടറായിട്ട് നമ്മുടെ ബുദ്ധിസവും ജൈനിസവും വരുന്നത്. ബുദ്ധിസം ജൈനിസവും മാത്രമല്ല, ബുദ്ധിസവും ജൈനിസവും ആ കാലഘട്ടത്തിൽ അവിടെ നിന്ന് സർവൈവ് ചെയ്തിട്ടുള്ള ഒരു 2 പ്രോമിനൻ്റ് ആയിട്ടുള്ള റിലീജിയൻസ് ആണ്. ഇതിനെ നമ്മൾ എല്ലാ കാലത്തും പറയുന്ന പോലെ ഒരു സോഷ്യോ റിലീജിയസ് സിസ്റ്റത്തിനെ എതിർക്കുന്ന ഒരു കൗണ്ടറായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ്സ് അന്നുണ്ടായിരുന്നു. അന്ന് 10-32ഓളം തരത്തിലുള്ള ഇവരെ ഈ വേദിക് റിലീജിയനെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ കൾട്ടുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതിൽ നിന്ന് ബുദ്ധിസവും ജൈനിസവും സർവൈവ് ചെയ്ത് വന്നു എന്ന് മാത്രം. അപ്പോൾ ബുദ്ധിസവും ജൈനിസവും അത് വന്നതിന് ശേഷം എന്ത് ചെയ്യുന്നു, അവർ അഹിംസയെ പ്രൊമോട്ട് ചെയ്യുന്നു, മൃഗബലി വേണ്ട എന്ന് പറയുന്നു, ജാതി എന്ന് പറയുന്നത് അതിനെ അവർ എന്ത് ചെയ്യുന്നു, നിരാകരിക്കുന്നു. അപ്പോൾ മന്ത്രങ്ങൾ ഉരുവിടേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോൾ ആളുകൾ എന്ത് ചെയ്യുന്നു, ബുദ്ധിസത്തെയും ജൈനിസത്തെയും ഫോളോ ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോൾ എന്തുകൊണ്ട് പിന്നെ ഈ പറയുന്ന വേദത്തിനകത്ത് നമ്മുടെ ഈ പറയുന്ന സംഹിതയായിക്കോട്ടെ, ബ്രാഹ്മണയായിക്കോട്ടെ, ആരണ്യയായിക്കോട്ടെ, അതിനകത്തൊന്നും എന്ത് പറയുന്നില്ല, മോക്ഷത്തെ പറ്റി സംസാരിക്കുന്നില്ല. അപ്പോൾ ബുദ്ധിസവും ജൈനിസവും മോക്ഷം ലഭിക്കുന്നതിനെ പറ്റിയിട്ടും അതിൻ്റെ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ആളുകൾ അതിൻ്റെ പുറകെ പോകുമ്പോൾ വേദിക് റിലീജിയണിൻ്റെ ഇമ്പോർട്ടൻസ് പൊതുവിൽ എന്ത് ചെയ്യുന്നു, കുറഞ്ഞു വരുന്നു. മാത്രമല്ല ചന്ദ്രഗുപ്ത മൗര്യനെ പോലെയുള്ള രാജാവ് എന്ത് ചെയ്യുന്നു, ജൈനിസം സ്വീകരിക്കുന്നു. അശോകനെ പോലെയുള്ള രാജാവ് എന്ത് ചെയ്യുന്നു, ബുദ്ധിസം സ്വീകരിക്കുന്നു. അപ്പോൾ ഒബ്വിയസ്ലി ഒരു രാജാവ്, അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു രാജാവ് വേദിക് റിലീജിയന് പകരം ബുദ്ധിസവും ജൈനിസവും ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന സമയം വരുമ്പോൾ വേദിക് റിലീജിയൻ പുറകോട്ട് പോയി എന്നാണ് അർത്ഥം. അപ്പോൾ അതിൽ നിന്നൊരു തിരിച്ചുവരവിനുള്ള ഒരു ശ്രമമായിരുന്നു ഉപനിഷത്തുകൾ എന്ന് പറയുന്നത്. ഉപനിഷത്തുകൾ എന്തിനെ പറ്റി പറയുന്നു, ഈ പറയുന്ന മെറ്റാഫിസിക്കൽ ആയിട്ടുള്ള, സ്പിരിച്വൽ ആയിട്ടുള്ള മനുഷ്യൻ്റെ ഹങ്കറിനെ പറ്റിയിട്ടും അതുപോലുള്ള തത്വങ്ങളെ പറ്റിയിട്ടും ഫിലോസഫീനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അങ്ങനെ ഒരു രീതിയിലേക്ക് വരുന്നു. ആൻഡ് അത് ഈ വേദത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു ഭാഗമായിട്ട് കൂട്ടിച്ചേർക്കപ്പെടുന്നതുകൊണ്ടാണ് അതിനെ എന്തെന്ന് വിളിക്കുന്നത്, വേദാന്തം എന്ന് വിളിക്കുന്നത്. 108 ഉപനിഷത്തുകളിൽ പ്രധാനപ്പെട്ട ഓരോ വേദത്തിൻ്റെ ഉപനിഷത്തുകളാണ് ഞാൻ ഈ ടേബിളിൽ കൊടുത്തിട്ടുള്ളത്. അതിലെ പ്രധാനപ്പെട്ട പോയിന്റ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. ഋഗ്വേദം, അതിന് 2 പ്രധാനപ്പെട്ട ഉപനിഷത്തുകളാണുള്ളത്, ഐത്രേയ, കൗശിതാഗി എന്നിങ്ങനെയുള്ള 2 ഉപനിഷത്തുകൾ. ഈ 2 സംഹിതകളുണ്ട്, 2 ആരണ്യകയുണ്ട്, 2 ബ്രാഹ്മണയുണ്ട്, ഈ 2 ഉപനിഷത്തുകളുണ്ട്. യജുർവേദത്തിന്റെ ഇഷവാസ്യ എന്ന് പറയുന്ന ഉപനിഷത്ത് വളരെ പോപ്പുലറാണ്. കഥ ഉപനിഷത്ത്, ALP ടെക്നീഷ്യൻ 2018 ചോദിച്ച ചോദ്യമാണ്. നച്ചികേതയും യമരാജാവും തമ്മിലുള്ള സംഭാഷണം, അല്ലെങ്കിൽ യമരാജാവ് എന്നുള്ളത് ഡാഷ് ആയിരുന്നു. നച്ചികേതയും ഏതു ദേവനും തമ്മിലുള്ള സംഭാഷണമാണ് കഥ ഉപനിഷത്തിനകത്ത് കൊടുത്തിട്ടുള്ളതെന്ന് 2018 ചോദിച്ച ചോദ്യമാണ്. അതിന് കാരണം NCERT-യിൽ ഈ കഥ അങ്ങനെ തന്നെ ഒരു ബോക്സിനകത്താക്കി കൊടുത്തിട്ടുണ്ട്, നമ്മൾ ക്ലാസ്സിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നച്ചികേതയും യമരാജാവും തമ്മിലുള്ള, യമദേവനും തമ്മിലുള്ള സംഭാഷണം കൊടുത്തിട്ടുള്ള ഒരു ഉപനിഷത്താണ് ഈ പറയുന്ന യജുർ വേദത്തിനകത്തുള്ള കഥാ ഉപനിഷത്ത്. തൈത്രേയ ഉപനിഷത്ത് ഈ പറഞ്ഞ പോലെ ഇമ്പോർട്ടൻ്റ് ആണ്. ബൃഹദാരണ്യക ഉപനിഷത്ത് ഏറ്റവും പഴക്കം ചെന്നത് എന്ന് വിശേഷിപ്പിക്കുന്ന അല്ലെങ്കിൽ എന്ന് വിശ്വസിക്കുന്ന ഒരു ഉപനിഷത്താണ് ബൃഹദാരണ്യക ഉപനിഷത്ത്. അതിനകത്താണ് ഗാർഗി എന്ന് പറയുന്ന ഒരു യുവതിയും അതുപോലെ തന്നെ യജ്ഞവൽക്യ എന്ന് പറയുന്ന സന്യാസിയും തമ്മിൽ ജനകരാജാവിൻ്റെ കൊട്ടാരത്തിൽ സംഭാഷണം നടത്തുന്നത്. അപ്പോൾ ഗാർഗി വളരെ പോപ്പുലർ ആയിട്ടുള്ള, വേദങ്ങളിൽ കാണുന്ന വളരെ പോപ്പുലർ ആയിട്ടുള്ള, സഭയിലും സമിതിയിലൊക്കെ സംസാരിക്കാൻ കപ്പാസിറ്റി ഉണ്ടായിരുന്ന ഒരു ലേഡിയാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് ഉണ്ടായിരുന്ന സ്വാതന്ത്ര്യത്തെ നമുക്കവിടെ കാണിക്കാം. അവർ യജ്ഞവൽക്യ പോലെയുള്ള അത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരു സന്യാസിയായിട്ടാണ് സംസാരിക്കുന്നത് സംഭാഷണത്തിൽ. എൻ്റെ അവരെ പലപ്പോഴും ഉത്തരം മുട്ടിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതായിട്ട് നമ്മൾ ഈ വേദത്തിനകത്ത് കാണുന്നുണ്ട്, ഈ ഉപനിഷത്തിനകത്ത് കാണുന്നുണ്ട്. സാമവേദം, അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കെന ഉപനിഷത്ത്. ചണ്ഡോഗ്യ ഉപനിഷത്ത് വളരെ പോപ്പുലറാണ്. തത്വമസി എന്ന് പറയുന്ന ആ ഒരു ഫേമസ് ആയിട്ടുള്ള കോട്ട് വരുന്നത് ഇവിടെ നിന്നാണ്. മഹാ ഉപനിഷത്തിൽ നിന്നാണ് വസുദേവ കുടുംബകം വരുന്നത്. ഇവിടെയാണ് ഋഷി ഉദ്ദാലകയുടെയും ഉദ്ദാലകാരുണ്യുടെയും ശ്വേതകേതുവിൻ്റെയും സംഭാഷണം വരുന്നത്. വസുദേവ കുടുംബകം എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള കോട്ടുള്ള മഹാ ഉപനിഷത്തിനകത്ത് തന്നെയാണ് ഋഷി ഉദ്ദാലക അരുണിയുടെയും ശ്വേതകേതുവിനും തമ്മിലുള്ള സംഭാഷണം വരുന്നത്. അഥർവ വേദത്തിനകത്താണ് പ്രശ്നോപനിഷത്ത് വരുന്നത്. അതിനകത്താണ് മുണ്ടകോപനിഷത്ത് വരുന്നത്. മുണ്ടകോപനിഷത്തിനകത്താണ് സത്യമേവ ജയതേ എന്ന് പറയുന്ന കോട്ട് വരുന്നത്. അഥർവ വേദത്തിനകത്ത് തന്നെയാണ് മണ്ഡൂക്യ ഉപനിഷത്ത് വരുന്നത്. മണ്ഡൂക്യ ഉപനിഷത്തിനകത്താണ് അതാണ് ഷോർട്ടസ്റ്റ് വേദ എന്ന് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഷോർട്ടസ്റ്റ് വേദയല്ല, ആക്ച്വലി ഷോർട്ടസ്റ്റ് ഉപനിഷത്ത് എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ച് വെക്കുക. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ഇത് ഒരു എക്സ്ട്രാ പോയിന്റ് ആയിട്ട് ഓർത്തിരിക്കുക. ഇതിനകത്ത് നിന്ന് ഏതെങ്കിലും ഒരു ടേംസ്, RRB NTPC CBT 1 ഗ്രാജുവേറ്റ് ലെവൽ കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് NTPCക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ RRBക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഏരിയയാണ്. ഏതെങ്കിലും ഒരു ടേം തന്നിട്ട് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കും. അപ്പോൾ വേദിക് ഏജിൽ നിന്നുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടേംസ് കൂടെ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ അർത്ഥവും കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് പഠിച്ച് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു മാർക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്.
ഗോമത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സമ്പന്നനായിട്ടുള്ള വ്യക്തി എന്നാണ് അർത്ഥം. ആ കാലഘട്ടത്തിൽ പശുവിൻ്റെ പ്രാധാന്യത്തെ കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ പശുക്കൾ കൈവശമുള്ള ആളെയാണ് എന്തായിട്ട് സമ്പന്നനായിട്ട് കൺസിഡർ ചെയ്തിരുന്നത്. ഗോവിഷ്ടി എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ് ഓർ സെർച്ച് ഫോർ കൗസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അതിനെ പല രീതിയിൽ ഇൻ്റർപ്രിട്ടേഷൻസ് വരുന്നുണ്ട്. ലിങ്ക്ഡ് ടു ദ സ്റ്റോറി ഓഫ് ഇന്ദ്ര റെസ്ക്യൂയിങ് ദ കൗസ് ഫ്രം ദ ഡീമൻ വൃത്ര, സിംബലൈസിങ് ദ വിക്ടറി ഓഫ് ലൈറ്റ് ഓവർ ഡാർക്ക്നെസ്. അങ്ങനെ പല പല ഇൻ്റർപ്രിട്ടേഷൻസ് ഉണ്ട്. എ ക്വസ്റ്റ് ഫോർ സെർച്ച് ഫോർ കൗസ്. അപ്പോൾ ഇതിൽ ഗോവിഷ്ടി എന്ന് പറയുന്ന പലരും വധവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നവരുണ്ട്. അതല്ല ഈ പറയുന്ന പോലെ ഇന്ദ്രൻ പോയിട്ട് ഈ വൃത്ര എന്ന് പറയുന്ന ഡീമന്റെ കയ്യിൽ നിന്ന് പശുക്കളെ മോചിപ്പിച്ചു കൊണ്ടുവന്ന കഥയും ആയിട്ട് ലിങ്ക് ചെയ്തും പറയുന്നുണ്ട്. ഗോരക്ഷ, പ്രൊട്ടക്ടർ ഓഫ് കൗസ്. ഗവ്യം, പശുവിൽ നിന്നും വരുന്ന എല്ലാ ഉൽപ്പന്നങ്ങളെയും ഗവ്യമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഗോമേധ, റിച്വൽ ഓർ ഓഫറിംഗ് ഇൻവോൾവിംഗ് കൗസ്. ഇതാണ് ഏറ്റവും ഈ പറയുന്ന പോലെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ടേം എന്ന് പറയുന്നത്. ഈ ടേമിന് 2 ഇന്റർപ്രിട്ടേഷൻസ് ആണ് വരുന്നത്. ഗോമേധ എന്ന് പറഞ്ഞുകൊണ്ട് അർത്ഥമാക്കുന്നത് റിച്വൽ ഓർ ഓഫറിംഗ് ഇൻവോൾവിംഗ് കൗസ്. ഈ ഇൻവോൾവിംഗ് എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? പശുവിനെ എന്ത് ചെയ്യുന്നു, സാക്രിഫൈസ് ചെയ്യുന്നു എന്നുള്ളതാണോ, അതോ പശുവിനെ മുൻനിർത്തിക്കൊണ്ട് പശുവിന് മുന്നിലേക്ക് സാക്രിഫൈസുകൾ നടത്തി എന്നുള്ളതാണോ എന്നുള്ളത് ഇപ്പോഴും ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഗോപത്ത്, ലോർഡ് ഓഫ് കാറ്റിൽ എന്നുള്ള അർത്ഥം. ഗോച്ചർ, ഈ പറഞ്ഞ പോലെ പാസ്റ്റർ ഓർ ദ റേഞ്ച് വേർ ദ കൗസ് ഗ്രേസ്. ടേംസ് പഠിച്ചു പോവുക. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്ന ഭാഗം എന്ന് പറയുന്നത് ബുദ്ധിസവും ജൈനിസവുമാണ്. ബുദ്ധിസവും ജൈനിസവും ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ വേദിക് ലിറ്ററേച്ചറിന് അല്ലെങ്കിൽ വേദകാല മതത്തിന് കൗണ്ടറായിട്ട് വന്നിട്ടുള്ള ഒരു സംഭവം കൂടിയാണ്. ആൻഡ് വേദിക് ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട 1-2 പോയിന്റ്സ് ഉണ്ട്. ഒന്ന്, അതിൻ്റെ കാലഘട്ടം, ടൈം ലൈൻ. 2, തിയറി എന്ന് പറഞ്ഞാൽ ഇവർ വന്ന തിയറീസ് ഉണ്ട്. ഞാൻ അത് ക്ലാസ്സിനകത്ത് ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഇവർ സെൻട്രൽ ഏഷ്യയിൽ നിന്ന് വന്നു എന്ന് പറയുന്നവരുണ്ട്, പോളിൽ നിന്ന് വന്നവരാണെന്ന് പറയുന്നവരുണ്ട്, യൂറോപ്പിൽ നിന്ന് വന്നവരാണെന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ ആ തിയറീസ് ഒന്ന് പഠിക്കണം. പിന്നെ നിങ്ങൾ മസ്റ്റായിട്ട് നോക്കി പോകേണ്ട കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. വേദിക് ഏജിലെ ലേറ്റർ വേദിക് ഏജും ഏർലി വേദിക് ഏജും തമ്മിലുള്ള വ്യത്യാസം കൃത്യമായിട്ട് മനസ്സിലാക്കി പോവുക. അപ്പോൾ ആ പിൽക്കാല വേദകാല ചരിത്രത്തിൽ നമ്മൾ നോക്കുമ്പോൾ സ്ത്രീകളുടെ പ്രാധാന്യം കുറയുന്നതായിട്ടും ജാതി വ്യവസ്ഥ കൂടുതൽ ശക്തമാവുന്നതായിട്ടൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ആ സമയത്ത് ടേംസ് പഠിക്കുക കൃത്യമായിട്ട്. ആൻഡ് അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ കൃത്യമായിട്ട് നോക്കുക. അഡ്മിനിസ്ട്രേഷൻ്റെ ടേമുകൾ, രാജൻ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം, ഓക്കെ, അങ്ങനെയുള്ള ഗ്രാമങ്ങളുടെ തലവൻ ആരാണ്, കുലത്തിൻ്റെ തലവൻ ആരാണ്, എന്തൊക്കെയാണ് അവിടുത്തെ ഡിവിഷൻസ്, അതൊക്കെ ഒന്ന് നോക്കി പോവുക. ചോദ്യം വരാം. ഇനി ബുദ്ധിസം ജൈനിസം ഞാൻ ഓൾറെഡി പറഞ്ഞു. വേദിക് റിലീജിയണിൻ്റെ ഒപ്പോസിഷനായിട്ട് വരുന്ന ഒരു ഭാഗമാണ് അല്ലെങ്കിൽ ഒരു ടീമാണ് ബുദ്ധിസം ആൻഡ് ജൈനിസം എന്ന് പറയുന്നത്. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് ആദ്യം നോക്കാം. രാവിലെ ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ബുദ്ധിസവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. വേർ വാസ് ഗൗതമ ബുദ്ധ ബോൺ? ബുദ്ധൻ ജനിച്ച സ്ഥലം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ലുംബിനി. ഇനി ത്രിപീഠക, വിച്ച് റിലീജിയൻ ഇസ് ദ ത്രിപീഠക സേക്രഡ് സ്ക്രിപ്ചർ റിലേറ്റഡ് ടു? ത്രിപീഠക ഏത് റിലീജിയനായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ബുദ്ധിസമാണ്. ഓക്കെ, അപ്പോൾ ഇനി ആദ്യം നമുക്ക് ബുദ്ധിസത്തിൻ്റെ കുറച്ച് പോയിന്റ്സ് നോക്കാം. അത് കഴിഞ്ഞ് ജൈനിസത്തിൻ്റെ പോയിന്റ്സിലേക്ക് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ ആദ്യം ബുദ്ധ ആൻഡ് ഒറിജിൻ ഓഫ് ബുദ്ധിസം എന്ന് പറയുന്നത്, ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മാക്സിമം പോയിന്റ്സിനെ ഏറ്റവും ചെറുതാക്കി ഒറ്റ സ്ലൈഡിലേക്ക് കൊണ്ടുവരാനായിട്ട് നോക്കിയിട്ടുണ്ട്. ഇത്രയെങ്കിലും നിങ്ങൾ പഠിച്ചിട്ട് പോകണം. ഇതിനകത്ത് നിന്ന് ചോദ്യം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ബുദ്ധൻ ജീവിച്ചിരുന്നു എന്ന് പറയുന്ന കാലഘട്ടമാണ് 563 മുതൽ 483 BC വരെ. അപ്പോൾ ബുദ്ധൻ്റെ പ്രായം എത്രയാണ്? 80 വയസ്സാണെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടി. ബുദ്ധൻ ജനിച്ച സ്ഥലം എന്ന് പറയുന്നത് ലുംബിനിയിലാണ്. അത് ഇന്നത്തെ നേപ്പാളിലാണ്. 3 പോയിന്റുകൾ ഒരു ലൈനിൽ നമ്മൾ പഠിച്ചു. വർഷം പഠിച്ചു, സ്ഥലം പഠിച്ചു, രാജ്യം പഠിച്ചു. ബുദ്ധൻ ജനിച്ചു എന്ന് പറയുന്ന വംശം ശാക്യ വംശത്തിനകത്തായതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ശാക്യമുനി എന്ന് വിശേഷിപ്പിക്കുന്നു. 2 പോയിന്റ് ഇവിടെ പഠിച്ച. അത് കഴിഞ്ഞു. ക്യൂൻ മായാദേവിയാണ് ഇദ്ദേഹത്തിൻ്റെ അമ്മ എന്ന് പറയുന്നത്. ക്യൂൻ മായാദേവിയാണ് ഇദ്ദേഹത്തിൻ്റെ അമ്മ എന്ന് പറയുന്നത്. അവർ സാൽ മരത്തിൻ്റെ ചുവട്ടിൽ വെച്ചിട്ട് ലുംബിനി ഗാർഡനിൽ ബുദ്ധനെ പ്രസവിച്ചു എന്നാണ് പറയുന്നത്. സാൽ മരത്തിൻ്റെ ചുവട്ടിൽ ലുംബിനി ഗാർഡനിൽ വെച്ച് ബുദ്ധനെ പ്രസവിച്ചു എന്നാണ് പറയുന്നത്. ഇനി 29ാമത്തെ വയസ്സിലാണ് ബുദ്ധൻ കൊട്ടാരം വിട്ട് പുറത്തേക്ക് പോകുന്നത്. അത് ഏത് കുതിരയുടെ പുറത്താണെന്ന് ചോദിക്കും. കാന്തക എന്നാണ് കുതിരയുടെ പേര്. ഓക്കെ, ഇനി അതിനുശേഷം അദ്ദേഹം 6 വർഷം എന്ത് ചെയ്യുന്നു? അല്ലാറ കലാമ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ ഒരു ഗുരുവിൻ്റെ കീഴിൽ 6 വർഷം കഠിനമായിട്ടുള്ള തപസ്സിന് എന്ത് ചെയ്യുന്നു? തയ്യാറെടുക്കുന്നു. സന്യാസിക്കാൻ തീരുമാനിച്ചിട്ടാണ് അദ്ദേഹം കൊട്ടാരം വിട്ട് വന്നത്. കാന്തക എന്ന് പറയുന്ന കുതിരപ്പുറത്താണ് അദ്ദേഹം ആദ്യം ഈ പറയുന്ന 3 ഡ്രൈവ് നടത്തിയായിട്ട് പറയുന്നുണ്ട്. 3 റൈഡ് നടത്തി. ആ ഓരോ റൈഡിലും കാണുന്ന കാഴ്ചയാണ് അദ്ദേഹത്തിന് മാനസാന്തരം ഉണ്ടാക്കുന്നതും കൊട്ടാരം വിട്ട് ഈ പറയുന്ന പോലെ സന്യസിക്കാൻ അദ്ദേഹത്തിന് തീരുമാനത്തിലെത്തുന്നു. അങ്ങനെ അല്ലാറ കലാമ എന്ന് പറയുന്ന ഗുരുവിൻ്റെ കീഴിലാണ് അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ ഗുരു. ആ ഗുരുവിൻ്റെ കീഴിൽ ശിഷ്യത്വം സ്വീകരിച്ച് എന്ത് ചെയ്യുന്നു? സന്യസിക്കാനായിട്ട് തീരുമാനമെടുക്കുന്നു.
എന്നാൽ 6 വർഷം സന്യസിച്ചിട്ടും അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ എന്ത് ചെയ്യുന്നില്ല, ഒരു എൻലൈറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നില്ല, തൃപ്തി വരുന്നില്ല. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഈ സന്യാസം അല്ലെങ്കിൽ ഈ പറയുന്ന ആ ഒരു ജീവിതം കുറച്ചുകൂടെ കടുപ്പിക്കാൻ തീരുമാനം എടുക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ഒന്നുകൂടെ ജലപാനമില്ലാതെ മരത്തിന്റെ ചുവട്ടിൽ ഇങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കുന്ന നേരത്ത് അദ്ദേഹം നിയർ ഡെത്ത് എക്സ്പീരിയൻസ് നേരിട്ടു എന്ന് പറഞ്ഞാൽ മരണത്തെ അഭിമുഖീകരിച്ചു എന്നുള്ള സമയത്ത് അദ്ദേഹത്തിന് ഒരു പാത്രം കഞ്ഞിയുമായിട്ട് എത്തിയ ഒരു ലേഡിയാണ് സുജാത എന്ന് പറയുന്ന സ്ത്രീ. അപ്പോൾ ബുദ്ധന് എന്ത് ചെയ്യുന്നു, അതിൽ നിന്നൊരു കാര്യം മനസ്സിലായി, നമ്മൾ എക്സ്ട്രീമിസത്തിലേക്ക് പോയിട്ട് കാര്യമില്ല. എക്സ്ട്രീം ലാവിഷായിട്ട് ഉള്ള ലൈഫ് സ്റ്റൈലും എക്സ്ട്രീം ഈ പറഞ്ഞ പോലെ വളരെയധികം കഠിന തപസ് എന്ന് പറയുന്നതും ജീവിതത്തിന് നല്ലതല്ല. സോ അദ്ദേഹം എന്ത് ചെയ്യുന്നു, മിഡിൽ പാത്ത് എന്ന് പറയുന്ന ഫിലോസഫിയുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നു. അങ്ങനെ 35-ാമത്തെ വയസ്സിൽ 6 വർഷങ്ങൾക്ക് ശേഷം 29-ാമത്തെ വയസ്സിൽ ഇറങ്ങി 35-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് എൻലൈറ്റ്മെന്റ് ലഭിക്കുന്നു. ആ എൻലൈറ്റ്മെന്റ് ലഭിക്കുന്നതിന് പിന്നിൽ മാര എന്ന് പറയുന്ന ഒരു ഡീമണെ വധിച്ചതായിട്ട് അല്ലെങ്കിൽ അതിനെ തോൽപ്പിച്ചതായിട്ടാണ് പറയുന്നത്. വധിക്കുകയല്ല, ഡിഫീറ്റ് ചെയ്തതായിട്ടാണ് പറയുന്നത്. ബോധ് ഗയയിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തിന് എൻലൈറ്റ്മെന്റ് ലഭിക്കുന്നത്. പൈപ്പിൾ ട്രീയുടെ ചുവട്ടിൽ വെച്ചിട്ട്, സാൽ മരത്തിന്റെ ചുവട്ടിൽ അദ്ദേഹത്തിന് പ്രസവിച്ചു, പൈപ്പിൾ ട്രീയുടെ ചുവട്ടിൽ വെച്ചിട്ട് അദ്ദേഹത്തിന് ബോധോദയം ലഭിച്ചതായിട്ടാണ് പറയുന്നത്. ഇനി ഈ ബോധോദയം ലഭിച്ചതിന് ശേഷം, എൻലൈറ്റ്മെന്റ് ലഭിച്ചതിന് ശേഷം 6 മാസം കൂടെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, തപസ് അനുഷ്ഠിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇന്ത്യയിൽ മൺസൂൺ അടിക്കുന്ന സമയമാണ്, നല്ല മഴ പെയ്യുന്ന സമയത്ത് സർപ്പരാജാവായിട്ടുള്ള മുച്ചിലിന്ദ അദ്ദേഹത്തിനെ മഴയിൽ നിന്നും ഈ പറയുന്ന പോലെ എന്ത് ചെയ്യുന്നു, പത്തി വിടർത്തി. ആ പത്തി ബുദ്ധന്റെ പല വിഗ്രഹങ്ങളും കണ്ടാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ബുദ്ധൻ ഇങ്ങനെ ധ്യാനത്തിലിരിക്കുന്ന സമയത്ത് ഒരു വലിയ പാമ്പിന്റെ, സർപ്പത്തിന്റെ അല്ലെങ്കിൽ നാഗത്തിന്റെ ഈ പറയുന്ന പോലെ പത്തി അദ്ദേഹത്തിന്റെ തലയുടെ മുകളിൽ ഇങ്ങനെ നിൽക്കുന്നതായിട്ട്. അത് മിച്ചിലിന്ദ എന്ന് പറയുന്ന സർപ്പരാജാവാണെന്നും മഴയിൽ നിന്നും ബുദ്ധനെ രക്ഷിച്ചതാണെന്നാണ് സങ്കല്പം. അദ്ദേഹത്തിന്റെ ഏറ്റവും ആദ്യത്തെ ഫസ്റ്റ് സെർമൺ എന്ന് പറയുന്നത് സാർനാഥിൽ വെച്ചിട്ടാണ് ഏറ്റവും ആദ്യം അദ്ദേഹം സ്പീച്ച് നടത്തുന്നത്. ബോധോദയം ലഭിച്ച് 6 മാസത്തെ അതിനുശേഷമുള്ള ഈ 6 മാസത്തെ തപസ്സിനും കൂടെ ശേഷം അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഈ സ്പീച്ചിന് ഒരു പ്രസംഗം നടത്തുന്നു. ആ പ്രസംഗത്തിലാണ് അദ്ദേഹത്തിന് ശിഷ്യന്മാരെ കിട്ടുന്നത്. പിന്നെ അവരെയും കൂട്ടിയിട്ടുള്ള ഒരു ഒരു സഞ്ചാരമാണ് അദ്ദേഹത്തിന്റെ ജീവിതം എന്ന് പറയുന്നത്. 80-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരണപ്പെട്ടതായിട്ട് പറയപ്പെടുന്നത്. വയറിന് സുഖമില്ലാതെ മരിച്ചു എന്നാണ് രേഖകൾ പറയുന്നത്. അപ്പോൾ ഇതാണ് ബുദ്ധനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഫാക്ട്. ബുദ്ധ ആൻഡ് ഒറിജിൻ ഓഫ് ബുദ്ധിസം, ബുദ്ധിസം എങ്ങനെ ഉരുത്തിരിഞ്ഞു വന്നു എന്നുള്ളത്. ഇനി ബുദ്ധിസ്റ്റ് ഫിലോസഫിയെ പറ്റി പറയുമ്പോൾ ഒന്നാമത്തെ സർമൺ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാർനാഥി വെച്ചിട്ടാണ്. പാലി ഭാഷ, ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷ, സംസ്കൃതത്തിലല്ല, വേദിക് സാൻസ്ക്രിറ്റിലല്ല, നേരെ മറിച്ച് അവിടുത്തെ സാധാരണ മനുഷ്യൻ സംസാരിച്ചിരുന്ന പാലി ഭാഷയാണ് ബുദ്ധൻ പ്രസംഗങ്ങൾ നടത്തിയിരുന്നത്. അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസംഗങ്ങളെ 3 രീതിയിൽ കമ്പൈൽ ചെയ്തു. അതാണ് ത്രിപീഠക അഥവാ തിപ്പീഠക എന്ന് പറയുന്നത്. ത്രിപീഠക എന്ന് പറയുന്നത് സംസ്കൃതത്തിലും തിപ്പീഠക എന്ന് പറയുന്നത് പാലി ഭാഷയിൽ അല്ലെങ്കിൽ പ്രാകൃത ഭാഷയിലാണ്. ഇനി അതിൽ ഒന്നാമത്തെ കമ്പൈലേഷൻ എന്ന് പറയുന്നത് സുട്ടപീഠകയാണ്. സുട്ടപീഠക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കണ്ടെയ്ൻസ് ദ ടീച്ചിങ്സ് ആൻഡ് സേയിങ്സ് ഓഫ് ദ ബുദ്ധ. ബുദ്ധൻ സാർനാഥിൽ തുടങ്ങി അദ്ദേഹം പല സ്ഥലങ്ങളിൽ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങളുടെ ശകലങ്ങളാണ് അല്ലെങ്കിൽ അതിന്റെ കമ്പൈലേഷൻസ് ആണ് സുട്ടപീഠക എന്ന് പറയുന്നത്. ഇൻക്ലൂഡിങ് ദ ധർമ്മപാദ വിച്ച് ഈസ് ദ ബുദ്ധാസ് എക്സ്പോസിഷൻ ഓൺ ദ ലോ. രണ്ടാമത്തെ വിനയ പീഠക. ഇപ്പോൾ ബുദ്ധൻ ഇങ്ങനെ പ്രസംഗമൊക്കെ നടത്തിയപ്പോൾ അദ്ദേഹത്തിന് കുറേ ഫോളോവേഴ്സ് വന്നു. ബുദ്ധിസ്റ്റ് മോങ്കുകൾ, സന്യാസികൾ, പുരുഷന്മാരും സ്ത്രീകളുമായിട്ടുള്ള സന്യാസികൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് വിനയ പീഠകയ്ക്കകത്തുള്ളത്. ഫോർ ദ ഡെയിലി ലൈഫ്സ് ഓഫ് ബുദ്ധിസ്റ്റ് മോങ്സ് ആൻഡ് നൺസ്. ഇനി അഭിധമ്മ പീഠക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് കണ്ടെയ്ൻസ് ദ കമന്ററീസ് ആൻഡ് എക്സ്പ്ലനേഷൻസ് ഓഫ് ദ ബുദ്ധിസ്റ്റ് ഡോക്ട്രിൻസ്. നമ്മൾ ഒന്നാമത്തെ പീഠകയായിട്ടുള്ള സുട്ടപീഠകയിൽ ബുദ്ധൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ബുദ്ധൻ പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ ആശയങ്ങളെ, അദ്ദേഹത്തിന്റെ എൻലൈറ്റ്മെന്റിനെ പറ്റി അദ്ദേഹം സംസാരിച്ചതിന്റെ മുകളിലുള്ള കമന്ററി. ബുദ്ധൻ ഇങ്ങനെ പറഞ്ഞത് ഇതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു സന്യാസി എന്ത് ചെയ്യുന്നു, അതിന് വ്യാഖ്യാനങ്ങൾ കൊടുക്കുന്നു. അതാണ് അഭിധമ്മ പീഠകയിൽ കൂടുതലുള്ളത്. ഇനി ബുദ്ധിസ്റ്റ് ഫിലോസഫിയായിട്ട് ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട 2 വാദങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ക്ഷണഭംഗവാദയും അനാത്മവാദയുമാണ്. അനാത്മവാദം എന്ന് പറയുമ്പോൾ പേരിൽ തന്നെ കിട്ടും, അനാത്മം. ആത്മം എന്ന് പറഞ്ഞാൽ സോൾ. അനാത്മവാദം എന്ന് പറഞ്ഞാൽ സോൾ ഇല്ല എന്നുള്ള അർത്ഥം. ക്ഷണഭംഗവാദം എന്ന് പറഞ്ഞാൽ എല്ലാം നൈമിഷികമാണ് എന്നുള്ള ഒരു അർത്ഥം. എന്ന് വെച്ചാൽ നത്തിങ്, ഇമ്മോർട്ടൽ ആയിട്ടുള്ള, ഈ പറയുന്ന പോലെ ചിരഞ്ജീവിയെ പോലെയുള്ള ഒന്നുമില്ല എന്നുള്ള ഒരു വാദം. ഇത് രണ്ടും ബുദ്ധിസ്റ്റ് ഫിലോസഫിയുടെ അടിത്തറയാണെന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഓക്കെ. ഇനി ദ സെൻട്രൽ തീം ഓഫ് ബുദ്ധാസ് ടീച്ചിങ് ഈസ് ഇൻഹെറന്റ് ഇൻ ദ 4 നോബിൾ ട്രൂത്ത്. 4 സത്യങ്ങളാണ് ബുദ്ധൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. എന്തൊക്കെയാണ് 4 സത്യങ്ങൾ? അതിനെ വിളിക്കുന്ന പേരെന്താണ്? ചത്വാരി ആര്യ സത്യാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ആര്യ സത്യങ്ങൾ. 4 നോബിൾ ട്രൂത്ത്. നോബിൾ എന്നാണ് ആര്യൻ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം. ട്രൂത്ത് എന്ന് പറഞ്ഞാൽ സത്യം എന്നർത്ഥം. 4 ചത്വരി ആര്യ സത്യാനി എന്ന് പറയുന്ന 4 സത്യങ്ങളാണ് ബുദ്ധൻ പഠിപ്പിക്കുന്നത്. എന്താണ്? ദുഃഖത്തെ പറ്റിയിട്ട് ബുദ്ധൻ പറയുന്ന അറിയാം, ലൈഫ് ഈസ് സഫറിങ്. ജീവിതം എന്ന് പറയുന്നത് ദുഃഖഭരിതമാണ്.
ദുഃഖ സംഭുത ഓർ സമുദായ, ദുഃഖത്തിന് കാരണങ്ങളുണ്ട്. ലൈഫ് വെറുതെ അല്ല ദുഃഖമാവുന്നത്, അതിന് കാരണങ്ങളുണ്ട്. എന്താണ്? മനുഷ്യന്റെ ആഗ്രഹങ്ങൾ, ഡിസയേഴ്സ് ആണ് കാരണമായിട്ട് വരുന്നത്. അപ്പോൾ അതിന് ദുഃഖസ അധിഗമ ഓർ നിരോധ, അതിനെ നിരോധിക്കാനായിട്ട് അല്ലെങ്കിൽ അതിന്റെ മാർഗം എന്താണ്? ഫസ്റ്റത്തെ മനുഷ്യന്റെ കാരണം എന്താണ്? ഇഗ്നറൻസ് ആണ്. 12 കാരണങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. സമുപാദ എന്ന് പറയുന്നിടത്ത് 12 കാരണങ്ങളാണ് ദുഃഖത്തിന് കാരണമായിട്ട് പറയുന്നത്. അതിൽ ഏറ്റവും ആദ്യത്തെ, അത് ഈ 12 കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാരണം രണ്ടാമത്തെ ഇതുണ്ടാവുന്നു, 2 കാരണം 3 ഉണ്ടാവുന്നു, 3 കാരണം 4 ഉണ്ടാവുന്നു, അങ്ങനെ 12 കാരണങ്ങൾ പറയുന്നുണ്ട്. അതിൽ ബുദ്ധൻ പറയുന്നത് ഏറ്റവും ആദ്യത്തെ ദുഃഖത്തിന് കാരണം എന്ന് പറയുന്നത് ഇഗ്നറൻസ് ആണ്. ഇഗ്നറൻസ്. അപ്പൊ ഇഗ്നറൻസ് ഒഴിവാക്കുക എന്നുള്ളതാണ് ദുഃഖസ അധിഗമ ഓർ നിരോധ എന്ന് പറയുന്നിടത്ത് പറയുന്നത്. അതിന് പുള്ളി പറയുന്ന 8 മാർഗങ്ങളാണ് നാലാമത്തെ ആര്യസത്യം എന്ന് പറയുന്നത്. അതെന്താണ്? ശരിയായ വ്യൂ, ശരിയായ ആസ്പിറേഷൻ, ശരിയായ സ്പീച്ച്, ശരിയായ ആക്ഷൻ, ശരിയായിട്ടുള്ള ലൈവ്ലിഹുഡ്, ശരിയായിട്ടുള്ള എഫേർട്ട്, റൈറ്റ് മൈൻഡ്ഫുൾനെസ് ആൻഡ് റൈറ്റ് കോൺസെൻട്രേഷൻ. ഈ 8 കാര്യങ്ങൾ നിങ്ങൾ പാലിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ധ്യാനിക്കേണ്ടത്. 8 കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം ദുഃഖമല്ലാതെ, അല്ലെങ്കിൽ ദുഃഖത്തിൽ നിന്നും എന്ത് ചെയ്യും? മാറും. ആ ലൂപ്പിൽ നിന്നും നിങ്ങൾ മാറുമെന്നാണ് ഈ പറയുന്ന ബുദ്ധന്റെ ടീച്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ദ കൺസെപ്റ്റ് ഓഫ് ബോധിസത്വ ഈസ് അസോസിയേറ്റഡ് വിത്ത്, മറ്റൊരു ബുദ്ധിസത്തിൽ നിന്നുള്ള മറ്റൊരു ചോദ്യമാണ്, ബോധിസത്വം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, ഏത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഇങ്ങനത്തെ ചോദ്യം വരുമ്പോൾ ഓൾറെഡി ഞാൻ എലിമിനേഷൻ മെത്തേഡ് നമ്മുടെ RW സീരീസിൽ പറഞ്ഞതാണ്. ഇത് ബോധിസത്വ ബുദ്ധിസവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കട്ട് ചെയ്യാം? ജൈനിസം കട്ട് ചെയ്യാം, സിഖിസം കട്ട് ചെയ്യാം. പിന്നുള്ളത് ഹീനയാന ആൻഡ് മഹായാന ബുദ്ധിസമാണ്. അത് നിങ്ങൾ പഠിച്ചാൽ മാത്രമേ ഉത്തരം കിട്ടുള്ളൂ. പക്ഷേ നിങ്ങൾ ശരിയാവാനുള്ള സാധ്യത എത്രയായിട്ട് വർദ്ധിച്ചു? 50% വർദ്ധിച്ചായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ബുദ്ധിസത്തിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സെക്റ്റുകളെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. അതിൽ ബുദ്ധിസ്റ്റ് സെക്ട് എന്ന് പറയുമ്പോൾ ഹീനയാന, മഹായാന, പ്രധാനപ്പെട്ട 2 സെക്റ്റുകൾ എന്ന് പറയുന്നത് ഇതാണ്. ഹീനയാനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത്? ശ്രാവകയാന എന്ന് പറയുന്നത്. അതിൻ്റെ സബ്സെറ്റുകളും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത് ഒന്ന് നോക്കി പോകുന്നത് നന്നായിരിക്കും. ഇത്രയും ഡെപ്തിൽ ഇതുവരെ ചോദിച്ചിട്ടില്ല, ചോദിക്കാൻ സാധ്യതയുണ്ട്. പഠിച്ചു പോകുന്നത് നല്ലതാണ്. ഹീനയാനയിൽ വരുന്ന സബ്സെറ്റുകളാണ് സ്ഥാവിരവാദി, അതുപോലെ തന്നെ തേരാവാദിൻ എന്ന് പറയുന്നത്, മഹാസംഗീക, അതുപോലെ തന്നെ സർവാസ്തിവാദ തുടങ്ങിയവയൊക്കെ. അവർ ബുദ്ധനെ ഒരു ഗ്രേറ്റ് സോൾ ആയിട്ടാണ് കണ്ടത്, നോട്ട് ഗോഡ്. ആൻഡ് ദേ ഡിഡ് നോട്ട് ബിലീവ് ഇൻ ഭക്തി ആൻഡ് ഐഡൽ വർഷിപ്പ്. ദർ സ്കൾപ്ചേഴ്സ് വർ ഇൻ പാലി. അതാണ് ഹീനയാനയുടെ പ്രത്യേകത. ഇനി മഹായാന എന്ന് പറയുമ്പോൾ അതിനകത്ത് 3 പ്രധാനപ്പെട്ട സ്കൂളുകളാണ് വരുന്നത്. ഒന്ന് യോഗകാര സ്കൂള്, അത് ഫൗണ്ട് ചെയ്തിട്ടുള്ള ആളുകളുടെ പേര് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അസംഗ ആൻഡ് വസുബന്ധു. മാധ്യമ സ്കൂള്, അത് നാഗാർജുന എന്ന് പറയുന്ന സന്യാസിയാണ് കൊണ്ടുവരുന്നത്. സെൻ സ്കൂള്, അത് ബോധിധർമ്മൻ എന്ന് പറയുന്ന സന്യാസിയാണ് കൊണ്ടുവരുന്നത്. ഇത് സംസ്കൃതത്തിലാണ് രചിക്കപ്പെട്ടത്. അവർ ബുദ്ധന്റെയും വിവിധ അവതാരങ്ങളെയും ബോധിസത്വങ്ങളെയും അവരെന്ത് ചെയ്തിരുന്നു? വിശ്വസിച്ചിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അത് കൂടെ ഒന്ന് ഓർത്തിരിക്കുക. ആൻഡ് ഇത് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ എക്സ്ട്രാ പഠിക്കേണ്ട ഒരു ഭാഗമാണ് ബുദ്ധിസ്റ്റ് കൗൺസിൽസ് എന്ന് പറയുന്നത്. വ്യക്തമായിട്ട് അതിനെപ്പറ്റി ധാരണ വേണം. ബുദ്ധിസ്റ്റ് കൗൺസിൽസ്, ബുദ്ധമത സമ്മേളനങ്ങൾ എത്ര എണ്ണം ഉണ്ട്? നമുക്ക് 4 സമ്മേളനങ്ങളാണ് വന്നത്. ഓരോ സമ്മേളനത്തിൻ്റെ ടൈം, റൂളർ, അതിൻ്റെ മോങ്ക്, ഏത് സന്യാസിയാണ് അത് പാട്രണൈസ് ചെയ്തത്, അവിടെ എന്തെങ്കിലും ഇവന്റ് സംഭവിച്ചിട്ടുണ്ടോ, ഏത് കൗൺസിലിൽ വെച്ചിട്ടാണ് ബുദ്ധമതം 2ആയിട്ട് പിളർന്നത്, അങ്ങനെയുള്ള പോയിന്റ്സ്. ഇത്രയും ഇത് ഞാൻ ഓൾറെഡി ചാർട്ട് ചെയ്ത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് നമ്മുടെ ക്ലാസ്സിനകത്ത്. അത് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകുക, അതിനകത്ത് ചോദ്യം വരും. ഓക്കെ, അതും കൂടെ ഇതിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്ത് പോകാനായിട്ട് നോക്കുക. ഇനി ഹു വാസ് ദ ഫസ്റ്റ് തീർത്ഥങ്കര ഓഫ് ജെയിൻ? അപ്പോൾ ജെയിനിസവുമായിട്ട് ബന്ധപ്പെട്ട 2 ചോദ്യങ്ങളാണ്. ജൈനിസത്തിന്റെ ഒന്നാമത്തെ തീർത്ഥങ്കരൻ ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം എന്താണ്? അക്കോർഡിംഗ് ടു ദ ജെയിൻ ഫിലോസഫി ദ ടേം ജിന മീൻസ്, ജിന എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ തീർത്ഥങ്കരൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം എന്താണ്? ഋഷഭനാഥനാണ് ഒന്നാമത്തെ തീർത്ഥങ്കരൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ദ ജിന എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? കോൺകുറർ എന്നാണ് ജിന എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം വരുന്നത്. ജൈനമത ഫിലോസഫിയായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പോയിന്റ്സ് ഞാൻ ഈ പറഞ്ഞ പോലെ, നേരത്തെ പറഞ്ഞ പോലെ ഒറ്റ സ്ലൈഡ്സിനകത്ത് കൊണ്ടുവരാനായിട്ട് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അക്കോർഡിംഗ് ടു ദിഗംബര ഉത്തരപുരാണ, മഹാവീര എവിടെയാണ് ജനിച്ചിരിക്കുന്നത്? കുന്ദഗ്രാമ, വിദേഹ രാജ്യത്തെ കുന്ദഗ്രാമ എന്ന് പറയുന്ന സ്ഥലത്താണ് ആര് ജനിച്ചിരിക്കുന്നത്? മഹാവീര ജനിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടം 540 മുതൽ 443 BC വരെയാണ്. എന്ന് പറഞ്ഞാൽ മഹാവീര, വർദ്ധമാന മഹാവീരയും ബുദ്ധനും എന്തായിരുന്നു? കണ്ടംപററീസ് ആയിരുന്നു. പക്ഷെ ബുദ്ധിസം ഫൗണ്ട് ചെയ്തത് ബുദ്ധനായിരുന്നു. ജൈനിസം ഫൗണ്ട് ചെയ്തത് ആരല്ല? മഹാവീരയല്ല. ജൈനിസം ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ഒരു മതമാണ്. ജൈനിസത്തിലെ ഏറ്റവും അവസാനത്തെ തീർത്ഥങ്കരൻ, ഏറ്റവും അവസാനത്തെ പ്രവാചകനായിട്ട് കൺസിഡർ ചെയ്യുന്ന ആരെയാണ്? മഹാവീരനെയാണ്. ഓക്കെ, ഇനി തീർത്ഥങ്കര മഹാവീര വാസ് ബോൺ ഇൻ ടു എ റോയൽ ക്ഷത്രിയ ഫാമിലി. അച്ഛൻ്റെ പേര് കിങ് സിദ്ധാർത്ഥ,
അദ്ദേഹം ഇക്ഷ്വാകു രാജവംശത്തിലുള്ള ആളാണ്. അമ്മയുടെ പേര് ക്യൂൻ ത്രിശല. ക്യൂൻ മായാദേവി ആയിരുന്നു ബുദ്ധൻ്റെ അമ്മയുടെ പേര്. ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട് മുന്നേ. SSCക്കൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാനിത് പഠിപ്പിച്ച് പോകുന്നത്. SSCക്ക് ചോദിച്ച ചോദ്യങ്ങൾ പലപ്പോഴും RRBയിൽ റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്. ഓക്കെ, ക്യൂൻ ത്രിശല എന്ന് പറയുന്നത് ലിച്ചാവി റിപ്പബ്ലിക്കിൻ്റെ ഒരു രാജ്ഞിയാണ്. ഓക്കെ, ഏറ്റവും ആദ്യത്തെ ഈ പറയുന്ന ഇക്ഷ്വാകു രാജവംശം, അതായത് നമ്മുടെ മഹാവീരയുടെ അച്ഛൻ്റെ രാജവംശം എന്ന് പറയുന്നത് എന്താണ്? ഇക്ഷ്വാകുവാണ്. ആ ഇക്ഷ്വാകു രാജവംശം ഫൗണ്ട് ചെയ്തത് തന്നെ ആരാണ്? ജൈനിസത്തിന്റെ ഒന്നാമത്തെ തീർത്ഥങ്കരനായിട്ടുള്ള ഋഷഭനാഥനാണ്. അപ്പോൾ ഒന്നാമത്തെ തീർത്ഥങ്കരന്റെ പേര് കിട്ടി, ഋഷഭനാഥൻ. അദ്ദേഹം ഏത് ഡൈനാസ്റ്റിയിലുള്ള ആളായിരുന്നു എന്ന് പറയുന്നത്? ഇക്ഷ്വാകു. ഈ ഡൈനാസ്റ്റിയിലാണ് പിൽക്കാലത്ത് രാമനും അതുപോലുള്ള ആളുകളൊക്കെ ജനിച്ചതായിട്ട് പറയപ്പെടുന്നത്. ഓക്കെ, ഇനി ശ്വേതംബര ട്രഡീഷൻ. അപ്പോൾ ജൈനമതമായിട്ട് ബന്ധപ്പെട്ട് 2 ട്രഡീഷൻസ് ഉണ്ട്. ഒന്ന് ദിഗംബര. ദിഗംബരയുടെ ഉത്തരപുരാണത്തിൽ നിന്നാണ് മഹാവീരയുടെ ജനനത്തെ പറ്റി പറയുന്നത്. ശ്വേതംബര എന്ന് പറയുന്നത് കുറച്ചുകൂടെ മറ്റൊരു ട്രഡീഷനാണ്. ഈ ശ്വേതംബരന്മാർ പറയുന്ന പ്രകാരം ജൈനൻ അഥവാ മഹാവീരൻ യശോദ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുകയും അതിൽ പ്രിയദർശന എന്ന് പറയുന്ന ഒരു മകളും ആർക്കുള്ളതായിട്ടാണ് പറയപ്പെടുന്നത്? നമ്മുടെ മഹാവീരയ്ക്കുള്ളതായിട്ടാണ് പറയുന്നത്. ബുദ്ധനും ഇത് ഈ പറഞ്ഞ പോലെ ഒരു മകനുള്ളതായിട്ട് പറയപ്പെടുന്നുണ്ട്. രാഹുൽ എന്ന് പറഞ്ഞിട്ടൊരു മകനുള്ളതായിട്ട് പറയപ്പെടുന്നുണ്ട്. ഇനി 30ാമത്തെ വയസ്സിൽ അദ്ദേഹം ഈ പറയുന്ന പോലെ വീട് വിട്ടു. 12 വർഷം, ബുദ്ധന് 6 വർഷം കൊണ്ട് എൻലൈറ്റ്മെന്റ് കിട്ടിയപ്പോൾ ഇദ്ദേഹത്തിന് 12 വർഷം കൊണ്ടാണ് എൻലൈറ്റ്മെന്റ് കിട്ടിയത്. കേവലജ്ഞാനം അണ്ടർ സാൽട്രി. ബുദ്ധൻ ജനിച്ചത് സാൽട്രിയുടെ ചോട്ടിലാണെന്നുണ്ടെങ്കിൽ മഹാവീരന് ഈ പറയുന്ന എൻലൈറ്റ്മെന്റ് ലഭിക്കുന്നത് സാൽട്രിയുടെ ചോട്ടിൽ വെച്ചിട്ടാണ്. മഹാവീര വാസ് പ്രസീഡഡ് ബൈ 23 അതർ ടീച്ചേഴ്സ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പേരാണ് പാർശ്വനാഥ ആൻഡ് മഹാവീര. കാരണം അവർ 2 പേരും എന്താണ്? ചരിത്ര പുരുഷന്മാരാണ്. മഹാവീരയുടെ സമകാലീനരായിട്ടുള്ള രാജാക്കന്മാരുടെ ചരിത്രം നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അവർ ചരിത്ര പുരുഷന്മാരാണ്. ത്രിരത്നം എന്ന് പറയുന്ന സങ്കല്പം എവിടെയാണ് കാണുന്നത്? ജൈനിസവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 3 ജ്വൽസ് അല്ലെങ്കിൽ ത്രിരത്ന എന്ന് പറയുന്ന സങ്കല്പം ജൈനിസവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ത്രിരത്നത്തിൽ ഒന്നാണ് റൈറ്റ് കണ്ടക്ട് എന്ന് പറയുന്നത്. റൈറ്റ് ഫെയ്ത്ത്, റൈറ്റ് നോളജ് ആൻഡ് റൈറ്റ് കണ്ടക്ട്. റൈറ്റ് ഫെയ്ത്ത്, റൈറ്റ് നോളജ്, ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ കണ്ടക്ട്. ഇത് 3ഉമാണ് ഈ പറഞ്ഞ ത്രിരത്നം എന്ന് പറയുന്നത്. അതിലെ റൈറ്റ് കണ്ടക്ട്, ശരിയായിട്ടുള്ള രീതിയിലുള്ള കണ്ടക്ട് എങ്ങനെയാണ്? അതിന് വേണ്ടിയിട്ടാണ് 5 വ്രതങ്ങളെ പറ്റി പറയുന്നത്, പഞ്ചമഹാവ്രതങ്ങളെ പറ്റി പറയുന്നത്. അപ്പോൾ അത് റൈറ്റ് ത്രിരത്നങ്ങൾ 3, ആ 3 എണ്ണത്തിൽ വരുന്നതാണ് റൈറ്റ് ഫെയ്ത്ത്, റൈറ്റ് നോളജ് ആൻഡ് റൈറ്റ് കണ്ടക്ട്. ആ റൈറ്റ് കണ്ടക്ട് എന്ന് പറയുന്നതിനകത്ത് വരുന്നതാണ് പഞ്ചമഹാവ്രതങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ അവിടെ എന്താ പറഞ്ഞ ക്ഷണഭംഗവാദയും അതുപോലെ തന്നെ അനാത്മവാദിയും പറഞ്ഞ പോലെ തന്നെ ജൈനിസത്തിലെ 2 ഫിലോസഫീസ് ആണ് അനേകാനന്ദവാദ. സത്യം പലത് എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള കോട്ട് പോലെ തന്നെയാണ് അനേകാനന്ദവാദ. ത്യാദവാദ എന്ന് പറയുന്ന ഒരു സങ്കല്പം കൂടെ ഇവിടെ ഈ പറയുന്ന ജൈനിസവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ജൈനിസത്തിലെ പ്രധാനപ്പെട്ട 2 സെക്റ്റുകൾ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞാണ്. സ്ഥൂലഭദ്രയുടെ നേതൃത്വത്തിലുള്ള ശ്വേതംബരയും ഭദ്രബാഹുവിന്റെ നേതൃത്വത്തിലുള്ള ദിഗംബര സെക്റ്റും. അപ്പോൾ ഭദ്രബാഹുവിന്റെ നേതൃത്വത്തിലുള്ള ദിഗംബര സെക്റ്റ്, സ്ഥൂലഭദ്രന്റെ നേതൃത്വത്തിലുള്ള ശ്വേതാംബര സെറ്റ്, ഇങ്ങനെയുള്ള 2 സെക്റ്റുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഓക്കെ, ജൈനമത കൗൺസിലുകൾ 2 പ്രധാനപ്പെട്ടത്. ഒന്ന് പാതലിപുത്രയിൽ, 2 വല്ലഭിയിൽ. പാതലിപുത്രയിൽ 3ാം നൂറ്റാണ്ടിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഭദ്രബാഹുവാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. ഭദ്രബാഹു ഈ 3ാം നൂറ്റാണ്ടിലെ 1ാമത്തെ പാതലിപുത്രയിലുള്ള ജൈനമത സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ഇത് സ്പ്ലിറ്റ് ആവുന്നത് തന്നെ. ഭദ്രബാഹു അതുപോലെ തന്നെ സ്ഥൂലഭദ്രനും തമ്മിൽ തെറ്റുന്നത് തന്നെ. 2ാമത്തെ സമ്മേളനം നടക്കുന്നത് 512 CE-യിലാണ്. 512 CE കോമൺ എറയിലാണ് നടക്കുന്നത്. ഗുജറാത്തിലെ വല്ലഭിയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഇതിന്റെ ബ്രാക്കറ്റിൽ ഞാൻ 11 അങ്കാസ് എന്നും 12 അങ്കാസ് എന്നും എഴുതിയിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, ജൈനമത ടെക്സ്റ്റുകളാണ്. ജൈനമത നമ്മുടെ ത്രിപീഠക എന്ന് പറഞ്ഞുകൊണ്ട് ബുദ്ധമതത്തിന് പഠിച്ച പോലെ തന്നെ ജൈനമതത്തിന്റെ റിലീജിയസ് ടെക്സ്റ്റുകളെ 11 ഗ്രന്ഥങ്ങളായിട്ട് 1ാമത്തെ സമ്മേളനത്തിലും ഒരു ഗ്രന്ഥം കൂടെ ആഡ് ചെയ്ത് 12 ഗ്രന്ഥങ്ങളാക്കി 2ാമത്തെ സമ്മേളനത്തിലും വെച്ചിട്ടുണ്ട്. അങ്ങനെ അതിനെ വിളിക്കുന്ന പേരാണ് അങ്കമ, മറ്റൊരു പേരാണ് ആഗമ. അത് രണ്ടും ഒന്ന് തന്നെയാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതാണ് ജൈനിസവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, ഇനി നിങ്ങൾ പഠിക്കാൻ പോകുന്ന ഒരു ടോപ്പിക്കാണ് മഹാജനപദാസ് എന്ന് പറയുന്നത്. ഓക്കെ, മഹാജനപദാസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യകാലത്തെ രാജവംശങ്ങളാണ്. നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷന് ശേഷം ആര്യൻ സംസ്കാരം വരുന്നു. ആര്യൻ സംസ്കാരത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് ആകുമ്പോഴാണ് ബുദ്ധിസവും ജൈനിസവും ഡെവലപ്പ് ചെയ്യുന്ന ഉപനിഷത്തുകളുടെ കാലത്തിലേക്ക് വരുന്നത്. ആ കാലഘട്ടത്തിൽ തന്നെ അവിടുത്തെ പൊളിറ്റി മാറുന്നുണ്ട്. എന്ത് ചെയ്യുന്നു? സെമി നൊമാഡിക്കിൽ നിന്ന് സെറ്റിൽഡ് ലൈഫിലേക്ക് വരുന്ന ആര്യന്മാർ പിന്നീട് സെറ്റിൽഡ് ലൈഫിൽ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു അർബണൈസേഷനിലേക്ക് കടക്കുകയാണ്. അവർ പാസ്റ്ററൽ ലൈഫ് ആയിരുന്നല്ലോ, കാലിമേച്ച് നടന്നിരുന്ന ആര്യന്മാർ എന്ത് ചെയ്യുന്നു? ഒരു രാജവംശം തുടങ്ങിയ ലൈനിലേക്ക് വരുന്നു. അതിന്റെ ഏറ്റവും ആദ്യത്തെ ലക്ഷണങ്ങൾ കണ്ടുവരുന്നതാണ് മഹാജനപദാസ് എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ മഹാജനപദാസ് എന്ന് പറ്റിയിട്ട് പറയുമ്പോൾ 2 ചോദ്യങ്ങളാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. നമ്മൾ രാവിലെ കണ്ട 2 ചോദ്യങ്ങൾ. ഒന്ന്,
ഇൻ ദ ഹയസ്റ്റ് പീരീഡ് ഓഫ് ആര്യൻ കൾച്ചർ ദ ഡിസ്ട്രിക്ട്സ് ഓഫ് ദ ഗാഞ്ചസ് വാലി വിച്ച് വർ ഡാഷ് ഇൻ നമ്പർ. എത്ര മഹാജനപദാസ് ഉണ്ടായിരുന്നു എന്നാണ് ഒന്നാമത്തെ ചോദ്യം. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് ദ ക്യാപിറ്റൽ ഓഫ് ദ കിങ്ഡം ഓഫ് മഗധ്. മഗധിലെ ക്യാപിറ്റൽ ഏതായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം 16 മഹാജനപദാസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മഗധയുടെ ക്യാപിറ്റലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് രാജ്ഗിർ അല്ലെങ്കിൽ രാജ്ഗൃഹ എന്ന് പറയുന്ന സ്ഥലമാണ്. മഹാജനപദാസിനെ പറ്റിയിട്ട് നമുക്കൊന്ന് പൊടി തട്ടിയെടുക്കാം. അതിൽ അങ്കുട്ടാര നിഖായ എന്ന് പറയുന്ന ബുദ്ധമത ഗ്രന്ഥം, അങ്കുട്ടാര നിഖായ എന്ന് പറയുന്ന ബുദ്ധമത ഗ്രന്ഥത്തിനകത്ത് 16 മഹാജനപദാസിനെ പറ്റി പറയുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം, ആ കാലഘട്ടത്തിൽ രചിച്ചിട്ടുള്ള പല പുരാണങ്ങളിൽ, പല ലിറ്ററേച്ചറിലും ഈ മഹാജനപദാസ് എന്ന് പറയുന്ന പേര് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. 16 എണ്ണം ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ പൊതുവിൽ ഉള്ള അല്ലെങ്കിൽ ഒട്ടുമിക്ക ഗ്രന്ഥങ്ങളും ഏറെക്കുറെ പറയുന്ന മഹാജനപദാസനാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. പ്രത്യേകിച്ച് അങ്കുട്ടാര നിക്കായ, NCERT കോട്ട് ചെയ്തിരിക്കുന്ന അങ്കുട്ടാര നിക്കായിൽ നിന്നാണ്. അതുകൊണ്ടാണ് ആ പുസ്തകത്തെ കോട്ട് ചെയ്തിരിക്കുന്നത്. വേറെ പുസ്തകങ്ങളിൽ വേറെ മഹാജനപദാസിന്റെ പേരും കാണാനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞാൽ ഇതിൽ കോമൺ ആയിട്ടുള്ള കുറെ പേരുകൾ ഉണ്ടായിരിക്കും. അതല്ലാതെ 1-2 പേരുകളൊക്കെ വേറെ ഏതെങ്കിലും ഒരു പുസ്തകം, പഴയ ഒരു ടെക്സ്റ്റ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ പേരൊക്കെ നമുക്ക് കാണുന്നുണ്ട്. പക്ഷേ NCERT കൊടുത്തിട്ടുള്ള അങ്കുട്ടാര നിക്കായയാണ്. അതിൻ്റെ NCERT കൊടുത്തിട്ടുള്ള മാപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ രാജ്യങ്ങളും ആ രാജ്യങ്ങളുടെ തലസ്ഥാനവുമാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് കൃത്യമായിട്ട് പഠിച്ചു പോവുക, ചോദിക്കാൻ സാധ്യതയുള്ളൊരു ഏരിയയാണ്. കാശി, കോശല, അങ്ക, മഗധ, വാജി, വാജിയെ വിളിക്കുന്ന മറ്റൊരു പേരാണ് വൃജി, മല്ല, ചെട്ടിയ അഥവാ ചെടി, വംശ അഥവാ വത്സ, കുരു, പാഞ്ചാല, മച്ച അഥവാ മത്സ്യ, ശുരസേന, അസക അഥവാ അഷ്മാഖ, അവന്തി, ഗാന്ധാര, കമ്പോജ. ഇങ്ങനെ 16 എണ്ണമാണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത്. ആ 16 മഹാജനപദാസും അതിൻ്റെ ക്യാപിറ്റൽസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് പഠിച്ചു പോകാനായിട്ട് നോക്കുക. കാശിയുടെ വാരണാസി, കോശലയുടെ സ്രവസ്തി, അങ്കയുടെ ചമ്പ, മഗധയുടെ രാജ്ഗിർ, ഇതാണ് ഇപ്പോൾ ചോദിച്ചത്. വാജി അഥവാ വ്രജയുടെ വൈശാലി, മല്ലയുടെ കുശിനഗര, കുശിനഗരയാണ് ബുദ്ധൻ മരിച്ച സ്ഥലം. ചെടിയുടെ സ്വതിവാദി, വത്സയുടെ കൗസംബി, പാഞ്ചാലയുടെ അച്ചിഛാത്ര ഓർ കംപ്ലിയ, മത്സ്യയുടെ വിരാട് നഗര, സുരസേനയുടെ മധുര, അസകയുടെ അല്ലെങ്കിൽ അഷ്മാഖയുടെ പൈത്താൻ, അവന്തിയുടെ ഉജ്ജയിൻ, ഗാന്ധാരയുടെ തക്ഷശില, കമ്പോജയുടെ പുഷ്കലവതി അഥവാ പൂഞ്ച, കുരുവിൻ്റെ ഇന്ദ്രപ്രസ്ഥ. ഇന്ദ്രപ്രസ്ഥ ഇന്ന് കാണുന്ന ഡൽഹിയോട് അടുപ്പിച്ചുള്ള സ്ഥലമാണ്. ഇന്ദ്രപ്രസ്ഥ ഇരിക്കുന്നത് ഇന്ന് കാണുന്ന ഡൽഹിയോട് അടുപ്പിച്ചുള്ള ഒരു സ്ഥലമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതും ചോദിച്ചിട്ടുണ്ട്. ഇന്ദ്രപ്രസ്ഥ എന്ന് പറയുന്നത് ഇന്നത്തെ എവിടെയാണ് ഏകദേശം വരുന്നത് എന്നുള്ളത്. ഓക്കെ, റെഡ് ഫോർട്ട് ഡൽഹിയോട് അടുത്ത് ഇരിക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് പറയുന്നത്. ഇനി കിങ് അജാതശത്രു വാസ് ദ റൂളർ ഓഫ് ഡാഷ് ഡൈനാസ്റ്റി. അപ്പോൾ ഇതിനകത്ത് നിന്ന് നമുക്കറിയാം ഈ 16 മഹാജനപദകളിൽ നിന്നും ഏറ്റവും പോപ്പുലർ ആൻഡ് പവർഫുൾ ആയിട്ട് വരുന്ന രാജവംശം അല്ലെങ്കിൽ ജനപദ ഏതാണ്? മഗധയാണ്. മഗധ കേന്ദ്രീകരിച്ചുകൊണ്ട് പിന്നീട് ഡൈനാസ്റ്റികൾ, രാജവംശങ്ങൾ എന്ത് ചെയ്യുന്നു? ഉരുത്തിരിഞ്ഞു വരുന്നു. അവർ ബാക്കി 15 രാജവംശങ്ങളെയും എന്ത് ചെയ്യുന്നു? അടക്കി ഭരിച്ചുകൊണ്ട് വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാനായിട്ട് ശ്രദ്ധിക്കുന്നു. അതിൽ ഏറ്റവും ആദ്യത്തെ ഡൈനാസ്റ്റി ആണ്, അല്ലെങ്കിൽ ഏറ്റവും ആദ്യം വരുന്ന ഡൈനാസ്റ്റികളിൽ ഒന്നിലെ രാജാവാണ് അജാതശത്രു. അദ്ദേഹം ഏത് രാജവംശത്തിലെ രാജാവാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നന്ദ രാജവംശം എന്ന് പറയുന്ന രാജവംശം ഏത് ഡൈനാസ്റ്റിയിൽ വരുന്നതാണെന്നാണ് രണ്ടാമത്തെ ചോദ്യം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഹരണ്യക ഡൈനാസ്റ്റിയിൽ വരുന്നതാണ് അജാതശത്രു. അതുപോലെ തന്നെ നമ്മുടെ മഹാപത്മ നന്ദയാണ് നന്ദ ഡൈനാസ്റ്റി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫാക്റ്റുകൾ നമുക്ക് നോക്കാം. ബൃഹദ്രഥ ഡൈനാസ്റ്റി എന്ന് പറയുന്ന ഒരു ഡൈനാസ്റ്റിയാണ് ഏറ്റവും ആദ്യം മഗധ എന്ന് പറയുന്ന സ്ഥലം അല്ലെങ്കിൽ അത് റൂൾ ചെയ്തിരുന്നത്. ബൃഹദ്രഥ എന്ന് പറയുന്ന ഡൈനാസ്റ്റി അത് ഫൗണ്ട് ചെയ്തത് ബൃഹദ്രഥ എന്ന് പറയുന്ന റൂളർ തന്നെയാണ്. ബൃഹദ്രഥയെ പറ്റിയിട്ട് 2 തവണ എവിടെ പറയുന്നുണ്ട്? ഋഗ്വേദത്തിനകത്ത് പറയുന്നുണ്ട്. ബൃഹദ്രഥയുടെ മകനായിട്ടാണ് ജരസന്ധ എന്ന് പറയുന്ന ആള് ജനിക്കുന്നത്. ജരസന്ധ മഹാഭാരതത്തിലെ ഒരു പ്രധാന കഥാപാത്രമാണ്. ജരസന്ധയുടെ മകനായിട്ടുള്ള സഹദേവൻ, ജരസന്ധ കൗരവപക്ഷത്താണ് നിൽക്കുന്നത്. ജരസന്ധയെ വധിച്ചതിന് ശേഷം നമ്മുടെ അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള സഹദേവൻ, നകുല സഹദേവന്മാരല്ല, ജരസന്ധയുടെ മകനായിട്ടുള്ള മറ്റൊരു സഹദേവനെ പാണ്ഡവന്മാർ എന്ത് ചെയ്യുന്നു? മഗധയുടെ തലപ്പത്ത് പിടിച്ചിരുത്തുന്നുണ്ട്. ഓക്കെ, ആ ബൃഹദ്രഥ ഡൈനാസ്റ്റിയിലെ ഏറ്റവും അവസാനത്തെ റൂളറായിട്ട് പറയുന്ന റൂളറാണ് റിപുഞ്ജയ. റിപുഞ്ജയ എന്ന് പറയുന്നത് ബൃഹദ്രഥ ഡൈനാസ്റ്റിയിലെ ലാസ്റ്റത്തെ റൂളറാണ്. വാസ് ദ ലാസ്റ്റ് പുരാണിക് ബൃഹദ്രഥ കിങ് ഓഫ് മഗധ. അതിനുശേഷം ഏറ്റവും പോപ്പുലർ ആയിട്ട് വന്നിട്ടുള്ള ഒരു രാജവംശമാണ് ഏത്? ഈ പറയുന്ന ഹര്യങ്ക ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. ഹര്യങ്ക ഡൈനാസ്റ്റിയിലെ റൂളറാണ് ബിംബിസാര. ഏറ്റവും ആദ്യത്തെ റൂളറാണ് ബിംബിസാര. ബുദ്ധന്റെയും മഹാവീരയുടെയും കണ്ടംപററി ആയിരുന്നു. അജാതശത്രു ബുദ്ധന്റെയും മഹാവീരയുടെയും കണ്ടംപററി ആയിരുന്നു. അതിനുശേഷം വരുന്ന 4 രാജവംശങ്ങൾക്ക് ശേഷം വരുന്ന ഒരു ഡൈനാസ്റ്റിയാണ് ശിശുനാഗ, പിന്നെ നന്ദ, ഇവരൊക്കെ. ഓക്കെ, അപ്പോൾ ഈ റൂളേഴ്സിന്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. നന്ദ ഡൈനാസ്റ്റിയിൽ തുടങ്ങുന്നത് മഹാപത്മ നന്ദയിലാണ്, അവസാനിക്കുന്നത് ധനനന്ദയിലാണ്. ധനനന്ദയെ തോൽപ്പിച്ചുകൊണ്ടാണ് ചന്ദ്രഗുപ്ത മൗര്യൻ എന്ത് ചെയ്യുന്നത്? മൗര്യ സാമ്രാജ്യം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്.
ഓക്കെ, അതൊക്കെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇനി ദ ഓൾഡ് നെയിം ഓഫ് പാട്ന, പാട്നയുടെ ഏറ്റവും ആദ്യത്തെ പേരെന്ന് പറയുന്നത് പാതളിപുത്രയാണ്. എംപറർ അജാതശത്രുസ് സക്സസർ ഉദ്ദൈൻ shifted his capital from Rajgriha to Padaliputra and later Chandragupta Mauryan established an empire here and made his capital. അപ്പോൾ മഗധ എന്ന് പറയുന്ന സ്ഥലത്ത് ക്യാപിറ്റൽ എന്തായിരുന്നു? മഗധ എന്ന് പറയുന്ന മഹാജനപദയുടെ ക്യാപിറ്റൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രാജഗിർ ആയിരുന്നു. നമ്മൾ തൊട്ട് മുന്നേ ഇവിടെ കണ്ടതാണ്, ഈ ടേബിളിൽ നമ്മൾ കണ്ടതാണ്. മഗധയുടെ ക്യാപിറ്റൽ എന്തായിരുന്നു? രാജഗിർ ആയിരുന്നു. ആ രാജഗിർ ആയിരുന്നു ഏത് സമയത്തൊക്കെ? ബൃഹദ്രഥ രാജവംശമുള്ള സമയത്ത്, ബിംബിസാര ഭരിക്കുമ്പോൾ, അജാതശത്രു ഭരിക്കുമ്പോഴൊക്കെ ക്യാപിറ്റൽ എന്ത് തന്നെയാണ്? രാജഗിർ തന്നെയാണ്. എന്നാൽ അജാതശത്രുവിൻ്റെ മകനായിട്ടുള്ള നമ്മുടെ ഉദ്ദൈൻ നാട് ഭരിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം ക്യാപിറ്റൽ നൈസായിട്ട് ഷിഫ്റ്റ് ചെയ്തു ഇങ്ങോട്ട്, പാതലിപുത്രയിലേക്ക്. പിന്നീട് ഈ പാതലിപുത്ര, അതായത് ഇന്ന് കാണുന്ന പാട്ന, ബീഹാറിലെ പാട്ന, അതാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്? മൗര്യന്മാരുടെ തലസ്ഥാനമായിട്ട്, പിന്നീട് വലിയ ഒരുപാട് സാമ്രാജ്യങ്ങളുടെ തലസ്ഥാനമായിട്ടൊക്കെ മാറുന്നത് ഈ പാട്നയാണെന്നുള്ള കാര്യമാണ് ഇവിടെ എഴുതി ചേർത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൂടെ കൃത്യമായിട്ട് നോക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഈ പറയുന്ന ക്വസ്റ്റ്യൻസും അതിൻ്റെ ഡിസ്കഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് പഠിച്ച് വന്നിട്ടുള്ള ആളുകൾക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള റിവിഷൻ ആയിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക. നമുക്ക് ഈ സീരീസ് ഉഷാറായിട്ട് മുന്നോട്ട് പോകണം. അപ്പോൾ എല്ലാ ദിവസവും ഷെഡ്യൂൾ പ്രകാരം തരുന്ന ടോപ്പിക്കുകൾ പഠിച്ചിട്ട് വരിക, ആ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ക്വസ്റ്റ്യൻ ഡിസ്കഷൻ്റെ ക്ലാസ്സിനകത്ത് പങ്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ടോപ്പിക് ആ ദിവസം കഴിയുമ്പോഴേക്കും എന്ത് ചെയ്യാം? റിവൈസ് ചെയ്തെടുക്കാവുന്നതാണ്. പഠിച്ചിട്ട് വരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.